ഉൽപ്പത്തി പുസ്തകം 42:1. മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ തൻ്റെ പുത്രന്മാരോട്, നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നതെന്ത്? ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ഈ പ്രഭാത ദൈവ അനുഗ്രഹിച്ചനായ സ്തോത്രം. കഴിഞ്ഞ 3 ദിവസവും കഴിഞ്ഞ 2 ദിവസവും ദൈവസ്ഥലിൽ ഇരുപ്പാൻ ദൈവം സഹായിച്ച് 3-ാം ദിവസവും ഉപവാസത്തോടെ നിൽക്കുവാൻ ദൈവം ബലപ്പെടുത്തിയനായ സ്തോത്രം. ഒരു കൂട്ടർ മക്കൾ ഉപവാസത്തോടെ ആയിരിക്കുന്നു. പ്രാർത്ഥനയിൽ കടന്നു വന്ന ദൈവമക്കൾ, ഇന്ന് വിശുദ്ധ ആരാധനയിൽ കടന്നു വന്നവർ, ആദ്യമായിട്ട് കടന്നവരുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം സംസാരിക്കുവാൻ അടിയനെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. അവിടുത്തെ രക്തത്താൽ കഴുകി ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും കൃപയിലും ശുദ്ധിയിലും വേർവാൾ നിൽക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദേശാധിപതികളെയും ബന്ധിച്ച് അതിനെ ശാസിച്ച് ഭർഷിച്ച് മാറ്റുന്നു. അത്ഭുതം ചെയ്യണം. ഈ ശബ്ദം കേൾക്കുന്ന മന്ന TV-യിലൂടെയും മീഡിയ ടുഡേയിലൂടെയും കേൾക്കുന്ന ദൈവമക്കൾ, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ കേൾക്കുന്ന, ലോകമെമ്പാടും കേൾക്കുന്ന സകലവർക്കും ഇതൊരു വലിയൊരു അനുഗ്രഹമായി തീരുവാട വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുമ്പോൾ തൻ്റെ മക്കളെ കഷ്ടത, ദാരിദ്ര്യം, പലയിടത്തും ദാരിദ്ര്യങ്ങളാണ്, കടഭാരങ്ങൾ, കഷ്ടത മാറുവാനും ഇതിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ ദൈവപ്രവൃത്തി കാണുവാനും ദൈവം സഹായിക്കണം. അപ്പൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇടവരുത്തണമേ. ഏതാത്മാവിലാണോ ഇത് എഴുതപ്പെട്ടത് അതേ ആത്മാവിൽ നിന്ന് സംസാരിക്കുവാൻ ഇടവരുന്ന എൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ നിന്നും ദൈവമേ, അവിടുത്തെ തൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ ദൈവഹിതമില്ലാത്തൊരു വാക്ക് പോലും വരുവാൻ ഇടവരുത്താതെ മാനുഷ്യമായ ബുദ്ധിമണ്ഡലത്തിൽ നല്ല സ്വർഗമേ അടിയങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനോട് കൂടെ ഇരുന്ന് ദൈവം സംസാരിക്കണം. ഇന്ന് വന്നിരിക്കുന്ന മക്കൾക്ക് മന്ന കൊടുക്കത്തക്ക വണ്ണം, ഇവർക്ക് ഈ മാസത്തെ ആവശ്യമായി എല്ലാം നന്മയും പ്രാപിക്കത്തക്ക വണ്ണം സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് അഭിഷേകത്താൽ നിറയ്ക്കണം. ഈ വചനം കേൾക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കണം, വിടുതലുകൾ സംഭവിക്കണം, മാറ്റങ്ങൾ സംഭവിക്കണം, ദാരിദ്ര്യങ്ങൾ മാറണം, പട്ടിണി മാറണം, കഷ്ടത മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഏവർക്കും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശബ്ദം വെളിച്ചമെല്ലാം അങ്ങ് നിയന്ത്രിക്കണം. ഇന്ന് യാത്രയിൽ ആരെങ്കിലും ആയിരിക്കുന്നുണ്ട് തക്ക സമയത്തുവാൻ, ഇന്ന് വരുവാൻ കഴിയാതെ ആരെങ്കിലും അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയും ദൈവം ഇടപെടുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മുഴുവൻ മഹത്വവും ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. സകലതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 42 വായിച്ചത്. മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ആരറിഞ്ഞു? യാക്കോബ് അറിഞ്ഞു. അറിഞ്ഞപ്പോൾ തൻ്റെ പുത്രന്മാരോട്, നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നു എന്നാൽ ദാരിദ്ര്യം 7 സംവത്സരം അനുഗ്രഹപ്പെട്ടപ്പോൾ കൊയ്ത്തുണ്ടായിരുന്നു. ആ കൊയ്ത്തുള്ള സമയത്ത് ദാരിദ്ര്യത്തെക്കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല, അനുഗ്രഹമായി. പക്ഷേ ദൈവം യോസഫിലൂടെ സ്വർഗം വെളിപ്പെട്ടു. ആ അനുഗ്രഹത്തിലേക്ക് യോസഫ് 7 സംവത്സരത്തിന് നന്മകളെല്ലാം ആര് ശേഖരിച്ചു വെച്ചു? മിസ്രയീമിൽ. യോസഫ് എവിടെയാ? മിസ്രയീമിൽ യോസഫ് ആയിരിക്കുന്നു. കാനാദേശം വിട്ട് മിസ്രയീമിലേക്ക് യോസഫിനെ ദൈവം കൊണ്ടുവന്നു. അവിടെ ദൈവം യോസഫിലൂടെ ദൈവാത്മാവ് ഇടപെട്ടു. ആ 7 സംവത്സരം അനുഗ്രഹത്തിലേക്ക് വന്നപ്പോൾ കംപ്ലീറ്റും ശേഖരിച്ചു വെച്ചു. എല്ലാ ദേശത്തും ആമേ ഗോഡൗൺ ഉണ്ടായി. എന്നുവെച്ചാൽ ധാന്യങ്ങൾ സൂക്ഷിക്കുവാൻ പാണ്ഡികശാലകൾ ഉണ്ടായിരുന്നു. അപ്പോൾ 7 സംവത്സരം അനുഗ്രഹത്തിൻ്റെ വിളവ് എല്ലാ വർഷത്തേക്കാൾ കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ വിളവ് അന്ന് വിളഞ്ഞു. അനുഗ്രഹം ഇരട്ടി അതെല്ലാം പ്രാപിച്ചു. ആ 7 സംവത്സരം കഴിഞ്ഞപ്പോൾ ദാരിദ്ര്യം വന്നു. വളരെ പട്ടിണി. എന്നുവെച്ചാൽ അത്രത്തോളം ദാരിദ്ര്യം. മഴയുണ്ടെങ്കിൽ മാത്രമേ വിതയുണ്ടെങ്കിൽ മാത്രമേ കൊയ്ത്തുള്ളൂ. ദൈവമക്കളെ, വിതയില്ല, കൊയ്ത്തില്ല. കാലാവസ്ഥ വളരെ മോശം. അതിശക്തമായ വെയിൽ, കഠിനമായ ദാരിദ്ര്യത്തിന് തുടക്കം എന്ന് പറഞ്ഞാൽ വരൾച്ചയാണ്. പലപ്പോഴും വെള്ളം വരെ വറ്റിപ്പോകുന്നു, കുടിവെള്ളം വരെ ഇല്ല. ജനങ്ങൾ ഒരാഴ്ച നോക്കി 2 ആഴ്ച നോക്കി ഉള്ളതെല്ലാം ശേഖരിച്ച് വെച്ചിരുന്ന എല്ലാവരും അത്യാവശ്യത്തിന് എല്ലാവരും വീട്ടിൽ 5 കിലോ 10 കിലോ കാണും. ചിലപ്പോൾ ഒരാൾ ഒരേ ചാക്കാരി വിടുന്നവരുണ്ട്. പലരും വ്യത്യസ്തമായാണ് വീട്ടിൽ ശേഖരിക്കുന്നത്. പക്ഷേ ചിലവർക്ക് ഭക്ഷ്യധാനമൊക്കെ സൂക്ഷിക്കുവാൻ ഒരു പരിധിയുണ്ട്. ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാൻ ഒരു പരിധിയുണ്ട്.
അല്ലേ? നിങ്ങളുടെ വീട്ടിലെ ഗോഡൗണിൽ, സ്റ്റോർ റൂമിൽ സൂക്ഷിക്കാൻ ഒരു പരിധിയുണ്ട്. എല്ലാത്തിനൊരു പരിധിയുണ്ട്. പക്ഷേ പരിധി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? പണമുണ്ട്, സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, വസ്തുവുണ്ട്. പക്ഷെ ഇതെല്ലാം എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അന്നം തീരുമ്പോൾ അന്നത്തിന് അന്നം തന്നെ തിന്നണം. കുറച്ച് പൈസ എടുത്ത് നിന്നാൽ വയറ് വീക്കത്തില്ല, കുറച്ച് സ്വർണം എടുത്ത് നിന്നാൽ വയറ് വീക്കത്തില്ല, കുറച്ച് വെള്ളി എടുത്ത് നിന്നാൽ വയറ് വീക്കത്തില്ല, വീട്ടിലിരിക്കുന്ന പ്രമാണം എടുത്ത് തിന്നാൽ വയറ് വീക്കത്തില്ല, അവിടെ നിൽക്കുന്ന മരത്തിനെ പിടിച്ച് പുഴുങ്ങി തിന്നാൽ വയറ് വീക്കത്തില്ല, ഇവർ കുറച്ച് കല്ലെടുത്ത് കഴിച്ചാൽ വയറ് വീക്കത്തില്ല. അന്നത്തിന് അന്നം തന്നെ വേണം. ദൈവം മക്കളെ, കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ശക്തിയോടൊന്ന് കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരിലും നന്മകളുണ്ടായിരിക്കാം, പക്ഷേ സകല ദേശത്തും ഈ ക്ഷാമം ഭൂമിയുടെ സകലയിടത്തും വ്യാപരിച്ചു. മിസ്രൈമിൽ മാത്രമല്ല, ഇത് ഭൂമിയുടെ സകല പ്രദേശത്തും ബാധിച്ചു. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമേ ഇതെല്ലാം, എന്നുവെച്ചാൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ തീർന്നു. എല്ലാവർക്കും അത്യാവശ്യത്തിനൊക്കെ കാര്യങ്ങൾ കാണും. കുറേശ്ശെ കൊറോണ സമയത്തൊക്കെ വന്നപ്പോൾ ഒരാഴ്ച ഒന്നും മിണ്ടാതിരുന്നു. കുഴപ്പമില്ല, അടുത്ത ആഴ്ച മാറും. അടുത്ത ആഴ്ചയെ മാറിയില്ല. ഇതിപ്പോൾ മാറിക്കൊണ്ട് ഒരാഴ്ച, രണ്ടാഴ്ചയായി, അല്ലേ? ആദ്യമൊന്നും നമ്മൾ മനസ്സ് കണക്കൂട്ടിയില്ല. ഇത് 2 ആഴ്ചയായി, 3 ആഴ്ചയായി, മാസമായപ്പോൾ നെഞ്ചിടിപ്പ് തുടങ്ങി. അപ്പം അതുപോലെയാ, ഇത് 1-2 ദിവസം, നമുക്ക് 2 മാസത്തെ കൊറോണ സമയത്ത് നമ്മൾ അനുഭവിച്ച ആ ബുദ്ധിമുട്ടൊന്ന് ചിന്തയിലോട്ട് കൊണ്ടുവരണം. പക്ഷേ ഇവിടെ സംഭവിക്കാവുന്ന 7 സംവത്സരത്തിലേക്കാണ് സംഭവിക്കാൻ പോകുന്നത്. ഭൂമിയിൽ 7 സംവത്സരം അതികഠിനമായ ക്ഷാമം ആര് വെച്ചു? സ്വർഗത്തിലെ ദൈവം വെച്ചു. 7 സംവത്സരം സമർത്ഥമായ അനുഗ്രഹമുണ്ടെങ്കിൽ, ഒരു അനുഗ്രഹമുണ്ടെങ്കിൽ ദൈവമക്കളെ, ഒരു താഴ്ചയും വരും. ഒരു ഉയർച്ചയുണ്ടെങ്കിൽ ഒരു താഴ്ചയും വരും. മറക്കരുത്, അനുഗ്രഹം കൂടുമ്പോൾ നമ്മുടെ അനുഗ്രഹം, ഞാൻ പറയുന്നു, വലം കൈയിൽ അനുഗ്രഹമുള്ളപ്പോൾ ഇടം കൈയിൽ ഒരു കഷ്ടതയും നമുക്ക് വരും. ആമേ, ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ ഒരു താഴ്ചയും വരും. ഒരു പട്ടിണി ഉണ്ടെങ്കിൽ ഒരു ദാരിദ്ര്യവും വരും. ആമേ, ഒരു സമൃദ്ധി ഉണ്ടെങ്കിൽ ഒരു ഞെരുക്കവും ഉണ്ടാവും. ഏതവസ്ഥയിലും നമുക്ക് മുന്നേറുവാൻ അറിയാം. മഴ സമയമായാലും വെയിൽ സമയമായാലും ഏത് കഷ്ടതയിലും ജീവിക്കുവാൻ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏത് പ്രതിസന്ധി വന്നാലും, ഏത് കഷ്ടത വന്നാലും നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം പഠിപ്പിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം, നീ എങ്ങനെ മുന്നോട്ട് പോകും? എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാട് ഒരേ ഭൂമിയിൽ നോക്കുന്നുണ്ടെങ്കിൽ, അന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഭൂമിയിൽ ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ ആ അരുളപ്പാട് കിട്ടിയുള്ളൂ. ദൈവം ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച്, ദൈവം ഈ ഭൂമിയിൽ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തിക്ക് മാത്രമേ അരുളപ്പാട് കിട്ടിയിട്ടുള്ളൂ. അതാർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ ഫറവോൻ പറഞ്ഞു, ഞാൻ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടുള്ളൂ, ആ മനുഷ്യനാണ് യോസഫ്. മന്ത്രവാദികളെയും സ്വപ്നം വിവരിക്കുവാൻ മറ്റുള്ള എല്ലാ ജ്ഞാനികളെയും കൊണ്ടുവന്നിട്ട് ആർക്കും കഴിഞ്ഞില്ല. പക്ഷെ ദൈവാത്മാവുള്ള മനുഷ്യനെ, ഒരു വ്യക്തിയെ മാത്രമേ ഫറവോൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് നീ തന്നെയാണ് ഇതിന് യോഗ്യനെന്ന് മിസ്രൈമിലെ രാജാവ് സകല അധികാരം കൊടുത്ത്, ഞാൻ പേരിൽ രാജാവാണെങ്കിലും കാര്യത്തിൽ നീയാണ്. ആമേ, ഞാൻ പേരിൽ രാജാവാണെങ്കിലും കാര്യത്തിൽ നീയാണ്. യഥാർത്ഥമായി സകല അധികാരങ്ങളും കൊടുത്തു. ഇത് കംപ്ലീറ്റ് ഉത്തരവാദിത്തങ്ങൾ പക്ഷത്തിലെ കംപ്ലീറ്റും സ്വീകരിക്കുക. ഈ ബുദ്ധി ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തിയ കാര്യങ്ങൾ ഇത് ആര് ചെയ്യണം? യോസേഫിനെ തന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത വ്യക്തിയുടെ കയ്യിൽ തന്നെ മിസ്രൈമിൻ്റെ താക്കോല് ദൈവം കൊടുത്തു. ചില താക്കോലുകൾ നിങ്ങളുടെ മേൽ വരുന്നുണ്ട്. അനുഗ്രഹത്തിൻ്റെ താക്കോലുകൾ നിങ്ങൾക്ക് ഈ മാസം വരുന്നുണ്ട്. അനുഗ്രഹത്തിൻ്റെ താക്കോലുകൾ നിങ്ങളുടെ മേൽ ദൈവം തരുന്നുണ്ട്. മറക്കരുത്, പിടിച്ചെടുത്തോളാം. ഈ മാസം അനുഗ്രഹത്തിൻ്റെ താക്കോലായി സ്വർഗം നിന്റെ മേൽ സ്വർഗം ഇട്ട് തരുന്നുണ്ട്. യോസേഫിൻ്റെ കയ്യിൽ അവർ 12 പേരുണ്ടായിരുന്നു. ഇസ്രായേലിൽ 12 മക്കളുണ്ടായിട്ടും ഒരുവൻ അവിടെ നിന്ന് വേർപെടുത്തി തിരിച്ച് മിസ്രൈമിൽ കൊണ്ടുവരണമെങ്കിൽ 11 പേർക്ക് കിട്ടാത്തത് 12ാമത്തവൻ്റെ കയ്യിൽ ദൈവം കൊടുത്തു. അല്ലെ, മറ്റാർക്കുമില്ലാത്തൊരു ദർശനം, 11 സഹോദരന്മാർക്കില്ലാത്ത ദർശനം ഒരു വ്യക്തിക്കുണ്ടായി. അതാ ദൈവം ഒരു വ്യക്തിയെ ഒരു കുടുംബത്തിൽ തിരഞ്ഞെടുക്കും.
ആ വ്യക്തിയെ മാത്രം ദൈവം വിളിച്ച് വേർതിരിക്കും. ആ കുടുംബത്തിനകത്ത് അവൻ വ്യത്യസ്തനായിരിക്കും. എല്ലാവരെ കാട്ടിലും നിങ്ങളുടെ മക്കൾ, ചിലപ്പോൾ നിങ്ങളുടെ തലമുറകൾ എല്ലാ തലമുറയെക്കാട്ടിലും വ്യത്യസ്തനായിരിക്കും. മറ്റുള്ള മക്കളെ കാട്ടിലും ഒരു വ്യക്തി ദൈവത്തിനുണ്ട്, എല്ലാത്തിനും ഒരു വ്യത്യസ്തമായിരിക്കും. അത് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ഒരു കുഞ്ഞ് ആരെങ്കിലും എത്ര മക്കളുണ്ടെങ്കിലും എല്ലാ മക്കളെ കാട്ടിലും ഒരു മോൻ അല്ലെങ്കിൽ ഒരു മോള് വ്യത്യസ്തനായിരിക്കും. ആ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാവർക്കും ഒരുപോലെ ദർശനം കൊടുക്കത്തില്ല. ദർശനം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കത്തില്ല. ഒരു വ്യക്തിയെ മാത്രമേ അത് ദൈവത്തിന് കൊള്ളാവുന്ന നോക്കി മനസ്സിലാക്കി. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അല്ലേ, നമ്മളെ കുടുംബത്തിൽ നിന്നൊക്കെ നിങ്ങളൊക്കെ ഇങ്ങനെ വേർതിരിച്ച് രക്ഷയിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. നമ്മുടെ തലമുറകളൊന്നും ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അല്ലേ, എൻ്റെ തലമുറയിലും എൻ്റെ സഹോദരങ്ങളൊക്കെ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഇന്നും പഴയ പടിയാ. പണ്ടത്തെ ശങ്കരൻ തെങ്ങിൻ്റെ മണ്ട ഇരിക്കുമ്പോൾ തെങ്ങിൻ്റെ മണ്ടയിലാണ്. പക്ഷെ ഇതൊക്കെ നമ്മളും തെങ്ങിൻ്റെ മണ്ട ഇരുന്ന സമയത്തൊക്കെ വലിച്ചിറക്കി ഇവിടെ ദൈവം കൊണ്ടുവന്നു. നമ്മളും പണ്ട് തെങ്ങിൻ്റെ മണ്ടയിലൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു യോസഫിനെ വേർതിരിച്ചതുപോലെ സ്വർഗം വേർതിരിച്ചു. എന്നാൽ ഇന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ നോക്കുന്നുണ്ടെങ്കിൽ ഇന്ന് എല്ലാവർക്കും, ഏത് രാജ്യക്കാർക്ക് പറയാൻ പറ്റും, ഇന്ന് ദാരിദ്ര്യം അതികഠിനമായി, അത്രത്തോളം പട്ടിണി അതികഠിനമായി. എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ആഹാരം തീർന്ന് ഒരാഴ്ച, രണ്ടാഴ്ചയായി, 1 മാസമായി, 2 മാസമായി, 3 മാസമായി, ചില മാസങ്ങളൊക്കെ നീണ്ടുപോയി. മാക്സിമം നിങ്ങളൊക്കെ എത്ര മാക്സിമം ഒരു 6 മാസം വേണമെങ്കിൽ അത്യാവശ്യമായിട്ട് പോകാം. 6 മാസം പറ്റില്ല, ചിലർക്ക് 6 ദിവസം പോലും പറ്റത്തില്ല. ഓരോരുത്തർക്ക് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. പക്ഷേ മാക്സിമം തീർന്നു എന്നുവെച്ചാൽ വെള്ളം പോലും ഇല്ലാത്ത ഒരവസ്ഥയായി. അതികഠിനമായി. ബൈബിൾ പറയുന്നു അതികഠിനമായിരുന്നു. എന്നാൽ ആഹാരത്തിന് വേണ്ടി തീർന്നപ്പോൾ ഒരു സ്ഥലം മാത്രം ദൈവം വേർതിരിച്ചു. അതാണ് മിസ്രയീം ദേശം. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ദേശങ്ങളിലും ഇത് ഒരുപോലെ വ്യാപരിച്ചു. കഷ്ടത എല്ലായിടത്തും ഒരുപോലെ വ്യാപരിച്ചു. പക്ഷേ ഒരേ ഒരു സ്ഥലം മാത്രം ദൈവം വേർതിരിച്ച സ്ഥലത്ത്, ദൈവം ആക്കി വെച്ച വ്യക്തിയുടെ മാത്രം ധാന്യത്തിൻ്റെ മേൽ താക്കോൽ ആരിലുണ്ടായിരുന്നു മറക്കരുത്, യോസഫിൻ്റെ കയ്യിൽ കൊടുത്തു. സകലത്തിൻ്റെ മേൽ അധികാരം, നന്മ, ആ നന്മ അനുഗ്രഹം യോസഫിൻ്റെ കയ്യിൽ മേൽ കൊടുത്തു. അതാ ഇവിടെ പറയുന്നത് 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിനെ അവിടെ ചെന്ന് നമുക്ക് ധാന്യം കൊള്ളുവാൻ എന്ന് പറഞ്ഞു. എന്നാൽ എല്ലാ ദേശക്കാർക്കും അറിയാം, നമ്മൾ ജീവിച്ചിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആഹാരം കഴിച്ചേ പറ്റൂ. 1-2 ദിവസമൊന്നും കുഴപ്പമില്ല. ഇത് ഉപവാസമൊന്നുമല്ല. അല്ല ഇനിയിപ്പോൾ 7 സംവത്സരം ഉപവാസത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അതിൽ ഇനി നമുക്ക് നന്മ കിട്ടിയിട്ട് ഉപവാസം മുറിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ. ദാരിദ്ര്യം വേറെ, അതൊക്കെ വേറെ, ഉപവാസം വേറെ. എന്നാൽ ഇവിടെ സകലയിടത്തും സകല സ്ഥലങ്ങൾ ദേശങ്ങളിലും ആ പ്രദേശത്തെല്ലാം എന്താണ് കംപ്ലീറ്റ് എല്ലാ സ്ഥലങ്ങളെയും ബാധിച്ചു. ഇപ്പോൾ എല്ലാവരുടെ ചെവിയിൽ ഒന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ, മിസ്രയീമിൽ ആഹാരമുണ്ട്. ഇനി പറയും തിരുവനന്തപുരം പുത്രികണ്ഠത്ത് പോയ ഓണത്തിന് ചിലപ്പോൾ ഒരു വില കുറച്ച് കൊടുക്കണം എന്ന് പറയും. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളുള്ള ആൾക്കാരും തിരിച്ചു വരും അല്ലേ? അരിയൊക്കെ 40 രൂപയുള്ള അരിയാണെങ്കിൽ 45 രൂപ അരിയാണെങ്കിൽ 5 രൂപ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാക്സിമം ആളെത്തും. അപ്പോൾ സൗജന്യം എന്ന് പറഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് കൊടുക്കണമെങ്കിൽ അതിനെക്കാട്ടി ആളെത്തും. പക്ഷെ ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും കേൾക്കാൻ പറ്റുന്ന ഒരേ ഒരു വാക്കാണ് ധാന്യം. എവിടെയുണ്ട്? മിസ്രയീമിലുണ്ട്. അതുകൊണ്ട് മിസ്രയീമിൽ പോയേ പറ്റൂ, മിസ്രയീമിൽ യാത്ര ചെയ്തേ പറ്റൂ. ഇതാരറിഞ്ഞു? യാക്കോബ് അറിഞ്ഞു. യാക്കോബിൻ്റെ 12 പേരിൽ ഒരുവൻ യോസഫ് നഷ്ടപ്പെട്ടെന്നിരിക്കുമ്പോൾ അടുത്ത് 11 വരെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അപ്പൻ പറയുകയാണ്, മക്കളെ നിങ്ങൾ മിസ്രയീമിലേക്ക് പോകണം, അവിടെ ധാന്യമുണ്ട്. നമ്മൾ ജീവിക്കേണ്ടതിന് മരിച്ചു പോകാതിരിക്കുവാൻ അവിടെ ചെന്ന് ആഹാരം കൈക്കൊള്ളണം. വെറുതെ അല്ല, നമ്മൾ അതിനു വേണ്ടി തക്കതായ കൊടുത്ത് തന്നെ നമുക്ക് വാങ്ങാം. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നന്മയൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ദൈവമക്കളെ പണം ഉണ്ടായിരിക്കാം, എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഉണ്ടായിരിക്കാം. അത് തരാൻ നമുക്ക് ആൾ വേണ്ടേ?
നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ടെങ്കിലും തരാൻ ഒരാൾ വേണ്ടേ? ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പണവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കാം, പക്ഷെ തരാൻ വേണ്ടി ഒരാൾ മനസ്സ് വെച്ചാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിച്ചു പറയും, ആ ഒരു തരം മനസ്സ് വെക്കണമെങ്കിൽ സ്വർഗത്തിലെ ദൈവം വിചാരിക്കണം. നിനക്കൊരു അനുഗ്രഹം വേണമെങ്കിൽ ആമേ ഒരു അനുഗ്രഹം തരണമെന്ന് സ്വർഗത്തിലെ ദൈവം നിശ്ചയിക്കണം. ദൈവം തീരുമാനിക്കണം. നിനക്കൊരു നന്മ തരണം, നീ ജീവിച്ചിരിക്കണമെന്ന്, അല്ല നിനക്ക് ആഹാരം കഴിക്കണമെന്ന് ദൈവം തീരുമാനിക്കണം. വായിച്ചട്ടെ 3-ാമത്തെ വാക്യം. എന്നാൽ യോസേഫിന്റെ അനുജനായ ബെന്യാമീന് പക്ഷെ വല്ല ആപത്തും ഭവിക്കുമെന്ന് വെച്ച്. നോക്കിക്കോളാം, യോസേഫിന്റെ സഹോദരന്മാർ 10 പേർ, 11 പേരുണ്ട്. അതിൽ 10 പേർ മിസ്രൈമിലേക്ക് ധാന്യം കൈക്കൊള്ളുവാൻ പോയി. എന്നാൽ യോസേഫിന്റെ അനുജനായ ബെന്യാമിനെ പക്ഷേ വല്ല ആപത്തും ഭവിക്കുമെന്ന് വെച്ച് യാക്കോബ് അവനെ സഹോദരന്മാരുടെ കൂടെ അയച്ചില്ല. ഇപ്പോൾ യാക്കോബിന് 12 മക്കൾ, ഒരുവൻ നഷ്ടപ്പെട്ടു, യോസേഫ് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ അടുത്ത് ആഹാരം കൈക്കൊള്ളുവാൻ ആമേ 11 പേരെയും വിട്ടില്ല. ഒരുവനെയെങ്കിലും പിടിച്ച് അപ്പൻ ചേർത്ത് നിർത്തി, ബെന്യാമിനെ പിടിച്ച് ചേർത്ത് നിർത്തി. എന്നിട്ട് പറഞ്ഞു, 10 മക്കൾ, ആ മക്കളുടെ പറഞ്ഞു, നിങ്ങൾ നേരെ ആമേ മിസ്രൈമിലോട്ട് പോകണം, ആഹാരം കൈക്കൊള്ളാൻ വേണം. എന്താ 11 പേരെ വിടാത്തത്? ഇവരെനിക്ക് വിശ്വാസമില്ല. എൻ്റെ മക്കളായാലും എനിക്ക് അപ്പന് വിശ്വാസമില്ല. ഒരുത്തൻ നഷ്ടപ്പെടുത്തി, സഹോദരങ്ങൾ അവനെ ക്ഷേമം അന്വേഷിക്കുവാൻ യോസേഫിനെ വിട്ടപ്പോൾ എൻ്റെ യോസേഫ് മടങ്ങി വന്നില്ല. അതുകൊണ്ട് ഇവർ ജ്യേഷ്ഠൻ യോസേഫ് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് 10 പേര് പോകുമ്പോൾ ഒരുവനെ അപ്പൻ പിടിച്ചു നിർത്തി. എന്തുകൊണ്ട് 11 മക്കളെയും അപ്പൻ വിട്ടില്ല? കാരണമുണ്ട്. അപ്പന് ഈ 10 മക്കൾ വിശ്വാസം അത്ര പോരാ. ഹല്ലേലൂയാ. ഈ മക്കൾ 10 പേരെയും വിശ്വാസമില്ല. കാര്യം താഴെ നോക്കുമ്പോൾ അറിയാം. വായിച്ചേ 4-ാമത്തെ വാക്യത്തിൽ, എന്നാൽ യോസേഫിന്റെ അനുജനായ ബെന്യാമിന് വല്ല ആപത്തും ഭവിക്കുമെന്ന് വെച്ച് യാക്കോബ് അവനെ സഹോദരന്മാരോട് കൂടെ അയച്ചില്ല. എന്നാൽ യോസേഫിന് അനുജനായ ബെന്യാമിന് പക്ഷെ വല്ല ആപത്ത് ഭവിക്കുമെന്ന് വെച്ച് യാക്കോബ് അവനെ സഹോദരനോട് കൂടെ അയച്ചില്ല. ബെന്യാമിനെ അയച്ചോ? അയച്ചില്ല. കാരണം ഇവരിക്കരി പൂർണ്ണമായിട്ട് എനിക്ക് വിശ്വാസം, എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ എനിക്ക് 10 പേര് നഷ്ടപ്പെടും, കുഴപ്പമില്ല, ഒരുവനെങ്കിൽ ഒരാൾ വേണം. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത്, എല്ലാവരെയും വിട്ട് കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ മക്കളില്ലാതെ മരിക്കേണ്ടി വരും. അവസാനം എൻ്റെ മരണഗ്രഹയ്ക്ക് എന്തെങ്കിലും ഒരാളെങ്കിലും കാണാതിരിക്കത്തില്ല. അതുകൊണ്ട് ഈ 10 പേര് പോട്ടെ, അവർ ചെന്ന് മിസ്രൈമിൽ ആഹാരം കൈക്കൊള്ളട്ടെ, പക്ഷെ ഒരുവനെങ്കിലും എൻ്റെ അടുത്ത് വേണം, ഒരുവനെങ്കിലും ചേർത്ത് പിടിക്കുവാൻ. ഒന്നിനെങ്കിലും നീ ചേർത്ത് പിടിക്കാൻ. 10 പേരുള്ള സമയത്തും അല്ല 12 പേരുള്ള സമയത്തും ഒന്ന് നഷ്ടപ്പെട്ടപ്പോഴും സമാധാനിച്ചു. 10 പേരുണ്ടെങ്കിലും 20 പേരുണ്ടെങ്കിലും എത്ര പേരുണ്ടെന്ന് പറഞ്ഞാൽ മക്കൾ എത്ര കൂടിയാലും ചില സമയത്ത് ഹല്ലേലൂയ എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല. എല്ലാത്തിൻ്റെയും സ്വഭാവം 10 ആയിരിക്കും. നിങ്ങൾ വിചാരിക്കും പോലെ എല്ലാം നന്നായിരിക്കും, ഇവരൊക്കെ നന്നായിട്ട് നോക്കും, നമ്മുടെ അടുത്ത് ചേർത്ത് നിൽക്കും. ഇല്ല, അവസരം എപ്പോഴും കിട്ടുമോ അവിടെ നമുക്ക് പണി തന്നിരിക്കും. അത് 100% വിശ്വാസത്തിരിക്കണം. അല്ല മക്കളെയൊക്കെ പ്രതീക്ഷ വെച്ച് ഇവൻ തന്നെ എൻ്റെ ജീവിതകാലം വരെ നിൽക്കും, അടുത്ത് നിൽക്കും, ഓരോന്നൊക്കെ പെണ്ണ് കെട്ടുമ്പോൾ അറിയാം എന്തൊക്കെയായി തീരുമെന്ന്. ചില പെണ്ണ് കെട്ടുന്നപ്പോൾ അറിയാം നന്മ കണ്ടും അനുഗ്രഹപരമരും ഇപ്പോഴപ്പൻ്റെ അമ്മയെ അടുത്ത് നിൽക്കാൻ കഴിയാതെ ഇവിടെ ഇട്ടിട്ട് ഇവിടെ വൃദ്ധസദനത്തിലും പട്ടിക്കൂട്ടിലും ഇവിടെയൊക്കെ കൊണ്ട് എരുത്തിലൊക്കെ അടച്ചിടുന്ന കാലഘട്ടങ്ങളിലാണ്. അതുകൊണ്ട് പറഞ്ഞു, എനിക്ക് 12 മക്കൾ കിട്ടും. എല്ലാവരും പറഞ്ഞു ഭാഗ്യവാനും ഭാഗ്യവതികളും, അമ്മ ഭാഗ്യവാൻ, അപ്പൻ ഭാഗ്യവതി എന്നെല്ലാവരും പറഞ്ഞു. പക്ഷേ മക്കൾ വളർന്നു വലുതായി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു തലമുറ നഷ്ടപ്പെട്ടു. എന്നാൽ പറയണ്ടേ, 12 പേർ ഒന്ന് നഷ്ടപ്പെട്ടാലും ഒന്ന് സമാധാനിക്കാൻ ഇല്ല. ഒരപ്പന് ഒന്ന് നഷ്ടപ്പെട്ടാലും 100 ആടുണ്ടായിരുന്നു. ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ഒരാടിന് വേണ്ടി ഇറങ്ങി തിരിച്ചു സ്വർഗം. ഒന്ന് നഷ്ടപ്പെട്ടാലും അത് വലുത് തന്നെയാണ്. നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ ദാരിദ്ര്യം അത്രത്തോളം, പട്ടിണി അത് കഠിനമായ ദാരിദ്ര്യമാണ്. ഇനി ഇവിടെ എല്ലാം നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനവും തീർന്നു. ഇനി മിസ്രൈമിൽ മാത്രമേ ആഹാരമുള്ളൂ.
നിങ്ങൾ അവിടെ യാത്ര ചെയ്ത് പക്ഷികളെ കൊണ്ടുവരണം. എന്നാൽ ഒരുവനെ മാത്രം യാക്കോബ് പിടിച്ചു നിർത്തി, ബെന്യാമിനെ അടുത്തു നിർത്തി, ഞാൻ വിട്ടതില്ല. നീ ഈ മകനെന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കത്തില്ല. യോസഫിൻ്റെ നഷ്ടം ആപത്ത് വന്നത്, എന്നാൽ മരിച്ചുപോയി എന്നുള്ള രീതിയിലാണ് സഹോദരന്മാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സഹോദരന്മാർ പൊട്ടക്കൊഴി ഇട്ടിട്ട് മിസ്രൈമിലേക്ക് വിറ്റതാണ്, ഈ കാര്യം പറഞ്ഞില്ല. തിരിച്ചെന്താണ് അപ്പനെ ബോധ്യപ്പെടുത്തുവാൻ ഒരു കോലാട്ടിനെ കൊന്ന് അപ്പം കൊടുത്ത് അങ്കിയെ രക്തം മുക്കിയിട്ട് അപ്പാ ഒരു ദുഷ്ടമൃഗം തിന്നുകളഞ്ഞു എന്ന് അപ്പനെ ബോധ്യപ്പെടുന്ന തലമുറകളാണ്. അപ്പനെ പറ്റിക്കുന്ന കാലഘട്ടങ്ങളാണ്. സൂക്ഷിച്ചോളണം. കണ്ണൊക്കെ മങ്ങിയിരിക്കുമ്പോൾ എന്തെങ്കിലും പേപ്പറിലൊക്കെ സൈൻ അടിക്കുമ്പോൾ നോക്കിയേ ചെയ്യാവൂ. അതുകൊണ്ട് കൊടുക്കണ സമയത്തൊക്കെ, കാഴ്ചയുള്ള സമയത്തൊക്കെ കൊടുക്കണം. ജീവിതകാലം കഴിഞ്ഞിട്ട് മാത്രമേ കൊടുക്കാവൂ. അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കുന്ന മുമ്പേ എൻ്റെ ജീവിതകാലം കഴിഞ്ഞിട്ട് മതി നീ അടിച്ചുകൊണ്ട് പോകണം. അല്ലെങ്കിൽ എന്തെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞാൽ അപ്പനെ പറ്റിക്കാൻ വേണ്ടി അപ്പൻ്റെ മോൻ്റെ വസ്ത്രം എന്തെടുത്തു, ഒരു ആടിനെ കൊന്നിട്ട് രക്തം മുക്കിയിട്ട് പറഞ്ഞു, നിന്റെ മകനെ ഒരു ദുഷ്ടമൃഗം തിന്നുകളഞ്ഞു. അപ്പനെ പറ്റിച്ചു. ഉൽപ്പത്തി തുടങ്ങിയതാ ഇത്. ഉൽപ്പത്തി തുടക്കത്തിൽ തുടങ്ങിയ അപ്പനെ പറ്റിക്കുവാൻ മക്കള്. ഹല്ലേലൂയാ. ഇന്ന് ആ കാലഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആ പറ്റിപ്പ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും പല ഭവനങ്ങളിൽ ഇത് സംഭവിച്ചുകൊണ്ട്, ഇത് ചാനലിലൂടെ കേൾക്കുന്ന ദൈവമക്കളെ, മീഡിയയിലൂടെ ചാനലിലൂടെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്നും നിങ്ങൾ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നത്, നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരുടെ അവസ്ഥ ഇങ്ങനെയല്ലയോ? നിങ്ങളുടെ നന്മയൊക്കെ തട്ടിയെടുത്തിട്ട് നിങ്ങൾ വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് അപ്പനെ ഒരു പറമ്പോക്കായിട്ട് തട്ടി, അമ്മയും പറമ്പോക്കായിട്ട് തട്ടി, ആർക്കും വേണ്ടാത്ത സ്ഥലത്ത് വൃത്തസ്ഥലത്തും ഹല്ലേലൂയ അതുപോലെ എരുത്തെല്ലും നായ്ക്കളടയ്ക്കുന്ന കൂട്ടിലും ഒറ്റപ്പെട്ട് വലിയ വീടും വെച്ചിട്ട് ആർക്കും വേണ്ടാത്തതിൽ കൊണ്ടിട്ട് കളഞ്ഞിട്ട് പോകുന്ന അനുഭവത്തിലേക്ക് പോകുമ്പോൾ പറ, നിന്റെ തലമുറ അത് നശിച്ചു പോകാതിരിക്കുവാൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിര്. മക്കൾ കിട്ടുമ്പോൾ സന്തോഷം തന്നെ. എല്ലാവർക്കും കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നമ്മുടെ പ്രാർത്ഥന കുറയരുത്. തലമുറയ്ക്ക് വേണ്ടി നല്ലപോലെ പ്രാർത്ഥിക്കണം. ശത്രു തകർക്കാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ തകർത്ത് അവരെ നോട്ടം മറ്റുള്ള രീതിയിലായിരിക്കും. ഇന്ന് ലോകത്ത് പല രീതിയിലും സംഭവിക്കുകയാണ് അല്ലേ? സ്വർണത്തിന് വേണ്ടി അമ്മയെടുത്ത് അമ്മിക്കല്ലെടുത്ത് അടിക്കുന്നു, അപ്പനെ പിച്ചാത്തിയെടുത്ത് കുത്തുന്നുണ്ട്. ഏത് രീതിയിലും പല രീതിയിലും മരണത്തിന് വേണ്ടി ഈ ലോകത്തിൻ്റെ പാപം പെരുകി, മദ്യത്തിലൂടെയും മയക്കുമരുന്നിലൂടെയും ലോകത്തിൻ്റെ ലഹരിയിലൂടെയും പാപം പെരുകുമ്പോൾ അപ്പനെന്ന് കണ്ടുകൂടാ, അമ്മയെന്ന് കണ്ടുകൂടാ, മറ്റുള്ള വാക്ക് കേട്ട് തകർക്കുന്ന അനുഭവങ്ങളെ അപ്പൻ വേദനിക്കുന്നുണ്ട്. അതുകൊണ്ട് യാക്കോബ് പറഞ്ഞു, ഞാൻ നിങ്ങൾ 10 വരുമ്പോ ഒരുവന് ഞാൻ വിട്ടുതരത്തില്ല. അത്രത്തോളം വേദന സഹിക്കുന്ന യാക്കോബ് പറഞ്ഞു, അവനെ സഹോദരന്മാരോട് കൂടെ അയച്ചിട്ടില്ല. അങ്ങനെ ധാന്യം കൊള്ളുവാൻ വന്നവരുടെ, അങ്ങനെ ധാന്യം കൈക്കൊള്ളുവാൻ അവരുടെ ഇടയിൽ ഇസ്രായേലിന്റെ പുത്രന്മാർ വന്നു. കനാൻ ദേശത്തും ക്ഷാമം ഉണ്ടായിരുന്നു. ഇത് മിസ്രൈമിൽ മാത്രമല്ല ക്ഷാമം വന്നത്, കനാൻ ദേശത്തും ക്ഷാമം ഉണ്ടായിരുന്നല്ലോ. എന്നാൽ യോസേഫിന്റെ അനുജനായ ബെന്യാമീന് പക്ഷേ വല്ല ആപത്തും ഭവിക്കുമെന്ന് വെച്ച്, യോസഫ് ദേശത്തിന്റെ അധിപതിയായിരുന്നു. ഇത് ആർക്കും അറിഞ്ഞുകൂടാ. ഇത് അപ്പന് യോസഫ് ജീവിച്ചിരിക്കണമെന്നോ ഉണ്ടോ ഇല്ലെന്ന് അപ്പൻ അറിഞ്ഞൂടാ. യാക്കോബായി ഇസ്രായേലിന് അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോൾ മിസ്രൈമിന്റെ അധിപതി ആയിരിക്കുന്നത് തൻ്റെ മോനാണെന്നുള്ള കാര്യം അപ്പനറിയാമോ? അറിയത്തില്ല. പക്ഷെ സ്വർഗത്തിൽ അപ്പൻ അറിയാം, ഭൂമിയിൽ അപ്പൻ അറിഞ്ഞൂടാ. നിങ്ങളുടെ മക്കൾ എന്തായി തീരുമെന്ന് ഞാൻ ദൂത് വിളിച്ച് പറയാ. നിങ്ങളുടെ തലമുറകള് എന്തായി തീരുമെന്ന് നിനക്കറിയത്തില്ല. സ്വർഗത്തിലെ ദൈവം പറയും, അവനെ എത്തിക്കേണ്ട അടുത്ത് തന്നെ ദൈവം എത്തിക്കും. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കും പോലല്ല നിങ്ങളുടെ തലമുറകളെ എത്തിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കും പോലെ ആയിരിക്കത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ കരങ്ങൾ കൊടുത്താൽ ദൈവം എത്തിക്കേണ്ട സ്ഥലത്ത് നിശ്ചയമായിട്ട് എത്തിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമായിരിക്കും. അല്ല നമ്മൾ വിചാരിക്കും പോലെ എല്ലാം എത്തണമെന്നില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം വരച്ചിട്ടതുപോലെ ഞാനിവിടെ എത്തണമെന്നോ ഇങ്ങനെ എത്തണമെന്നോ ഞാൻ ഒരിക്കലും എൻ്റെ മാതാപിതാക്കളോ അല്ല എൻ്റെ സഹോദരങ്ങളോ ഒരിക്കലും വിചാരിച്ചതല്ല. ദൈവം വരച്ചിട്ടത് കൊണ്ടാണ്.
സ്വർഗത്തിലെ വരച്ച നിങ്ങളെ നോക്കി പറയുകയാണ്, നിങ്ങളെ ഒരു അനുഗ്രഹത്തിലേക്ക് എത്തണമെങ്കിൽ ആമേ നിങ്ങൾ വിചാരിച്ചോ വരുമെന്നും ദൈവത്തെ ആരാധിക്കുമെന്നും ദൈവത്തെ അറിയുമെന്നും നന്മ പ്രാപിക്കുമെന്നും വിടുതലെടുക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു? ഇല്ല. ദൈവം വിളിച്ചതാണ്, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചാണ്, ദൈവം നിങ്ങളെ കയറ്റിയതാണ്. ദൈവ പൈതല് ഇന്ന് വിളിച്ച് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കരമ നിന്റെ മേൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇസ്രായേലിന് അറിയത്തില്ല. എന്നാൽ ഈ ക്ഷാമം കാനാദേശം മുഴുവൻ ഉണ്ടായിരുന്നു. ക്ഷാമം ഉണ്ടായിരുന്നല്ലോ. 6-ാമത്തെ വാക്യം, യോസഫ് ദേശത്തിൻ്റെ അധിപതിയായിരുന്നു. അവൻ തന്നെയായിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റത്. അപ്പോൾ ദേശത്തിലെ സകലവർക്കും, ചെറിയവനെന്നില്ല, വലിയവനെന്നില്ല, പാവപ്പെട്ടവനെന്നില്ല, പണക്കാരനെന്നില്ല, ഒരുവൻ്റെ കയ്യിൽ മാത്രമേ ഭക്ഷ്യദാനമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാനിത് പറയാം, ഒരു കഷ്ടത വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ, നീ എല്ലായിടത്തും പോയി അടിച്ച് കറങ്ങി തിരിച്ച് അവസാനം പറയും, കർത്താവായ യേശുവിനെ ഞാൻ കണ്ടുമുട്ടി. ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കൽ മാത്രമേ നിനക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഈ ദൈവത്തിൻ്റെ പക്ഷത്ത് മാത്രമേ അനുഗ്രഹമുള്ളൂ. ചിലരൊക്കെ എല്ലായിടത്തും പോകും, പോയി അവസാനം എല്ലായിടത്തും ഇറങ്ങിക്കയറി അവസാനം വിടുതലില്ല, അനുഗ്രഹമില്ല. ആമേ ഹല്ലേലൂയ. അവസാന ജീവിതങ്ങൾ പകുതിയോളം നഷ്ടപ്പെടുമ്പോൾ അവസാന നിമിഷം പറയും, ഇനി ശരിക്കും യേശുവിൻ്റെ അടുക്കിലേക്ക് പോകാം. കാരണം അവിടെ മാത്രമേ അനുഗ്രഹമുള്ളൂ. ഇപ്പം എല്ലായിടത്തും ക്ഷാമമുള്ള സമയത്തും പക്ഷെ ഒരുവൻ്റെ അടുത്ത് മാത്രമേ നന്മയുള്ളൂ. പക്ഷേ ആരവില്? യോസഫിൻ്റെ കയ്യിൽ. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കണം, കർത്താവിൻ്റെ കയ്യിൽ മാത്രമേ അനുഗ്രഹമുള്ളൂ. അത് ദൈവം യോസഫിൻ്റെ കയ്യിൽ കൊടുത്തതാണ്. ദൈവം അനുഗ്രഹം കൊടുത്തതാ. യോസഫിൻ്റെ കയ്യിലേക്ക് ആര് കൊടുത്തു? ദൈവം കൊടുത്തതാ. ദൈവം കൊടുത്തത് കൊണ്ടാണ്, ദൈവം അനുഗ്രഹിച്ചത് കൊണ്ടാണ് മറ്റാർക്കുമില്ലാത്ത അനുഗ്രഹം ആർക്കുണ്ടായത്? യോസഫിനുണ്ടായത്. യോസഫിന് ആർക്കുമില്ലാത്ത കഷ്ടത എന്താ ഉണ്ടായത്? ആമേ നോക്കുന്നുണ്ടെങ്കിൽ ആർക്കുമില്ലാത്ത കഷ്ടതയും വലുതായിരുന്നു. ഇപ്പം ചോദിക്കണേ പറയാം, ആർക്കുമില്ലാത്ത അനുഗ്രഹം, ആർക്കുമില്ലാത്ത നന്മ ആരേലുണ്ട്? യോസഫിൻ്റെ കയ്യിലുണ്ട്. യോസഫ് ദേശത്തിന് അധിപതിയായിരുന്നു. അവൻ തന്നെയായിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റത്. യോസഫിന്റെ സഹോദരന്മാരും വന്നവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഇതറിഞ്ഞില്ല. യോസഫിന്റെ സഹോദരന്മാര് വന്നു മിസ്രൈമിൽ നിന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. എല്ലാവരും കാണുമ്പോൾ ഇപ്പോഴ് സാഷ്ടാംഗം മുഴക്കമാണ്. കയ്യിലെല്ലാം ഉണ്ടെങ്കിലും, കയ്യിൽ എല്ലാം ഉണ്ട്, പണം ഉണ്ടെങ്കിലും സാഷ്ടാംഗം വിഴുന്നാൽ മാത്രമേ ചിലത് കിട്ടത്തുള്ളൂ. അല്ലെ? എല്ലാവരും ഇവിടെ ജാനിയൻ യോസഫ് അധിപതിയാണെന്ന് അറിയാമോ? അറിയത്തില്ല. ആമേ. എന്നാൽ എല്ലാ സഹോദരന്മാരും അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. യോസഫ് തന്റെ സഹോദരന്മാരെ കണ്ടാറേ അവരെ അറിഞ്ഞു എങ്കിലും അറിയാത്ത ഭാവം നടിച്ചു. നോക്കിക്കോളണം, എടുത്തിട്ടവർക്ക് അറിഞ്ഞുകൂടാ. എടുത്തിട്ടവർക്ക് പലർക്കും അറിഞ്ഞുകൂടാ. നിങ്ങളെക്കുറിച്ച് പലർക്കും എല്ലാവർക്കും ഒരുപോലെ അറിയാൻ പറ്റും. പക്ഷെ നിങ്ങൾ അവരെ കാണുമ്പോൾ തിരിച്ചറിയും. നല്ല പൊസിഷനിലോട്ട് കയറി വരുമ്പോൾ നിങ്ങളെ ദ്രോഹിച്ചവര്, ആമേൻ ഹല്ലേലൂയ, അവര് മറന്നു. പക്ഷെ ദൈവം ആ സമയത്ത് വെളിപ്പെടുത്തി കൊടുത്തു. പക്ഷേ സഹോദരന്മാർക്ക് സഹോദരനെ തിരിച്ചറിയാൻ പറ്റാതായിപ്പോയി. സ്വന്തം കൂടപ്പറപ്പിന് അല്ലെ വർഷങ്ങൾക്ക് ശേഷം ആമേ വന്ന സമയത്ത് ഇത് യോസഫ് പറഞ്ഞത് രൂപം മാറി, എല്ലാം മാറി. എല്ലാം യോസഫിന് ഇപ്പം എത്ര വയസ്സുണ്ട്? 30 വയസ്സ് ആയ സമയമാണ്. എന്നാൽ ചെറുപ്രായത്തിലാ യോസഫിനടുത്ത് ആമേ പൊട്ടക്കനിട്ടതും വിറ്റതും. എന്നാൽ സകലതും ആള് മാറിയപ്പോൾ, പക്ഷെ യോസഫിൻ്റെ ആള് മാറിയെങ്കിൽ യോസഫ് ആള് മാറി, പക്ഷെ ഹൃദയം മാറിയില്ല. നമ്മൾ ആള് മാറിയാൽ ഹൃദയം മാറരുത്. മറ്റുള്ളവരെ തിരിച്ചു പറഞ്ഞ ആള് മാറിയാലും നന്മ കൊണ്ട് എല്ലാം മാറിയാലും നമ്മൾ ചിലതൊക്കെ മറക്കരുത്. നിന്റെ ഹൃദയത്തിനകത്ത് കാണണം. കാര്യം അതാണ്, ആള് മാറുമ്പോൾ എല്ലാം മറന്നു പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഹൃദയം മാറത്തില്ല.
അല്ലെ ഹൃദയം എല്ലാവരെയും ചെറിയവരെ വലിയവരെ കാണുവാൻ, അല്ലെ നമ്മളെ നമുക്കെല്ലാം തിരിച്ചറിയാം. പക്ഷേ സഹോദരന്മാർക്ക് മനസ്സിലായില്ല. പക്ഷേ യോസേപ്പിന് യഥാർത്ഥമായി മനസ്സിലായി, എൻ്റെ ജ്യേഷ്ഠന്മാരാണ് എന്നെ എടുത്തിട്ട മിസ്രൈമിലേക്ക് എന്നെ നാട് കടത്തിയ ആമേ എൻ്റെ ജ്യേഷ്ഠന്മാർ എൻ്റെ അടുത്ത് വന്ന് സാഷ്ടാംഗം വീണു. ഇത് പറഞ്ഞപ്പോഴാ, സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാ ഇഷ്ടപ്പെടാത്തത്. നമുക്ക് താഴോട്ടൊന്ന് വായിക്കുമ്പോൾ തിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. വായിച്ചോ. അവരോട് കഠിനമായി സംസാരിച്ചു. സഹോദരൻ എന്നുള്ളൊരു മനസ്സിലൊന്നും വീഴ്ച കൊടുത്തില്ല, കഠിനമായിട്ട് തന്നെ സംസാരിച്ചു. കാര്യം എന്താണ്? യോസേപ്പ് കഠിനമായി നിന്നതിൽ ദേഷ്യത്തോടെ കഠിനമായി സംസാരിച്ചു. നിങ്ങൾ എവിടെ നിന്ന് വരുന്നുവെന്ന് അവരോട് ചോദിച്ചതിന് ആഹാരം കൊള്ളുവാൻ കനാൻ ദേശത്ത് നിന്ന് വരുന്നുവെന്ന് അവർ പറഞ്ഞു. യോസേപ്പിന് അറിയാം യവന്മാര് യാത് പുള്ളിക്കാരന്മാരാണെന്ന്. ഇവരെ വായിന്നത് കേൾക്കണം. കഠിനമായിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അത് ഞങ്ങൾ കനാൻ ദേശത്തു നിന്നും ആഹാരം കൈക്കൊള്ളാൻ വരുന്നു. യോസേഫ് സഹോദരന്മാരെ അറിഞ്ഞുവെങ്കിലും അവരെ അറിഞ്ഞില്ല. യോസേഫ് അവരെ കുറിച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങൾ ഓർത്ത് സ്വപ്നം ഓർത്ത് അവരോട് നിങ്ങൾ ഒറ്റുകാരാകുന്നു. ഈ സ്വപ്നം ഓർത്തു. എടാ ഞാൻ ചേട്ടന്മാരെ, ഞാൻ സ്വപ്നം പറഞ്ഞപ്പോ നിന്റെ സ്വപ്നമൊന്നും പറഞ്ഞ അത് വൈരാഗ്യമായി നീ എനിക്കിട്ട് നല്ലപോലെ എന്നെ വേദനിപ്പിച്ചു. അല്ലേ, എൻ്റെ അപ്പൻ നിന്നും പറിച്ചു മാറ്റി. ആ സ്വപ്നം പെട്ടെന്ന് ഓർമ്മ വന്നു. ആ ഓർമ്മ വന്ന സ്വപ്നം എന്തായിരുന്നു? യോസേപ്പിന് ഓർമ്മ വന്ന സ്വപ്നം ഉൽപ്പത്തി പുസ്തകം 37 5-ാം വാക്യം. യോസേപ്പിന്റെ സ്വപ്നം മറന്നു പോകരുത്. യോസേഫ് ഒരു സ്വപ്നം കണ്ടു. അത് തന്റെ സഹോദരന്മാരോട് അറിയിച്ചുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. അവൻ അവരോട് പറഞ്ഞത് സ്വപ്നം എന്തായിരുന്നു? ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവിൻ. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുന്നു. നോക്കിയുള്ള സ്വപ്നം എന്തായിരുന്നു? നാം എല്ലാവരും വയലിലായിരുന്നു. സഹോദരന്മാര്, നമ്മളെല്ലാവരും എവിടെയായിരുന്നു? വയലിലായിരുന്നു. നാം വയലിലായിരുന്നപ്പോ കറ്റ കെട്ടിക്കൊണ്ട്, അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റ നമസ്കരിച്ചു. ആദ്യത്തെ സ്വപ്നം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാ തുടക്കം. യോസേപ്പിന്റെ തുടക്കം ഇതാണ്. അടുത്ത് വീണ്ടും ദൈവം ഒരു സ്വപ്നം കൊടുത്തു. ആ സ്വപ്നം എന്തായിരുന്നു? അവന്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ? ചിലടക്ക് ഇതാണ് മനസ്സിരിപ്പ്. നീ ചോദിക്കും, നീ ഞങ്ങളുടെ സഹോദരൻ, നീ ഞങ്ങളുടെ രാജാവാകുമോ? അപ്പൊ രാജാവായോ? അനുജന്റെ മുമ്പിലൊന്ന് സാഷ്ടാംഗം വീണോ? വീണില്ലേ? ദൈവം നിശ്ചയിച്ചിരുന്ന അനിയനെന്നില്ല, ചേട്ടനെന്നില്ല, കുഞ്ഞമ്മയെന്നല്ല, കൊച്ചപ്പനെന്നല്ല, യാതൊരു ദൈവം ഒരുവനെ ഉയർത്തിയാൽ ആ മുമ്പിൽ ദൈവത്തിന് അങ്ങനെ വ്യത്യാസമില്ല. ദൈവം ഒരുവനെ ഉയർത്തി മാനിച്ച, ഉയർത്താൻ തുടങ്ങിയ മാനത്തോളം ഉയർത്തും. അവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴണം. ദൈവം പദ്ധതി വെച്ചിട്ടുണ്ടെങ്കിൽ വീഴുന്നേ പറ്റൂ. പേരിലൊക്കെ ജ്യേഷ്ഠനാണെങ്കിലും അനുഗ്രഹത്തില് അനിയനാ വില്ലൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജന്മത്തില് ജ്യേഷ്ഠൻ വലുതാണെങ്കിലും അനുഗ്രഹത്തിൽ ആരാ അവിടെ അനുഗ്രഹം? ഹീറോ ആരാ? യോസേപ്പാണ്. എന്നാൽ ഈ സാഷ്ടാംഗം എന്ന സമയത്ത് പെട്ടെന്ന് ഹൃദയത്തിനകത്ത്, യോസേപ്പിന്റെ ഹൃദയത്തിനകത്ത് സ്വപ്നം കൊടുത്ത ദൈവമാണ്. ഇത് മറന്നിട്ടില്ല. നിങ്ങളെ സ്വപ്നം ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ സ്വപ്നം മറന്ന് എല്ലാ ദിവസവും സ്വപ്നത്തിൽ കിടക്കുന്നത്, പിന്നെ യാത് ഓർമ്മിച്ച് വയ്ക്കാൻ. പക്ഷെ നല്ല സ്വപ്നങ്ങൾ മറന്നു പോകരുത്. നല്ല അനുഗ്രഹപ്പെട്ട സ്വപ്നങ്ങൾ മറന്നു പോകരുത്. അടുത്ത സ്വപ്നം ഇത് പറഞ്ഞപ്പോൾ, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവന്റെ സ്വപ്ന നിമിത്തം, അവന്റെ വാക്കുകൾ നിമിത്തം അവനെ പിന്നെയും അവർ ദോഷിച്ചു. വീണ്ടും യോസേപ്പ് ഒരു സ്വപ്നം കണ്ടു. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു. തന്റെ സഹോദരന്മാരോട് അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും, അതുപോലെ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു.
അവനത് അപ്പനോട് ഇത് അപ്പനോട് താഴോട്ട് പറഞ്ഞത് അപ്പനോട് പറഞ്ഞു. അവസാന സഹോദരങ്ങൾ പറഞ്ഞു, ഞാനും നിന്റെ അമ്മയെല്ലാം നിന്നെ സേവിക്കുമെന്ന്. അപ്പന് ദേഷ്യം ഉണ്ടായി, മനസ്സിൽ അത് വെച്ചു. പക്ഷെ സഹോദരങ്ങൾ മനസ്സിൽ വെച്ചില്ല, അത് പ്രവർത്തിച്ചു. ഹല്ലേലൂയ. അപ്പനായി പോയില്ലേ, അമ്മയായി പോയില്ലേ, ഞങ്ങൾ നമസ്കരിക്കാൻ വരുമോ? ഇല്ല. അപ്പനായാലും അമ്മയായാലും വരേണ്ടടുത്ത് വന്നേ പറ്റൂ. എന്നാൽ വചനം അങ്ങനെ പറയുന്നത്, ഓ നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും നമസ്കരിച്ച്. രണ്ടാമത്തെ സ്വപ്നം. ഈ സ്വപ്നം യോസഫിന്റെ ഹൃദയത്തിൽ തിരിച്ചു നമുക്ക് മടങ്ങി വരാം. യോസഫ് അത് ഓർത്തു, സ്വപ്നം ഓർത്തു. അവരോട്, നിങ്ങൾ ഒറ്റുകാരാകുന്നു, ദേശത്തിൻ്റെ ദുർബല ഭാഗം നോക്കുവാൻ നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, അല്ല യജമാനെ, അടിയങ്ങൾ ആഹാരം കൈക്കൊള്ളുവാൻ വന്നിരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരാളുടെ മക്കൾ. പറയാതെ തന്നെ അറിയാം, നമ്മളെല്ലാവരും ഒരു രക്തമാണെന്ന് എനിക്കറിയാം. എൻ്റെ ജ്യേഷ്ഠനാണ് അടുത്ത് നിൽക്കണാണെന്നും. അപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങളെല്ലാവരും ഒരപ്പൻ്റെ മക്കൾ. ഇന്നെല്ലാവർക്കും ബോധ്യം വേണം, ഇന്നെല്ലാവരും കർത്താവിൻ്റെ മക്കളാണ്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും ഒരു അപ്പൻ്റെ മക്കളാണ്. നീയും ഞാനും എല്ലാവരും ഒരു ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ബോധ്യം വേണം. കഷ്ടത വരുമ്പോഴല്ല ഓർക്കേണ്ടത്, ദാരിദ്ര്യം വീട്ടിനകത്ത് കയറി കല കമത്തി വെക്കുമ്പോഴല്ല ഓർക്കേണ്ടത്, എല്ലാം തീർന്ന് വെച്ച് കെട്ടി അല്ലേ പട്ടിണി ആകുമ്പോഴല്ല, അല്ല രോഗം വരുമ്പോഴല്ല. ഞങ്ങളെല്ലാവരും ഒരു അപ്പൻ്റെ മക്കളെന്ന് ഓർമ്മിക്കട. ആദ്യമേ ഓർത്തോളണം. കഷ്ടത വന്ന് നിന്റെ വാതിൽക്കൽ കയറുന്നുമ്പേ ഓർക്കണം, ഞങ്ങളെല്ലാവരും ഒരു അപ്പൻ്റെ മക്കളാണ്. നന്മ ചെയ്യേണ്ട സമയത്ത് നന്മ ചെയ്തോ, അതുകൊണ്ട് അനുഗ്രഹമുള്ള സമയത്ത് അനുഗ്രഹം പ്രാപിച്ചോ. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ള രീതിയിൽ ഹല്ലേലൂയ ഭാരപ്പെടുത്തുന്ന രീതിയിൽ തകർന്നു പോകാതെ, വീണു പോകാതെ. അവിടെ പറയുക, സഹോദരന്മാർ, ഞങ്ങളെല്ലാവരും ഒരപ്പൻ്റെ മക്കളാണ്, ഞങ്ങൾ പരമാർത്ഥികളാകുന്നു. അവരെ തന്നെ പൊക്കി അടിക്കുകയാണ്. ഒരു പരമാർത്ഥികളാണോ? വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഒരു സത്യസന്ധത നല്ല ആൾക്കാരാണെന്ന് പറഞ്ഞാൽ ഒരുവനെ നശിപ്പിച്ചിട്ട് നിൽക്കുന്നവരാ. യോസേഫിന് നല്ല പോലെ അറിയാം, എൻ്റെ ജ്യേഷ്ഠൻ്റെ ഗുണം നല്ല പോലെ അറിയണം, കൂടപ്പറപ്പുള്ള സ്വഭാവം നല്ല പോലെ മനസ്സിലാക്കി വെച്ചോളണം. സ്വന്തം കുടുംബത്തിനകത്ത് ബൈബിൾ പറയുന്നുണ്ട്, സ്വന്തം കൂടപ്പറപ്പായാലും നല്ലപോലെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി വെച്ച് മുന്നോട്ട് പോയാൽ ജീവിച്ചൊക്കെ പോകാം. ഹല്ലേലൂയ. ഞങ്ങൾ പരമാർത്ഥികളാണ്. അപ്പൊ മനസ്സിൽ യോസേഫ് പറയാണ്, ജ്യേഷ്ഠ പാപം, എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടു, പറഞ്ഞ കാര്യം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നല്ല പരമാർത്ഥികളാണ്. അടുത്ത് പരമാർത്ഥികളാകുന്നു, അടിയങ്ങൾ ഒറ്റുകാരല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട് അല്ല, നിങ്ങൾ ദേശത്തിന്റെ ദുർബല ഭാഗം നിങ്ങൾ പരമാർത്ഥികളാണെന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങൾ പരമാർത്ഥികളാണെന്ന് പറഞ്ഞപ്പോൾ യോസേഫ് പറഞ്ഞു, നിങ്ങൾ ദേശത്തിന്റെ ദുർബലം നോക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവർ അടിയങ്ങൾ കനാൻ ദേശത്തുള്ള ഒരാളുടെ മക്കൾ, കനാൻ ദേശത്തിലെ ഒരാളുടെ മക്കൾ 12 സഹോദരന്മാരാകുന്നു. 12 സഹോദരന്മാരാകുന്നു. ഇളയവൻ ഞങ്ങളുടെ അപ്പന്റെ അടുക്കൽ ഉണ്ട്. 11ാമത്തെ ഒരാളുണ്ട്, അപ്പന്റെ അടുക്കലുണ്ട്. ഒരുത്തൻ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഇല്ലാത്തവന്റെ മുഖത്ത് നോക്കിയാണ് പറയണത് ഒരുത്തൻ ഇപ്പൊ ഇല്ല എന്ന്. പ്രൈസലോ, ഹല്ലേലൂയ. ഒരുത്തൻ ഇല്ലാന്ന് ഇല്ലാത്തവന്റെ മുഖത്ത് നോക്കി പറയാണ് അവനില്ല. ജ്യേഷ്ഠന്മാരുടെ മനസ്സിൽ പറയുക ഒരുത്ത ഇല്ല. അത് വേറെ ആരുടെ മുഖത്ത് നോക്കി പറഞ്ഞെങ്കിൽ വിശ്വസിക്കായിരുന്നു. സ്വന്തം മുഖത്ത് നോക്കി പറയാണ് ഒരുത്തനില്ല. യോസേഫിന് ചിരിക്കണമെന്നോ കരയണമെന്നോ എന്താണെന്നുള്ള അനുഭവമാണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ. ജ്യേഷ്ഠന്മാരുടെ മുമ്പിൽ എന്ത് കരയണോ നിലവിളിക്കണോ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അനുഭവത്തിൽ നിൽക്കുക. ഞങ്ങൾ പരമാർത്ഥികളും നല്ലവരുമാണ്, ഞങ്ങൾ 12 പേരുണ്ടായിരുന്നു. യോസേഫ് പറയൂടാ, അല്ല ഒരുത്തനില്ല. യോസേഫ് അവരോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒറ്റുകാർ തന്നെ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒറ്റുകാർ തന്നെയാണ്. ഇതിനായി ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളെ പരീക്ഷിക്കും. ഒറ്റുകാർ തന്നെയാണോ? നിങ്ങൾ ദേശത്തിന്റെ നന്മ അപകരിക്കാൻ വന്നതാണോ? ഞാൻ ഇതിനെ പരീക്ഷിക്കും. നിങ്ങൾ നല്ലവരാണോ, പരമാർത്ഥികളാണോ? ഇത് പറഞ്ഞ കാര്യം
എനിക്കൊന്ന് ബോധ്യപ്പെടുത്തണം, ഒന്ന് പരീക്ഷിക്കണം. യോസേഫിനെ പരീക്ഷിച്ചില്ലേ? സഹോദരന്മാരും പരീക്ഷയിലേക്ക് കടന്നു പോകുന്നുണ്ട്. നീ ആർക്കിട്ട് പണി കൊടുക്കുമോ? ദൈവ പൈതലേ, നീ മറ്റുള്ളവരെ പരീക്ഷിക്കാൻ നോക്കിയാൽ നീയും പരീക്ഷയിലോട്ട് പോകും. ആമേ, മറ്റുള്ളവർ ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് നമ്മൾ അങ്ങോട്ട് പകരത്തിലോട്ട് പോയാൽ ദൈവം ആ അവസ്ഥയിലോട്ട് പോകും. അതുകൊണ്ട് ആമേ, മറ്റുള്ളവർ നമ്മളെ ദ്രോഹിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ദ്രോഹിക്കാൻ പോണ്ട, ദൈവം അതിനു വേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ട് അവർക്കെതിരെ പ്രാകാനോ ദ്രോഹിക്കാനോ ഒന്നിനും പോണ്ട. ആമേ, ഹല്ലേലൂയ. നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. വചനം അറിയുന്ന ദൈവമക്കൾ ഒരിക്കലും തിരിച്ച് ഒന്ന് പറയണ്ട. നീ ഒരു സ്തോത്രവും പറഞ്ഞ് ആമയും പറഞ്ഞ് അങ്ങ് പോയാൽ മതി. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, സ്തോത്രം പറഞ്ഞ് പോകണമെന്ന് പറ. ഒന്ന് പിടിച്ച് കുലുക്കേ. ഈ ലോകത്തൊന്നും ഇല്ല, അതായിരിക്കുന്നു ബേക്കറ്റ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാം ഉണർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ വീണ്ടും വായിച്ചേ. ഞങ്ങൾ പരമാർത്ഥത്തിൽ പരീക്ഷിക്കപ്പെടും. ഇതിനാൽ നിങ്ങളെ പരീക്ഷിക്കും. ഇതിനാൽ ഞങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ ഇളയ സഹോദരൻ ഇവിടെ വന്നിട്ടല്ലാതെ ഫറവോനാണ് നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുകയില്ല. ഫറവോനാണ് നിങ്ങളെ പുറപ്പെടുവിക്കില്ല. നോക്കിക്കോളണം, സത്യം ചെയ്യുന്നത് ദൈവത്തെ കൊണ്ടല്ല, ഫറവോനെ കൊണ്ടാണ്. യോസേഫ് സത്യം ചെയ്തത് ദൈവനാമം എടുത്തില്ല. എന്നെ രാജാവാക്കി വെച്ച്, ദൈവമാണ് രാജാവാക്കിയത്. പക്ഷെ ഭൂമിയിലൊരു രാജാവുണ്ട്, ഇവിടുത്തെ ഒരു നേതാവുണ്ട്, ഫറവോനാണ് എനിക്ക് അധികാരം തന്നത്. സ്വർഗം അധികാരം തന്നു, മറന്നു പോകരുത്. ഈ അധികാരവും പദവിയും എല്ലാം കൊടുത്ത നമ്മുടെ ദൈവമാണ്. ഒരു വ്യക്തിക്ക് ഭൂമിയിൽ അധികാരവും പദവി സ്ഥാനമാനങ്ങൾ തന്നത് ദൈവമാണ്. എന്നാലും പറയുക, എനിക്ക് എന്നിലൂടെ തന്ന അധികാരം തന്ന എന്നെ മാനിച്ച ദൈവം ഫറവോനിലൂടെയാണ് മാനിച്ചത്, അല്ലേ? ആ ഫറവോന് നിങ്ങളെ മാനിക്കുന്നവരിക്കും ബഹുമാനം കൊടുക്കണം. അല്ലെങ്കിൽ ഇന്നാൾ പറയാൻ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ യോസേഫ് പറയുന്നു, എന്നാണ് ഫറവോനാണ്. വായിച്ച, ഫറവോനാണ് നിങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുക. ഫറവോനെ കൊണ്ട് അങ്ങ് സത്യം ചെയ്ത പിന്നെ വേറെ ഒരു പരിപാടിയില്ല. ചുമ്മാ കിടന്നുകൊണ്ട് ദൈവത്തെ കയ്യിലെടുക്കാതെ നിങ്ങൾ അടുത്തുള്ളവർ വെച്ച് സത്യം ചെയ്തോ. സാറ് പറഞ്ഞു തീരണം, ഒരു മാറ്റവും ഇല്ല. ഇങ്ങനെ അമ്മയാണ്, അമ്മച്ചിയാണ്, അപ്പച്ചനാണ്, കുഞ്ഞമ്മയാണ്, ഇങ്ങനെയൊന്നും പറയണ്ട. നിങ്ങൾ ആരെ അധികാരത്തിലിരുത്തുമോ ആ വ്യക്തിയെ കൊണ്ട് തന്നെ സത്യം ചെയ്തോ. നിങ്ങൾ അധികാരത്തിൽ ആരിരുത്തുമോ അവരെ കൊണ്ട് തന്നെ പറയും, യോസേഫിനെ അറിയാം, എൻ്റെ ദൈവത്തെ അല്ല എടുക്കണത്, ഫറവോനാണ്, എന്നാണ്, നിന്നാണ്. ഇവിടെ നിന്ന് പോണമെങ്കിൽ ഇവിടുന്ന് പുറപ്പെടുകയില്ല. 16-ാമത്തെ വാക്യം, നിങ്ങളുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരുവാൻ. യോസേഫിനൊരാഗ്രഹം, എൻ്റെ സഹോദരനൊന്ന് കാണണം, അതുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ വന്ന് ധാന്യം കൊടുക്കാൻ മനസ്സുണ്ടായിരുന്നു. പക്ഷെ സഹോദരൻ എന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധാന്യം കൊടുത്തിവിടെ സുഖമായിട്ട് പോകുമായിരുന്നു. പക്ഷെ ഇല്ല, നഷ്ടപ്പെട്ട സഹോദരനെ കാണുവാൻ ജ്യേഷ്ഠനൊരാഗ്രഹം. അതുമല്ല, അപ്പനെ കാണാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊന്നും നന്മ കൊണ്ടൊന്നും പോണ്ട. അതുകൊണ്ടാണ് യോസേഫിൻ്റെ മനസ്സിലേക്ക് ആ ഒരു ചിന്തയിലേക്ക് കടന്നു വന്നത്. ഇത് ഒരുവനെ നിങ്ങൾ ഇവിടുന്ന് പോകത്തില്ല, നിങ്ങളുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരാൻ നിങ്ങളുടെ സഹോദരനെ കാണണം. ഈ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ വായിന്ന് വിടുന്നു. ഞങ്ങൾ 12 പേരാണ്, ഒരാളില്ല. ഒരാൾ തന്നെ ബെന്യാൻ ആരുണ്ട്, ഇളയവന് എന്തുണ്ട്, അവിടെ അപ്പൻ്റെ അടുക്കലുണ്ട്. ഇത് കേട്ടപ്പോൾ യോസേഫിന് ആഗ്രഹമുണ്ട്, എനിക്ക് അവനെ ഒന്ന് കാണണം. സഹോദരന്മാരെ കാണാൻ പറയാൻ പറ്റുമോ? ഈ പറഞ്ഞ കാര്യത്തെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചില കാര്യങ്ങളുടെ ദൈവം ചെയ്യുന്നുണ്ട്. നേരെ പറഞ്ഞാൽ കൊണ്ടുവരൂല, അല്ലേ? ഇപ്പൊ സത്യസന്ധത ഉള്ള കാര്യം പോലെ പറഞ്ഞാൽ, അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ വളച്ചു കെട്ടി മൂക്ക് ഇവിടെ നേരെ വേണമെങ്കിൽ തൊടാം. പക്ഷേ യോസേഫ് നേരെ തൊടുന്നില്ല, ഇങ്ങനെ റൂട്ട് മാറ്റി തൊടുന്നത്. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? യോസേഫിന് വേണമെങ്കിൽ നേരെ തൊടാം, പക്ഷെ യോസേഫ് നേരെ തൊട്ടില്ല, വളച്ചു തിരിച്ച് ഈ ഇളയ സഹോദരനെ എനിക്കൊന്ന് കാണണം. ആ മനസ്സിന്റെ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഒറ്റുകാർ തന്നെയാണ്. അതുകൊണ്ട്
നിങ്ങളോ ബദ്ധന്മാരായിരിക്കണം, നിങ്ങൾ മൊത്തം കാരാഗ്രഹത്തിൽ കിടക്കണം എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ ബദ്ധന്മാരായിരിക്കണം, നിങ്ങൾ നേരുള്ളവരോ എന്ന് നിങ്ങളുടെ വാക്കുകൾ പരീക്ഷിച്ചറിയാമല്ലോ. അല്ലെന്നു വരികയില്ലെങ്കിൽ ഫറവോനാണ് നിങ്ങൾ ഒറ്റുകാർ തന്നെ. ഞാൻ പരീക്ഷിച്ചറിയും, അല്ലാത്ത പക്ഷം ഫറവോനാണ്. വീണ്ടും പറയുന്നു, ഒറ്റുകാർ തന്നെ. അങ്ങനെ അവൻ അവരെ 3 ദിവസം അങ്ങനെ 3 ദിവസം സഹോദരന്മാരെ തടവിലാക്കി. എത്ര ദിവസം? 3 ദിവസം. യോസഫിനെ സഹോദരന്മാര് എത്ര ദിവസം പൊട്ടക്കുഴിയിട്ടിരുന്നു? 3 ദിവസം ഇട്ടാ, ചില മണിക്കൂറുകൾ മാത്രം. പൊട്ടക്കുഴിയിലോട്ട് യോസഫിനെ സഹോദരന്മാര് ചില മണിക്കൂറുകൾ ഇട്ടപ്പോ ദൈവം പറയുന്നു, നിന്റെ സഹോദരന്മാരെ 3 ദിവസത്തേക്ക് കാരാഗ്രഹത്തിൽ അടയ്ക്കുവാൻ അനുവാദം ആര് കൊടുത്തു? ദൈവം കൊടുത്തു. സ്വന്തം അനുജനിട്ട് പണിതപ്പ് അറിഞ്ഞിട്ടില്ല. സ്വന്തം അനുജന്റെ ജ്യേഷ്ഠന്റെ താക്കോൽ അനുജന്റെ കയ്യിലോട്ട് വരുമെന്ന് അറിഞ്ഞില്ല അന്ന്. എന്നാൽ 3 ദിവസത്തേക്ക് യോസഫ് പറഞ്ഞു. 3-ാം ദിവസം യോസേഫ് അവരോട് പറഞ്ഞത്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. ദൈവത്തെ ഭയപ്പെടും. ദൈവത്തെ 3 ദിവസം മാത്രമേ പിടിച്ചയക്കാൻ അധികാരമുള്ളൂ. 3-ാം ദിവസം ദൈവം സംസാരിച്ചു. കാര്യങ്ങളൊക്കെ ശരിയാണ് ജോസഫ്, നിന്റെ ജ്യേഷ്ഠന്മാർ തന്നെയാണ്, കൂടുതൽ അവരെ ഇട്ട് വേദനിപ്പിക്കരുത്. ജ്യേഷ്ഠനൊക്കെ ശരിയാണ്, ഒരു ചെറിയൊരു അരപ്പരുവത്തിലൊക്കെ പോയാൽ മതി അല്ലേ. 3-ാം ദിവസമായപ്പോൾ ദൈവം, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഇത് ചെയ്യുവിൻ. നിങ്ങൾ പരമാർത്ഥികളെങ്കിൽ നിങ്ങളുടെ സഹോദരൻ കാരാഗ്രഹത്തിൽ കിടക്കട്ടെ. ഒരാളിഞ്ഞ് കാരാഗ്രഹം 11-10 വരെ ഉണ്ടല്ലോ. ഒരാൾ അപ്പന്റെ വീട്ടിലാണല്ലോ. ഈ 10 വരില് ഒരാള് എന്റെ കാരാഗ്രഹത്തിൽ കിടക്കട്ടെ. നിങ്ങൾ പുറപ്പെട്ട് നിങ്ങളുടെ വീടുകളിലും ബുദ്ധിമുട്ടിന് ധാന്യം കൊണ്ടുപോകുവിൻ. ഇപ്പൊ വീട്ടില് ബുദ്ധിമുട്ടുന്നതിന് പകരം ധാന്യം കൊണ്ടുപോകുവിൻ. എന്നാൽ നിങ്ങളുടെ ഇളയ സഹോദരനെ എന്റെ അടുക്കൽ കൊണ്ടുവരണം. വീണ്ടും ആവർത്തിച്ച് പറയാണ്, നിങ്ങളുടെ ഇളയ സഹോദരനെ എന്റെ അടുക്കൽ കൊണ്ടുവരണം. അതിനാൽ നിങ്ങളുടെ വാക്ക് നേരെന്ന് തെളിയും. നിങ്ങൾ മരിക്കേണ്ടി വരികയില്ല. അവർ അങ്ങനെ സമ്മതിച്ചു. നിങ്ങൾ ഒരാളോടെ നിന്നിട്ട് കാരാഗ്രഹത്തിലോട്ട് ഇറക്കണം. നിങ്ങൾക്ക് ഞാൻ ആവശ്യമുള്ള ധാന്യം തരാം, അമ്മ നിങ്ങളത് കൊണ്ട് കൊടുക്കണം. കൊടുത്തിട്ട് ഈ വ്യക്തിയെ മോചിപ്പിക്കണമെങ്കിൽ ആ ഇളയവനിവിടെ കൊണ്ടുവരണം. ബെന്യാമിനെ ഇവിടെ കൊണ്ടുവന്നിട്ടല്ലാതെ ഈ ഒരു വ്യക്തിയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആമേ, ഹല്ലേലൂയാ. അപ്പോൾ ഒരാള് യോസഫിന്റെ കയ്യിലായി, കാരാഗ്രഹത്തിലോട്ടായി. എന്നാൽ അടുത്ത് അയച്ചോ, അവർ സമ്മതിച്ചു. 21 സമ്മതിച്ചു. ഈ പറഞ്ഞ കാര്യം, യോസഫ് പറഞ്ഞ കാര്യം സഹോദരങ്ങൾ സമ്മതിച്ചു. പക്ഷെ ഇതുവരെയും യോസഫ് തൻ്റെ അനിയനാണെന്ന് സഹോദരന്മാർക്ക് മനസ്സിലായോ? ഇല്ല, മനസ്സിലായിട്ടില്ല. ദൈവപൈതലെ ഇത്രയും സംസാരിച്ചിട്ടും ഇതുവരെയും കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് പോലും യോസഫിനെ ഒരിക്കലും ഈ നിമിഷം വരെയും ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. അതാ കഠിനമായി സംസാരിച്ചത്. സഹോദരങ്ങളടുത്ത് കഠിനമായി സംസാരിച്ചത് വെളിപ്പെടേണ്ട സമയമായിട്ടില്ല. വെളിപ്പെടേണ്ട സമയത്ത് മാത്രമേ വെളിപ്പെടുത്തുകയുള്ളൂ. അതുകൊണ്ടാണ് കഠിനമായി സംസാരിച്ചിട്ട് അവരെ ഒറ്റുകാരാണെന്നും അവര് ദേശത്തിന്റെ ദുർബലഭാഗം നോക്കാമെന്ന് പരമാർത്ഥികളല്ല എന്നുള്ള രീതിയിൽ കുറ്റക്കാരനാക്കി മാറ്റിയത്. എന്നാൽ ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. നിന്റെ സഹോദരനെ കൊണ്ടുവരണം, ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവനെ മോചിപ്പിക്കാം. ഒരാളെ ബന്ധിച്ചു. ഈ വാക്ക് കേട്ടപ്പോൾ അവർ സമ്മതിച്ചു. അടുത്ത 21 പറഞ്ഞു, ഇത് നമ്മുടെ സഹോദരനോട്. ഇത് പറഞ്ഞപ്പോൾ കൂടെയുള്ള സഹോദരന്മാർ പറയാണ്, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മുടെ കെഞ്ചിയ, നമ്മളെ കൂടെ അയ്യോ കെഞ്ചി എന്നെ ഒന്നും ചെയ്യരുത്, വലിയ മനസ്സലിയണ. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാര്യം വേണ്ടി കെഞ്ചി നിൽക്കും. അതൊക്കെ നമ്മൾ ഡിഗ്രി എടുത്തവരാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ കെഞ്ചിയപ്പോൾ നാം അവന്റെ പ്രാണസങ്കടം കണ്ടറിയും. അവന്റെ അപേക്ഷ കേട്ടില്ല.
അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്നവർ തമ്മിൽ ഈ അനർത്ഥം വരാൻ കാര്യം നമ്മുടെ കുഞ്ഞനുജനെ മരുഭൂമിയിൽ വെച്ച് ദ്രോഹിച്ചപ്പോ അവ കെഞ്ചി പറഞ്ഞു, ജാസ്റ്റാ എന്നെ എടുത്തിടുതര്, ഞാൻ നിന്റെ കൂടെ പറപ്പലി, നിങ്ങളെന്റെ ചേട്ടനലി, നമുക്കൊരപ്പനലി ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞപ്പോ ഒന്ന് ചെവിയിൽ കയറിയില്ല. നീ എൻ്റെ അരിജനക്ക തന്നെയാണ്, പക്ഷേ നിന്റെ സ്വപ്നം എന്നെ തകർക്കണം, നിന്റെ സ്വപ്നമാ എനിക്ക്, അതുകൊണ്ട് അതിന്റെ രക്തബന്ധങ്ങൾക്കൂടെ സ്ഥാനമില്ല. ആ അപേക്ഷ കേൾക്കാതെ അവ യാചിച്ചെടുത്തോണ്ടും നമ്മൾ മനസ്സലിയാതെ കണ്ണിച്ചോരയില്ലാതെ യോസഫിനോട് ചെയ്തത് കൊണ്ട് നമുക്കൊരു പണി കിട്ടി. ദൈവമക്കളെ, ഈ ഭൂമിയിൽ വെച്ച് നീ എന്ത് വിതയ്ക്കുമോ അത് തന്നെ നീ എടുക്കും. മറക്കരുത്, ഈ ഭൂമിയിൽ നീ വിതയ്ക്കുന്ന അനുസരിച്ച് ഇത് മറക്കരുത്. നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കഴിഞ്ഞ് സ്വർഗത്തിലാണ് കിട്ടില്ല. ഇവിടെ വെച്ച് തരേണ്ട കാര്യങ്ങൾ എൻ്റെ ദൈവം തന്നേ വിടുള്ളൂ. നിനക്ക് എല്ലാ സമ്മാനങ്ങളും ട്രോഫി വരെ ദൈവം തന്നേ വിടത്തുള്ളൂ. മറക്കരുത്. ഇവിടെ വെച്ച് അവാർഡും കിട്ടും, ട്രോഫി കിട്ടും, മുദ്രപത്രം കിട്ടും, എല്ലാ സമ്മാനങ്ങളും ഭൂമിയിൽ തരേണ്ട കാര്യങ്ങൾ ഭൂമിയിൽ വെച്ച് തന്നെ തരും. മറക്കരുത്. അത് മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകുവാൻ. ചിലരുടെ ഭാവവും നടപ്പവും കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം തീരെയല്ലേ, മരിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല, ഇനി അവിടെ ചില അത് അപ്പോഴല്ലേ. ആ തോന്നൽ വേണ്ട. അത് നിന്റെ തോന്നലാണ്, വെറും തോന്നലാ. അത് നിന്റെ മനസ്സിരിക്കുന്ന വെറും തോന്നലാണ്. സ്വന്തം കൂടപ്പറപ്പിനോട് ചെയ്തത്, സ്വന്തം സഹോദരനോട് ചെയ്ത കാര്യദ്രോഹം. എന്നാൽ ദൈവം ചില വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ദൈവം ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ സഹോദരനെ ദ്രോഹിച്ചാൽ. ഇന്ന് സഹോദരന്മാരെ ദ്രോഹിക്കുന്ന കുടുംബങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങളുടെ സഹോദരങ്ങളെ ദ്രോഹിക്കരുത്. അവർ ദ്രോഹിച്ചാലും നിങ്ങൾ ദ്രോഹിക്കരുത്. ദൈവമക്കളെ, നമ്മളെ ദ്രോഹിച്ചാലും ദ്രോഹിക്കും, ഇല്ലയെന്നും പറയാൻ പറ്റൂല. വസ്തുവിൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും, ചിലപ്പോൾ അങ്ങോട്ടും അവസാനം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. ഒന്ന് ക്ഷമയോടെ ഇരിക്കാൻ പറ്റുമോ? ഒന്ന് ക്ഷമ. യോസഫ് അത് കെഞ്ചിയിട്ട് പോലും വാക്ക് കേൾക്കാതെ അവര് നേരെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. അടുത്ത് അവർ വായിച്ചോ. അതിന് രൂബേൻ ബാലനോട് ദോഷം ചെയ്യരുതെന്ന്. അതിന് രൂബേൻ പറഞ്ഞു, ബാലനോട് ദോഷം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. അതിന് ഒരാൾ പറഞ്ഞു, അവന് ദോഷം ചെയ്യലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ? എന്നിട്ട് നിങ്ങൾ കേട്ടില്ല. ഇപ്പോൾ ഇതാ അവന്റെ രക്തം ചോദിക്കുന്നു. അവന്റെ രക്തം. അന്ന് രൂബേൻ, അതിൽ ഒരാൾ രൂബേൻ പറഞ്ഞു, അവനെ ദ്രോഹം ചെയ്യല്ലേ, ദ്രോഹിക്കല്. ദ്രോഹിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ചോദിക്കുന്നൊരു ദൈവമുണ്ട്. നമ്മൾ മറ്റുള്ള ദ്രോഹിച്ചാൽ അവർ ദ്രോഹിച്ചോട്ടെ, പക്ഷെ ദൈവത്തെ അറിഞ്ഞ മക്കൾ, ദൈവത്തെ അറിഞ്ഞവർ നിങ്ങളുടെ സഹോദരന്മാരെ ദ്രോഹിക്കാൻ പോകരുത്. പക്ഷെ ദ്രോഹിച്ചാൽ അത് ഒരിക്കലും ആമ വിടത്തില്ല. അവന്റെ രക്തം നമ്മോട് ചോദിക്കുന്നെന്ന് അവനോട് പറഞ്ഞു. യോസഫ് അവരോട് ദുഭാഷ്യ മുഖാന്തരം ആയിരുന്നുകൊണ്ട് അതവൻ ഗ്രഹിച്ചു എന്നവർ അറിഞ്ഞില്ല. അവൻ അവരെ വിട്ടുമാറിപ്പോയി കരഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കൂടപ്പറപ്പുകൾ നിൽക്കുകയാണ്. ഇന്നിപ്പം അടിമകളെ പോലെ അടിമയായിട്ടും എന്ത് വേണോ ചെയ്യാന്ന് പറഞ്ഞ് ആദ്യത്തെ സാഷ്ടാംഗം വീഴുന്നപ്പോഴെന്നെ സ്വപ്നത്തിൻ്റെ വെളിപ്പാട് വന്നു കഴിഞ്ഞു. അല്ലെ, ആദ്യത്തെ സാഷ്ടാംഗം വീഴുന്നപ്പോൾ തന്നെയാണ് കർട്ടൻ ഉയർന്നു സ്വർഗത്തിൻ്റെ. യോസഫേ, നിന്റെ സ്വപ്നം ഇതാ നിന്റെ മുമ്പിൽ കമണ് കിടക്കുന്നുണ്ട്. ദൈവം പറഞ്ഞ കാര്യം അതുപോലെ നടത്തും. എൻ്റെ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ, നിങ്ങളെക്കുറിച്ചൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ ദൈവം മാറ്റി വയ്ക്കത്തില്ല. ഈ ഭൂമിയിൽ നിന്ന് നീക്കപ്പെടുന്നുമ്പേ അത് ചെയ്തിരിക്കും. ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് സംഭവിക്കാൻ ചെയ്യും. എൻ്റെ ദൈവം അത് പിന്നെ മാറ്റി സ്വപ്നം, ആ ദർശനം നഷ്ടപ്പെടുത്തില്ല, അത് കൊടുക്കുക തന്നെ ചെയ്യും. എന്നാൽ സഹോദരന്മാരെ കണ്ടു, അവർ പറഞ്ഞ ഭാഷ
എന്നാൽ ആർക്ക്? യോസഫിന് മനസ്സിലായി. എന്നാൽ മാറി നിന്നുകൊണ്ട് എൻ്റെ അനുജന്മാർ വന്ന് എൻ്റെ ജ്യേഷ്ഠന്മാർ വന്ന് കാൽക്കൽ വീണു. ഇപ്പോൾ അവരനുഭവിക്കുന്ന വേദന കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് യോസഫിന് പറയണമെന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അനുജനാണ്, യോസഫാണ് പറയണമെന്നുണ്ട്. പക്ഷേ ഇല്ല, പറയേണ്ട സമയമായില്ല. ദൈവം പറഞ്ഞു, ഇപ്പം വെളിപ്പെടുത്തേണ്ട സമയമായിട്ടില്ല, കുറച്ചുകൂടെ വെയിറ്റ് ചെയ് യോസഫേ, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്. നിങ്ങളായിട്ടാണെങ്കിൽ എന്ത് ചെയ്യും? ദൂരെ നിന്ന് വരുമ്പോഴെന്നെ പറയും, ഞാൻ തന്നെ ധൈര്യമായിട്ട് കയറി വാ മക്കളെ, അല്ലേ മക്കളെ, ധൈര്യമായിട്ട് കയറി വാ. ഇല്ല, കയറി വന്നാലും വെളിപ്പെടേണ്ട സമയത്ത് മാത്രമേ വെളിപ്പെടാവൂ. ദൈവം പറയുന്നത് ആവേശം നല്ലതാണ്, ആവേശം നല്ലതാ, പക്ഷെ അധികമായി പോയാൽ വിഷവുമാണ്. എല്ലാത്തിനും ആവേശങ്ങൾ കൊള്ളാം, പക്ഷെ അധികമാവരുത്, ഓവറാവരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന യോസഫിന് അറിയാം ഏത് സമയത്താണ്. പക്ഷേ അത് വെളിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ് ശരിക്കും യോസഫ് തകർന്നുപോയി. അവരെ മുമ്പിൽ കരഞ്ഞില്ല. ചിലപ്പോൾ അവരെ മുമ്പിൽ കരയാതെ, സഹോദരങ്ങളുടെ മുമ്പിൽ കരയാതെ യോസഫ് സഹോദരങ്ങളെ വിട്ട് മാറി നിന്ന് കരഞ്ഞ് തീർക്കേണ്ടത് കരഞ്ഞ് തീർക്കണം. മനസ്സിൽ വന്ന സഹോദര സന്തോഷം കൊണ്ട് എൻ്റെ അടുക്കൽ ഒരു വന്നല്ലോ, എൻ്റെ ദർശനത്തിന് മുമ്പിൽ വന്നല്ലോ, ആമേ, എൻ്റെ സഹോദരന്മാർ എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു, എൻ്റെ സഹോദരന്മാർ എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. എല്ലാ നന്മയും, ഈ ലോകത്തിൻ്റെ എല്ലാ നന്മയിലും മിസ്രൈൻ്റെ ആധിപത്യമായി എല്ലാം ആക്കി മാറ്റിയപ്പോൾ എനിക്കൊരു അനുഗ്രഹം ഉണ്ടായപ്പോൾ, ചിലർ പറയും അനുഗ്രഹം ഇപ്പോൾ ഇല്ലായിരുന്നു. അനുഗ്രഹമുള്ള സമയത്ത് എല്ലാവരും വന്ന് ഒരുമിച്ച് പറഞ്ഞ് ആരാഗ്രഹിക്കാത്തത്? ആരാണ് ആഗ്രഹിക്കാത്തത്? നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളെ ഉപേക്ഷിച്ച് പോയവരൊക്കെ അടുത്ത് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കൂലേ? ആഗ്രഹിക്കും, പ്രത്യേകിച്ചും കൂടപ്പറപ്പുകൾ. ആമേ, ഹല്ലേലൂയ. നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അനുഗ്രഹം വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, അവരൊക്കെ വന്ന് ഇതൊക്കെ വന്ന് സന്തോഷം വന്ന് പങ്കുവെച്ചിരുന്നെങ്കിൽ എത്രമാത്രമായിരിക്കുമെന്ന്. എന്നാൽ ആ സന്തോഷം അവർക്ക് അടങ്ങാൻ കഴിയാതെ ഇപ്പൊ യോസഫിന് സന്തോഷം കണ്ണുനീരായി മാറുന്നുണ്ട്. സന്തോഷം എന്താ? കണ്ണുനീരായി മാറുന്നുണ്ട്. കാരാഗ്രഹത്തിൽ കരഞ്ഞ കണ്ണുനീരല്ല, യോസഫ് തകർന്ന അനുഭവത്തിലല്ല. യോസഫിന് ആമേ ഇപ്പോൾ സഹോദരന്മാരെ കണ്ട സന്തോഷം കണ്ണുനീരായി, ആനന്ദ കണ്ണുനീരായി അവരെ മുമ്പിൽ അടക്കാൻ കഴിയാതെ യോസഫ് മാറി നിന്നു കരഞ്ഞു തീർത്തു. കരഞ്ഞു തീർക്കണം. സന്തോഷത്തിന്റെ കണ്ണുനീരുണ്ട്, ദുഃഖത്തിന്റെ കണ്ണുനീരുണ്ട്. വായിച്ചു. അവരുടെ കൂട്ടത്തിൽ നിന്ന് ശിമയോനെ പിടിച്ച് അവർ കാണുകെ ബന്ധിച്ചു. കരഞ്ഞു തീർന്ന ശേഷം നേരെ അവരെ കൂട്ടത്തിൽ വന്നിട്ട് ഒരാളെ, ശിമോനെ പിടിച്ചു, അവൻ കാണുകെ ബന്ധിച്ചു. യോസഫാണോ അത് ചെയ്യുന്നത്? സ്തോത്രം. ഇത് യോസഫാണോ ചെയ്യുന്നത്? ഒരു വിട്ടുവീഴ്ചയില്ല, ചെയ്തേ പറ്റൂ. കാര്യം പറയുമോ, എൻ്റെ കുടുംബം മുഴുവൻ എൻ്റെ അടുത്ത് വരാൻ വേണ്ടിയാ. നിങ്ങളിപ്പോൾ പറയും, യോസഫേ ഇതെന്താ ഇത് ചെയ്യുന്നത്? നിനക്ക് ഇത്രയും മനസ്സലിവില്ലേ? ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. തൻ്റെ അപ്പനും കുടുംബം എല്ലാവരും എൻ്റെ അടുത്ത് വരണമെന്നും ഇവിടെ താമസിക്കണമെന്നും 7 സംവത്സരം അതികഠിനമായ ദാരിദ്ര്യം ഉണ്ടാവുന്ന ആർക്കറിയാം? യോസഫിനറിയാം. അവരുടെ ചാക്കിൽ ധാന്യം ഒരു വ്യക്തിയെ, ആ വ്യക്തിയുടെ പേരെന്താണ്? ശിമയോനെ പിടിച്ചു, അവനെ കാണുകെ ബന്ധിച്ചു. അവരുടെ ചാക്കിൽ ധാന്യം നിറപ്പാനും അവരുടെ ദ്രവ്യം അവനവന്റെ ചാക്കിൽ തിരികെ വെപ്പാനും വഴിക്ക് വേണ്ടി ആഹാരം അവർക്ക് കൊടുപ്പാനും യോസഫ് കൽപ്പിച്ചു. അങ്ങനെ തന്നെ അവർക്ക് ചെയ്തു കൊടുത്തു. അങ്ങനെ ആരുടെ കൽപ്പിച്ചതരമോ? ജോലിക്കാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. അല്ല സഹോദരന്മാർ വന്നവര് ഈ ചാക്കുകളിൽ ഇപ്പൊ 10 പേര് വന്നു. 10 പേരിൽ ഒരുവനെ ശിമനെ പിടിച്ച് ബന്ധിച്ചു കഴിഞ്ഞു. 9 പേരുടെ ചാക്കിലും അവർ ദ്രവ്യം കൊണ്ടുവന്നു, പണം കൊണ്ടുവന്നു, സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവന്നു. സകലതും അത് വാങ്ങണമെന്നാണ് നടപടി, അത് വാങ്ങിയിട്ട് കൊടുക്കണമെന്നാ. പക്ഷെ സഹോദരന്മാർ അറിഞ്ഞില്ല. യോസഫ് ഓർഡർ ഇടുകയാണ്, ഉദ്യോഗസ്ഥന്മാർ പറയുകയാണ്, നിങ്ങൾ ഈ ചാക്ക് നിറച്ച് നിങ്ങൾ ധാന്യം നിറയ്ക്കണം. നിറച്ചിട്ട് അവർ കൊണ്ടുവന്ന ദ്രവ്യം അതിൻ്റെ മുകളിൽ വെച്ച് കെട്ടണം. ഹല്ലേലൂയ. കൊണ്ടുവന്ന
പണത്തിനല്ല, നിനക്ക് അനുഗ്രഹത്തിനല്ല തരാൻ, സൗജന്യമായിട്ടാണ്. നീ കൊണ്ടുവന്ന ദ്രവ്യത്തെ നിനക്ക് ദൈവം തിരിച്ചു മടക്കി തരത്തക്കവണ്ണ, നീ കൊണ്ടുവന്ന അനുഗ്രഹത്തെ തിരിച്ചു മടക്കി തരത്തവണ്ണ, നിന്റെ ചാക്കിൽ കെട്ടത്തക്കവണ്ണ സ്വർഗം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ കൊടുക്കുന്നതിന് ഇരട്ടിയായിട്ട്, അതിനപ്പുറമായിട്ട് കൊണ്ടുവന്നതിനെ അവരെ ചാക്കിൽ കെട്ടുവാൻ പറഞ്ഞു. എന്നാൽ യോസേഫ് കൽപ്പിച്ച അങ്ങനെ തന്നെ അവർക്ക് ചെയ്തു കൊടുത്തു. അവർ ധാന്യം നിറച്ചു, എല്ലാ കാര്യങ്ങളൊക്കെ അവർ ആവശ്യം പോലെ കിട്ടേണ്ട കാര്യങ്ങളെല്ലാം നിറച്ചു. ചാക്കെല്ലാം നിറച്ചിട്ട് കഴുതപ്പുറത്ത്, അന്നത്തെ വാഹനം എന്ന് പറയുന്നത് വണ്ടിയല്ല, കഴുതപ്പുറത്ത് കയറ്റി. അന്നത്തെ വാഹനം കഴുതയാണ്. കഴുതപ്പുറത്ത് കയറ്റി അവിടെ നിന്ന് പുറപ്പെട്ടു. വഴിയമ്പലത്തിൽ വെച്ച്, ഇടയ്ക്ക് ഒരു യാത്രയാണ് വഴിയമ്പലം. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ വഴിയമ്പലത്തിൽ വെച്ചാൽ കഴിക്കുന്നത്. ചിലപ്പോൾ വയലിലായിരിക്കും, ഞങ്ങൾ എല്ലാം അങ്ങനെയാണ് വഴിയമ്പലം. അവിടെയൊക്കെ ഇങ്ങനെ ഷെഡുകൾ കെട്ടിയിട്ടിട്ടുണ്ട്, അതിനുള്ള ഇരിക്കാനും തണലൊക്കെ ഉണ്ട്. എന്നാൽ വഴിയമ്പലത്തിൽ വെച്ചു അതിൽ ഒരു വ്യക്തി കഴുതയ്ക്ക് തീൻ കൊടുപ്പാൻ ചാക്കഴിച്ചപ്പോൾ തന്റെ ദ്രവ്യം ചാക്കിന്റെ വൈക്കൽ ഇരിക്കുന്നത് കണ്ടു. ആദ്യം കഴുതയ്ക്കാണ് തീൻ കൊടുക്കാൻ വേണ്ടി, തീറ്റ കൊടുക്കാൻ വേണ്ടി ചാക്കിന്റെ വാക്കിൽ അഴിച്ചപ്പോൾ അതിന്റെ വാക്ക് എന്തുണ്ട്? അവന്റെ ദ്രവ്യം, അവൻ കൊണ്ടുപോയ ദ്രവ്യം ആ ചാക്കിൽ തന്നെ ഉണ്ട്. തന്റെ സഹോദരന്മാരോട് എന്റെ ദ്രവ്യം എനിക്ക് തിരിച്ചു കിട്ടി, അതിതാ എന്റെ ചാക്കിലിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഉള്ളം തകർന്നു. അവർ വിറച്ചു. ദൈവം നമ്മോട് ഇത് ചെയ്തത് എന്ത്? നമ്മളായിട്ടാണെങ്കിൽ പറയും, ഇപ്പൊ ഈ സാധനം കൊണ്ടുപോയ പൈസ തിരിച്ചു കിട്ടിയാ നിങ്ങൾ പറയും, ഞാനവരെ പറ്റിച്ചേ. നമ്മൾ രണ്ടും വിളിയും വിളിച്ച് സന്തോഷിച്ച് അല്ലേ, രണ്ട് ചാട്ടവും ചാടി ഈ ബസ്സിൽ ഇറങ്ങുമ്പോൾ ടിക്കറ്റ് എടുക്കാതെ ഇറങ്ങുമ്പോൾ അവസാനം ഇറങ്ങുമ്പോൾ ഞാൻ പറ്റിച്ചേ അല്ല, മനസ്സലിഞ്ഞതാ. പലതൊക്കെ കയ്യിൽ വരുമ്പോൾ യഥാർത്ഥമായ കാര്യങ്ങൾ ചിലപ്പോൾ വാങ്ങാതെ തിരിച്ചു വിടുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. പക്ഷേ ഇവിടെ വിറയ്ക്കാൻ കാരണമുണ്ട്. നമ്മൾ കൊണ്ടുപോയ ദ്രവ്യം എടുത്തിട്ട് നമുക്ക് ധാന്യം തരേണ്ട സ്ഥാനത്ത് ഇന്ന് ആ ദ്രവ്യം മാത്രമല്ല, സാധനം മുഴുവനും, ആഹാര സാധനങ്ങൾ മുഴുവനും നിറച്ചു അതിനകത്ത് ദ്രവ്യം ഇരിക്കുന്നു. ഇത് കണ്ടപ്പോൾ അവിടെ ഉള്ളം തകർന്നു. അവർ വിറച്ചു ദൈവത്തോട്. ദൈവം നമ്മോട് ഇത് ചെയ്ത എന്ത് എന്ന് തമ്മിൽ പറഞ്ഞു. ഒരുവന്റെ ചാക്ക് മാത്രമേ അഴിച്ചുള്ളൂ. അവർ വീണ്ടും കാനാ ദേശത്ത് തങ്ങളുടെ അപ്പൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. യാത്ര ചെയ്തു നടന്നട കഴുതപ്പുറത്ത് യാത്ര ചെയ്തു അപ്പൻ്റെ അടുക്കലേക്ക് എത്തി. എത്തിയേറെ അവർ സംഭവിച്ചതൊക്കെ പറയുകയാണ്. 29 താഴോട്ട് പറയുകയാണ്, അപ്പനായ യാക്കോബിന്റെ അടുക്കലേക്ക് എത്തിയേറെ ഞങ്ങൾക്ക് സംഭവിച്ചതൊക്കെ എല്ലാം അവിടെ അറിയിച്ചു കൊടുക്കുകയാണ്. ഈ കാര്യങ്ങൾ നടന്ന കാര്യങ്ങളെല്ലാം, മക്കൾക്ക് സംഭവിച്ച കാര്യങ്ങൾ, അവിടുത്തെ സംഭവിച്ച കാര്യങ്ങൾ സകലതും വിശദീകരിച്ചു കൊടുക്കുകയാണ്. 30-ാമത്തെ വാക്യം. ദേശത്തിലെ അധിപതിയായവൻ വായിച്ചോ. ഞങ്ങൾ ദേശത്തെ ഒറ്റുനോക്കുവാൻ എന്ന് വിചാരിച്ചു, ഞങ്ങളുടെ കഠിനമായി സംസാരിച്ചു. ഞങ്ങൾ അവനോട് ഇത് നടന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ദേശത്തിൽ അധിപതിയായിരിക്കുന്ന വ്യക്തി ഞങ്ങൾ ദേശത്തിലെ ഒറ്റുകാരാണെന്ന് വിചാരിച്ചു അപ്പനോട് സംസാരിക്കുകയാണ്. ഞങ്ങളോട് കഠിനമായി സംസാരിച്ചു, ഒരു മനസ്സലിവില്ലായിരുന്നു. ഞങ്ങൾ അവനോട് ഞങ്ങൾ പരമാർത്ഥികളാകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒറ്റുകാരല്ല, ഞങ്ങൾ ഒരു അപ്പൻ്റെ മക്കളാണ്, 12 സഹോദരന്മാരാകുന്നു എന്നാണ് വായിച്ച് പറയേണ്ടത്. ഒരുത്തൻ ഇപ്പോൾ ഇല്ല. ഇളയവൻ കനാൻ ദേശത്ത്. ഞങ്ങളുടെ കൂടെ വന്നതിൽ ഇപ്പോ ഒരു വലിയ ഇളയവൻ കാനാ ദേശത്ത് ഞങ്ങളുടെ അപ്പന്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞു. അതിന് ദേശത്തിലെ അധിപതിയായിരിക്കുന്നവൻ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പരമാർത്ഥികളെന്ന് നിങ്ങൾ നല്ലവരാണെന്ന് എനിക്ക് തോന്നണമെങ്കിൽ
ഇതിനാൽ അറിയും നിങ്ങൾ ഒരു സഹോദരനെ നിങ്ങളുടെ ഒരു സഹോദരനെ എന്റെ അടുക്കൽ വിട്ടേച്ച് നിങ്ങളുടെ വീടുകളിലെ ബുദ്ധിമുട്ടിന് ധാന്യം കൊണ്ടുപോകുവിൻ. നിങ്ങളുടെ ഇളയ സഹോദരനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. അതിനാൽ നിങ്ങൾ ഒറ്റുകാരനല്ലെന്നും പരമാർത്ഥികളാണെന്നും ഞാൻ അറിയും. നിങ്ങളുടെ സഹോദരനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരും. നിങ്ങൾക്ക് ദേശത്ത് വ്യാപാരം ചെയ്യാം. പിന്നെ അവർ നോക്കി ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഈ ആദ്യം ഒരാളവിടെ വഴിയിൽ വെച്ച് ചാക്കഴിച്ചു. ബാക്കിയുള്ളവര് ഓരോരുത്തർ ചാക്കഴിക്കാൻ പോവുകയാണ്. 35-ാം വാക്യത്തിൽ പിന്നെ അവർ പറഞ്ഞിട്ട് ചാക്കൊഴിക്കുമ്പോ ഇതാ ഓരോരുത്തന്റെ ചാക്കിൽ അവനവന്റെ പണക്കെട്ടിരിക്കുന്നു. ഹല്ലേലൂയാ. അവരും അവരുടെ അപ്പനും പണക്കെട്ട് കണ്ടാറേ ഭയപ്പെട്ടു. ഇവിടെ പണം കണ്ട് ഭയപ്പെടുന്നുണ്ട്. ഇവിടെ കൊടുത്ത പണം തിരിച്ചു വന്നു. അതുമല്ല, അവിടെ ധാന്യവും നിറച്ചു വന്നു. ഈ കൊടുത്തയച്ചത് അവർ എടുത്തിട്ടാണ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. തിരിച്ചു പറയുന്നു, ഇതിനകത്തൊരു ചതുവ് നടക്കുകയാണ് അല്ലേ? മോഷ്ടിച്ചെന്നൊരു കാര്യം ഇതിനകത്തോട്ട് വരും. അവിടെ ചെന്ന് ഇവർ ധാന്യം മാത്രം കൊടുത്തിട്ട് ഇവർ പണം കൊടുക്കാതെ ധാന്യം തട്ടിയെടുത്തുള്ള രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഭയപ്പെട്ടത്. ആരെങ്കിലും പണം വരുമ്പോൾ ആരെങ്കിലും പേടിക്കാറുണ്ടോ? പണം വരുമ്പോൾ എല്ലാവരും സന്തോഷിക്കുകയല്ലേ ചെയ്യുന്നത്. 10 പണം കയ്യിൽ വരുമ്പോൾ സന്തോഷമാണ്. പക്ഷെ ദൈവഹിതമില്ലാത്ത കയ്യിൽ വരുന്ന നീ പേടിക്കേണ്ടി വരും. ദൈവഹിതമില്ലാത്ത 10 പണം നിന്റെ കയ്യിൽ വന്ന പേടിക്കേണ്ടി വരും കുഞ്ഞെ. ദൈവഹിതമില്ലാത്തത് നിന്റെ കയ്യിൽ വന്നാൽ നീ പേടിക്കണം. ഭയപ്പെടണം. ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, നീ ഭയപ്പെടണം. ദൈവഹിതമില്ലാത്തത് നിന്റെ കയ്യിൽ വന്ന ഒരു പോലും വന്നാൽ ഭയപ്പെടണം. നമുക്കുള്ളതല്ല. കാര്യം എന്താണ്? ഒരു സാധനം വാങ്ങിച്ചിട്ട് നിങ്ങളിപ്പോൾ ഒരു മാർക്കറ്റിൽ പോവുകയാണ്, ഒരു തേങ്ങ വാങ്ങിക്കുകയാണ്. തേങ്ങയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യും? 500 നോട്ടെടുത്ത് കൊടുക്കുകയാണ്. 500 നോട്ട് തേങ്ങയ്ക്ക് 10 രൂപയാണ്. അവർ തിരിച്ച് 500 രൂപ എടുത്ത് തന്ന് തിരിച്ച് 90 രൂപയുടെ കയ്യിലെടുത്ത് തരും. അപ്പോൾ എന്ത് ചെയ്യും? തേങ്ങയും ഫ്രീ ഉണ്ട്, 590 രൂപയും കയ്യിൽ കിട്ടുന്നുണ്ട്. ഇത് കിട്ടിയ പാതി ഓടൂല്ലയോ? ഓടണ്ട. ആമേ, ഹല്ലേലൂയാ. ഇവിടെ ഓടിയാല് ഓട്ടിച്ചിട്ട് പിടിക്കുന്നതാണ്. ഹല്ലേലൂയാ. മറ്റുള്ള അനുഗ്രഹം കണക്ക് തെറ്റി പൈസ വാങ്ങുമ്പോൾ ഒരു കാര്യം പറയാം, കണക്ക് തെറ്റി പൈസ വാങ്ങിച്ചാൽ തിരിച്ച് കൃത്യമായിട്ട് കൊടുക്കണം. കണക്ക് തെറ്റി പൈസ വരും, കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ദൈവഹിതമില്ലാത്ത നമ്മുടെ കയ്യിൽ വേണ്ട കുഞ്ഞെ. നമുക്ക് അപ്പൻ തരുന്നത് മാത്രം മതി. അതേ നിലനിൽക്കാരന് ധാന്യം കൈക്കൊണ്ടു, കൊടുത്തയച്ച പണവും തിരിച്ചു വന്നു. അതുകൊണ്ട് പേടിക്കണം, ഭയപ്പെടണം. കാര്യം എന്താ? ഇവര് പണം കൊടുക്കാതെ ധാന്യം കൈക്കൊണ്ടെന്നാണ് ഇവിടെ ഭയം. അപ്പോൾ മോഷണത്തിന്റെ അനുഭവത്തിലേക്ക് നിൽക്കുമ്പോൾ ഇത് കേട്ടപ്പോൾ അപ്പൻ കേട്ടപ്പോൾ എന്താ വായിച്ചേ? അവരുടെ അപ്പനായ യാക്കോബ് അവരോട് നിങ്ങൾ എന്നെ മക്കളില്ലാത്തവൻ. ഇത് കേട്ടപ്പോ പറഞ്ഞു, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുമോ? യോസേഫില്ല. 36 പറയുന്നു, യോസഫില്ല, ശിമയോനില്ല. ഇപ്പൊ യോസഫ് നഷ്ടപ്പെട്ടു, ഇപ്പൊ ശിമോനെയും ഇല്ല. ബെന്യാമീനെ നിങ്ങൾ കൊണ്ടുപോകും. ഒരുത്തനെ നഷ്ടപ്പെട്ടു, ഒരുത്തനെ അവിടെ കാരാഗ്രഹത്തെ പിടിച്ചു വെച്ചു. അടുത്ത അപ്പൻ്റെ അടുത്തിരുന്ന ബെന്യാമിനെയും കൊണ്ടുള്ള പദ്ധതിയാണ്. അപ്പൻ്റെ നല്ല സമയം. മക്കള് ഓരോന്നാറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇളയവൻ പോയി, അവൻ പോയി, അടുത്ത് ഓരോരുത്തരും യോസഫ് പോയി, അടുത്ത് ശീമോൻ പോയി, അടുത്ത് ബെന്യാമിനെ കൊണ്ടുള്ള പരിപാടിയാണ് അടുത്ത പരിപാടി. അതാ യോസഫ് നിങ്ങളെന്നെ മക്കളില്ലാത്തവനാക്കും. ഹല്ലേലൂയ. മക്കളില്ലാത്തവന് പോലെ നിങ്ങൾ ആക്കുമോ? യോസഫില്ല, ശീമോനില്ല, ബെന്യാമിനില്ല, നിങ്ങൾ കൊണ്ടുപോകും. എന്നിട്ട് പറയുന്നു, സകലവും എനിക്ക് പ്രതികൂലം തന്നെ. സകലവും എനിക്ക് പ്രതികൂലം തന്നെ. കരം അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. സകലതും യാക്കോബ് പറഞ്ഞു, എനിക്ക് സകലതും പ്രതികൂലം തന്നെ.
ഓ റിബനവന ശന്തല പൗഡവരാജപദീനാരകരെ, അനുഗ്രഹത്തിന് മുമ്പേ ചില പ്രതികൂലങ്ങൾ കടന്നു വരും. അനുഗ്രഹത്തിന് മുമ്പേ ചില പ്രതികൂലങ്ങൾ കടന്നു വരുന്നുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി കരം അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തോ. ചില അനുഗ്രഹത്തിന് മുമ്പായിട്ട് ചില പ്രതികൂലങ്ങൾ നിന്റെ മേൽ കടന്നു വരുന്നുണ്ട്. ചില കഷ്ടതകൾ കടന്നു വരും. അനുഗ്രഹത്തിന് മുന്നോടിയായി ചില വേദനകൾ കടന്നു വരും, ചില പ്രയാസങ്ങൾ കടന്നു വരും. നിങ്ങളിപ്പോൾ ബെന്യാമിനെ കൊണ്ടുപോകുന്ന സകലതും പ്രതികൂലം തന്നെ, പ്രതികൂലം തന്നെ, പ്രതികൂലം തന്നെ. ഒരു പ്രതികൂലം വരുന്നത് അനുകൂലമാക്കുന്ന ഒരു പ്രതികൂലം വരും. ദൈവമക്കളെ, ഒരു കഷ്ടത വരുന്നത് അനുഗ്രഹത്തിന് മുന്നോടിയായി ഒരു കഷ്ടത നിന്റെ മേൽ വരും. അത് മനസ്സിലാക്കോ. ഒരു അനുഗ്രഹത്തിന് മുമ്പേ ഒരു കഷ്ടത മുമ്പിൽ വരും. അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഒരു വേദന സഹിക്കേണ്ടി വരും, ഒരു പ്രയാസം സഹിക്കേണ്ടി വരും. ഒരു കഷ്ടതയിലൂടെ സഹിക്കാതെ ഒന്നും പ്രാപിക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വർഗത്തിലെ ദൈവം ഒരു കഷ്ടതയിലൂടെയാണ്, ഒരു ത്യാഗത്തിലൂടെയാണ് നിന്നെയും എന്നെയും നേടിയത്. ആ ക്രൂശിലൂടെ, ഒരു ക്രൂശിലൂടെയാ യേശുവിന്റെ രക്തം ചൊരിഞ്ഞു തന്നെയാണ് നമ്മളെ വിലക്കെടുത്തിരിക്കുന്നത്. മറക്കരുത്. യേശുവിനെല്ലാം പ്രതികൂലമായി. എന്റെ കർത്താവിന് ശിഷ്യന്മാര് വരെ പ്രതികൂലമായി, കൂടെ നിന്ന ശിഷ്യന്മാര് വരെ പ്രതികൂലമായി, ജനം എല്ലാരും പ്രതികൂലമായി. അവസാന നിമിഷം പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട എന്ന് തള്ളി പറഞ്ഞു. ഇതാ ഇവിടെ ഒരു അപ്പൻ പറയുന്നു, എനിക്ക് സകലതും പ്രതികൂലം തന്നെ. യേശുവിനൊരു പ്രതികൂലം വന്നിട്ടുണ്ടെങ്കിൽ ദൈവമേ, നിനക്കൊരു പ്രതികൂലം വരുമ്പോ നീ പറ, എനിക്കെല്ലാം പ്രതികൂലമാണ്. ഇത് പറയുമ്പോ, ഈ പ്രതികൂലം നിന്റെ ജീവിതത്തിൽ വരുമ്പോ, ചില പ്രതികൂലങ്ങൾ അനുഗ്രഹ ദോഷത്തിനായിട്ട് വരൂല. ചില പ്രതികൂലങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് വരുന്നത് ദോഷത്തിനായിട്ട് വരത്തില്ല, അനുഗ്രഹത്തിലേക്ക് വരാൻ പോകുകയാണ്. ചില കഷ്ടതകൾ ചില അനുഗ്രഹത്തിലേക്ക് വരുന്നുണ്ട്, ചില പ്രതികൂലങ്ങൾ നന്മയ്ക്കായി വരുന്നുണ്ട്. ചില പ്രതികൂലങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ആദ്യം കഷ്ടത ഉണ്ടെങ്കിൽ അനുഗ്രഹത്തിലേക്ക് വരും. എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിക്കുന്നുണ്ടോ? ഇപ്പൊ ഇത്തിരി കഷ്ടത്തിലാണോ? ഇപ്പൊ ജീവിതം എങ്ങനെയാ? ഭയങ്കര ബുദ്ധിമുട്ടാ ബ്രദറെ, ജീവിക്കാൻ പറ്റുന്നില്ല. കടഭാരം, 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 കടഭാരം. ഭയങ്കര പ്രതികൂലമാണ്. വീട്ടിനകത്ത് എങ്ങനെ സമാധാനം ഉണ്ടോ? സമാധാനം വീട്ടിൽ ചെന്ന് കേറാൻ വയ്യ. കടക്കാര്, 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 എല്ലാം പ്രതികൂലം. സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഉറക്കം നഷ്ടപ്പെടുന്ന അനുഭവത്തിലേക്ക് ഇന്ന് പ്രതി കടന്നു പോകുമ്പോ, ആമേ ഹല്ലേലൂയ, സകലതും പ്രതികൂലമായി തീരുമ്പോ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം എന്നും പ്രതികൂലമായിട്ടല്ല, എന്നും പ്രതികൂലമായിട്ടല്ല. ചിലത് അനുഗ്രഹത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നുണ്ട്, അനുഗ്രഹത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നുണ്ട്. പ്രതികൂലങ്ങളെ ആമേ ഇപ്പോൾ സകലതും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അടുത്ത് 37 പറയുന്നു, അതിന് രൂപേൻ അപ്പനോട് എന്റെ കയ്യിൽ അവനെ ഏൽപ്പിക്കുക, ഞാൻ അവനെ നിന്റെ അടുക്കൽ ഞാൻ നിന്റെ അടുക്കലേക്ക് മടക്കി കൊണ്ടുവരും. ഞാൻ അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാത്ത പക്ഷം എന്റെ രണ്ട് പുത്രന്മാരെ കൊന്നുകളയുക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ എന്റെ മകൻ നിങ്ങളോട് കൂടെ പോരുകയില്ല. എനിക്ക് വിശ്വാസമില്ല, അപ്പന് വിശ്വാസമില്ല. അവന്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി. അവൻ ഒരുത്തനെ ശേഷിപ്പുള്ളൂ. നിങ്ങൾ പോകുന്ന വഴിയിൽ അവന് വല്ല ആപത്ത് വന്നാൽ നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടെ നിങ്ങൾ പാതാളത്തിലേക്ക് ഇറക്കുമല്ലോ. പക്ഷേ ഇപ്പോൾ ബെന്യാമിനെ വിടുവാൻ എനിക്ക് മനസ്സില്ല. പരന്ന് അടുത്ത് ഒരുവനെ മോചിപ്പിക്കണമെങ്കിൽ ഒരുവനെ കൊണ്ടു ചെന്നാലേ മോചിപ്പിക്കാൻ പറ്റൂ. ഒരുവൻ ഇപ്പോൾ എവിടെയാ? കാരാഗ്രഹത്തിലേക്ക് ആക്കിയിരിക്കുന്നു, ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ പ്രതികൂലം. ഇപ്പൊ അന്നം വന്നപ്പോൾ, ആഹാരമില്ലാതെ വന്നപ്പോൾ, ആഹാരം കിട്ടിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒന്ന് കിട്ടിയപ്പോൾ അടുത്തെന്ത് പോയി? സമാധാനം നഷ്ടപ്പെട്ടു. നേരത്തെ ആഹാരമില്ലായിരുന്നു, പട്ടിണിയായിരുന്നു. പട്ടിണി മാറി ചാക്ക് കണക്കിന് സാധനം വന്നപ്പോൾ സമാധാനം നഷ്ടപ്പെട്ടു. ഞാൻ ഒരു കാര്യം, വയറ്റിന് വന്നു, വയറിനുള്ളത് ആഹാരം വന്നപ്പോൾ എന്തു പോയി? സമാധാനം നഷ്ടപ്പെട്ടു. അതവർ എല്ലാം എനിക്ക് പ്രതികൂലം.
എല്ലാം പ്രതികൂലമായി മാറുന്നുണ്ട്. ഒന്ന് കിട്ടിയപ്പോൾ ഒന്ന് നഷ്ടപ്പെടുന്ന അനുഭവത്തിലേക്ക് പോവുകയാണ്. ഒരു അനുഗ്രഹം പ്രാപിക്കുമ്പോൾ, അല്ല ഒരു നന്മ പ്രാപിക്കുമ്പോൾ, ഒരു അനുഗ്രഹത്തിലേക്ക് വരുമ്പോൾ ഒന്ന് നഷ്ടപ്പെടുന്ന അനുഗ്രഹം. അതാ പറഞ്ഞത് യാക്കോബ്, എല്ലാ പ്രതികൂലം തന്നെ ഇപ്പോൾ എല്ലാ പ്രതികൂലമായി മാറുന്നുണ്ട്. ഇപ്പോൾ ഭക്ഷിപ്പാൻ ആഹാരം കൊണ്ടെന്ന് വന്ന് പറഞ്ഞാലും എൻ്റെ മക്കളൊക്കെ കഴിഞ്ഞ് പോട്ടെ, അതൊന്നും കുഴപ്പമില്ല, നമുക്കിവിടെ ഭക്ഷിച്ച് സന്തോഷത്തിൽ ഇരിക്കാമെന്ന് വിചാരിച്ചോ? ഇല്ല. എന്തുണ്ടെന്ന് പറഞ്ഞാലും, അനുഗ്രഹം എന്തുണ്ടെന്ന് പറഞ്ഞാലും, ചില തലമുറ നഷ്ടപ്പെടുന്നു പറഞ്ഞാൽ ഒരപ്പന് സഹിക്കത്തില്ല, ഒരിക്കലും അപ്പൻ സഹിക്കത്തില്ല. അതുകൊണ്ടാണ് രൂപൻ പറഞ്ഞത്, നീ ഈ ബെന്യാമിൻ എൻ്റെ കൂടെ വിടുക, ഞാൻ കൊണ്ടുപോകാം. അവൻ എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ 2 മക്കളെയും നിഗ്രഹിക്കാം, നീ കൊന്നുകളെ. അത് പറഞ്ഞുകൊണ്ട് അപ്പോൾ യാക്കോബ് പറയുക, നിങ്ങൾ എന്നെ ഈ വാർദ്ധക്യകാലത്ത് എന്നെ നരയോടെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് അയക്കുമല്ലോ. എന്നാൽ 43 ക്ഷാമം ദേശത്ത് കഠിനമായി തീർന്നു. ക്ഷാമം 43:1 പറയുന്നു, ക്ഷാമം ഇത് പറയുന്നതാണ്. ഈ കഷ്ട സമയത്ത് അവർ കൊണ്ടുവന്ന സാധനം എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ചാക്കണക്കിന് കൊണ്ടുവന്നാലും ചാക്കണക്കിന് ഇറക്കി വെച്ചാലും അത് തീരും കുഞ്ഞെ. ആമേ, 1 ചാക്കോ 10 ചാക്കോ നിന്റെ വീട്ടിൽ ഇറക്കി വെച്ചാൽ നീ പറയും, കുഴപ്പമില്ല, അത് തീരുന്നൊരു ദിവസമുണ്ട്, മറന്നു പോകരുത്. ചില ചാക്ക് കാണുമ്പോൾ വീണ് പോകരുത്. നിങ്ങളെ വീട്ടിൽ ചാക്കണക്കിന് വന്ന് ഇറങ്ങും. അതോടെ ഇനി കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഇതുകൊണ്ട് ജീവിതകാലം വഴി ജീവിക്കാം. തെറ്റും, കണക്ക് കൂടുതലൊക്കെ തെറ്റും. ചില ചാക്കുകളെ കാണുമ്പോൾ ചാക്കണക്കിന് വന്ന് ഇറങ്ങുമ്പോൾ മറന്നു പോകരുത്. ഇത് കണ്ട തന്നെ കൊള്ളാമെന്നും പറഞ്ഞ് പക്ഷത്തോടെ നിൽക്കരുത്. ഈ ചാക്കണക്കിന് വന്ന് ഇറങ്ങിയപ്പോൾ ജീവിതകാലം മുഴുവൻ തിന്നാന്ന് വിചാരിച്ചോ? അല്പം മാത്രം വെച്ച് അത് കരിച്ച കയറുന്നുണ്ട്, എവിടെയൊക്കെ വണ്ടരിക്കുന്നുണ്ട്. സമയത്തിന് തിന്ന് തീർത്തില്ലെങ്കിൽ കരിച്ച കയറുന്നുണ്ട്. ശേഷിപ്പിനൊരു പരിധിയുണ്ട്. പക്ഷേ മിസ്രൈമിൽ കൊണ്ടുവന്ന ആഹാര സാധനങ്ങൾ തീർന്നു. എന്ന് കിട്ടുമ്പോൾ ജീവിതകാലം മുഴുവൻ തിന്നുകൊണ്ടിരിക്കുന്ന വിചാരിക്കല്. സ്വർഗത്തിലെ ദൈവം ഉണ്ടെങ്കിലേ നിനക്ക് പറ്റുള്ളൂ. ഒരു അനുഗ്രഹം കിട്ടിയപ്പോൾ ഇനി എല്ലാം കിട്ടി, ഇനി വീട്ടിൽ ഇരുന്ന് തിന്നാന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പറയണ്ട. ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത ആഴ്ച വരണ്ട, ഇനി നമുക്ക് വീട്ടിലിരിക്കാം എന്ന് പറഞ്ഞിരിക്കരുത്. അനുഗ്രഹത്തിൻ്റെ പുറകെ നിന്ന് പോയാൽ, കിട്ടിയ അനുഗ്രഹത്തിൻ്റെ ബാക്കിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത അതിനെക്കാട്ടി 8ന്റെ പണി വീണ്ടും വരുന്നുണ്ട്. വന്നതിനെക്കാട്ടിലും 8 18ന്റെ പണി അടുത്ത് വരുന്നുണ്ട്. മറന്നു പോകരുത്, വചനം പറയുന്നുണ്ട്. എന്തെങ്കിലും കണ്ട് അതിമറന്നു പോണെങ്കിൽ അടുത്ത് എന്താ പറയുന്നേ? അതിമറന്നു പോയാൽ പറഞ്ഞോ, നിങ്ങൾക്ക് ഇതിനകത്തുള്ളവരല്ലേ? പ്രൈസിലോ ഒന്നും പറയുന്നില്ല, എല്ലാം പേടിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും കണ്ട് അതിമറന്ന് അതിനകത്തോട്ട് വീണു പോയാൽ പിന്നെ കയറി വരാൻ ഇത്തിരി പാടാണ്. ഇതൊന്നും കണ്ടൊന്നും വീണ് പോകരുത്. ചില ചാക്കിലും കുട്ടയിലൊക്കെ വന്ന കണ്ടാൽ മറന്നു പോകരുത്. ദൈവം തരുന്നത് അനുഗ്രഹത്തെ ബ്ലെസ് ചെയ്ത് സ്വീകരിച്ചോ, പക്ഷേ അതിലോട്ട് വീണു പോകരുത്. അനുഗ്രഹത്തിലേക്ക്, ഈ ലോകത്തിൻ്റെ ഭൗതികത്തിലേക്ക് മാത്രം വീണു പോകരുത്. ചിലർ ആഹാരം കൊടുക്കുമ്പോൾ, വയറുവീക്ക കൊടുക്കുമ്പോൾ മനസ്സിനകത്ത് കിടന്ന എല്ലാം ഇഞ്ഞ് വരും. അപ്പോഴാണ് ഇഞ്ഞ് വരുന്നത്. ഭക്ഷണം കൊടുത്തിട്ട് ചിലർ മദ്യപിക്കാൻ കൊണ്ടുപോകും, ചിലവരെ കൊണ്ടുപോയിട്ട് സ്വന്തം ഭാര്യയുടെ കാര്യങ്ങൾ വരെ പറഞ്ഞു കൊടുക്കും. ഈ മദ്യപരുടെ കുഴപ്പം അതാണ്. മദ്യവെച്ചിട്ട് കൂട്ടുകാരുടെ സകലതും പറഞ്ഞു കൊടുക്കും. ചില അണ്ണന്മാരുണ്ട്, ആഹാരം കൊടുത്തിട്ട് എന്തുണ്ട് കാര്യം, പിന്നെ അവസാനം വരെ വള്ളിയോട്ട് പുള്ളി ഒരങ്ങ് പറയും. അന്ന സൂക്ഷിച്ച് ജീവിതകാലം മുഴുവൻ തന്നെ തീറ്റൂല്ല. ഈ കൊണ്ടുവന്നിരിക്കുന്നവർക്ക് ജീവിതകാലം മുഴുവൻ തിന്നാനല്ല, ചാക്ക് കണക്കിന് കുത്തി നിറച്ച് തന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ 7 സംവത്സരം തിന്നാനല്ല. നീ കൊണ്ടുവന്ന ചാക്കിനൊരു പരിധിയുണ്ട്. നീ എടുത്ത ചാക്കിനൊരു പരിധിയുണ്ട് കുഞ്ഞേ, നീ എടുത്ത ചാക്കിനൊരു പരിധിയുണ്ട്.
അല്ല നിങ്ങൾ അമ്മേരെ വയറ്റിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ലോഡ് അരി നിങ്ങൾ വീട്ടിലെടുത്ത് വെച്ചേക്കോ? ബൈബിൾ പഠിപ്പിക്കുക, അന്നുള്ള ആഹാരം നാളെ എന്ത് തിന്നണമെന്നും ഇന്ന് എന്ത് തിന്നണമെന്ന് സ്വർഗ്ഗം നിശ്ചയിച്ചിട്ടുണ്ട്. നീ എവിടെ നിന്ന് കുടിക്കണമെന്നും എവിടെ നിന്ന് കഴിക്കണമെന്നും സ്വർഗത്തിലെ ദൈവം നിശ്ചയിച്ചതേ നടക്കത്തുള്ളൂ. അല്ല നിങ്ങളുടെ കുഞ്ഞിന് ജീവിതകാലം മുഴുവൻ തിന്നാൻ വേണ്ടി നിങ്ങളുടെ നന്മയെടുത്ത് ഗോഡൗണിൽ നിങ്ങൾ ഉള്ള എത്രയും സാധനം വാങ്ങിച്ച് വെച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടം ചോക്ലേറ്റ് ആണ്, ഒരു ലോഡ് ചോക്ലേറ്റ് വാങ്ങിച്ച് സൂക്ഷിച്ച് വെച്ചോ, എത്ര ദിവസം വെച്ചേക്കാൻ പറ്റും? അത് കഴിയുമ്പോൾ ക്രമിക്കും, ചീത്തയാകും, അത് വീണ്ടും വേറെ അസുഖമായിട്ട് മാറും. അപ്പോൾ മിസ്രൈമിൽ കൊണ്ടുവന്ന ധാന്യം ഒരു കാര്യം പറയാണ്, താൽക്കാലികമാണ്. നിനക്കിപ്പം മിസ്രൈമിൽ നിന്ന് കിട്ടിയ ധാന്യം താൽക്കാലികമാണ്. എന്തെങ്കിലും അനുഗ്രഹം കിട്ടുമോ മനസ്സിലാക്കണം. അടുത്ത സ്റ്റെപ്പിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ അനുഗ്രഹം കൊണ്ടങ്ങ് പോകരുത്. ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ ഇതോടെ തീർന്നെന്ന് പറഞ്ഞിരിക്കരുത്. അടുത്ത സ്റ്റെപ്പിലേക്ക് നീ കയറണം, അടുത്ത സ്റ്റെപ്പിലേക്ക് കാല് വയ്ക്കണം. കാര്യം പ്രശ്നം അത് കഠിനമാണ്, കഷ്ടത അത് കഠിനമാണ്. അതാ വരുന്നത്, വീണ്ടും ക്ഷാമ കടുക്കുന്നുണ്ട്, പ്രതികൂല കടുക്കുന്നുണ്ട്. കരം അടിച്ച് ദൈവത്തിന് മഹത്വം കൊണ്ട് ആമേ. പ്രശ്നം കൂടുതൽ കൂടുതൽ വഷളാകുന്നുണ്ട്. ദിവസം കഴിയും തോറും കൈവിട്ടു പോകുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രശ്നങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന ക്ഷാമം എന്ന് പറയുമ്പോ ചെറിയൊരു ക്ഷാമമല്ല, വലിയൊരു ക്ഷാമം. അത് നിങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. ആമേൻ, നിങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെ അതറിയാതെ, കഷ്ടപ്പാടൊന്നും അറിയാതെയൊക്കെ നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത് കൊണ്ടും നിങ്ങളുടെ മക്കളെ വളർത്തിയത് കൊണ്ട് നിങ്ങൾക്കറിയാം. പ്രൈസ് ദി, ഹല്ലേലൂയ. ഇന്നത്തെ തലമുറയ്ക്ക് കഷ്ടപ്പാട് എന്താണെന്നും അല്ലേ, ദാരിദ്ര്യം എന്താണെന്നും പട്ടിണി എന്താണെന്ന് തിരിച്ചറിയില്ല. മക്കൾ വിശക്കുന്ന മുമ്പ് ആ വായിൽ എന്താണ് ഉരുട്ടി അങ്ങ് ഇറക്കി കൊടുക്കും. പകുതി തിന്നും പകുതി അങ്ങ് തുപ്പും. ഹല്ലേലൂയ. അവർ കഷ്ടപ്പാട് അങ്ങനെ അറിയിച്ചില്ല. വല്ലപ്പോഴേക്കും അപ്പൻ്റെ അമ്മയുടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ വന്ന വഴികളൊന്ന് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ കഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കുന്ന അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ബാത്റൂം കഴുകാൻ പോകുന്നതും ആമേ കിച്ചൺ പണി ചെയ്യുന്നതും ആമേ മറ്റുള്ള വീട്ടു ജോലി ചെയ്യുന്നതും ആമേ മറ്റുള്ള ചെറിയ എല്ലാ ജോലിയെക്കുറിച്ച്, നിങ്ങൾ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച്, നിങ്ങളുടെ തലമുറയെക്കുറിച്ച് പറഞ്ഞ മക്കളെ, ഞാൻ ഇങ്ങനെയൊക്കെടാ കഷ്ടപ്പെടുന്നത്, ഞാൻ ഇങ്ങനെടാ അധ്വാനിക്കുന്നത്, മറ്റുള്ളവരെ തലകുനിച്ച് ആമേ സമയം അന്ത്യത്തോടെ പണിയെടുത്ത്, എന്നാൽ അത്രത്തോളം വേദന നടുവില ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. എടാ ഒന്ന് സ്തോത്രം പറ, ഒന്ന് സ്തുതിച്ചു പറ. ഞാൻ നിങ്ങളെ പോറ്റിയ വിധങ്ങള് ഒരുപാട് കഷ്ടതയിലൂടെയാണെന്ന് ഇന്നത്തെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. മറക്കാതെ പോകരുത്. ആ കഷ്ടതയെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും പട്ടിണിയെക്കുറിച്ചും ആമേ. ഒരു സമയത്ത് പണ്ട് കാലങ്ങളിൽ ഭയങ്കര ദാരിദ്ര്യമാണ്. അന്നത്തിന് വിലയുള്ള സമയം, അന്നത്തിന് വിലയുള്ള സമയം. അന്ന് ഒരു കപ്പ കിട്ടിയ, അന്ന് കപ്പയാണ് കൂടുതൽ. സിറ്റിയിൽ കൂടുതൽ അറിയില്ല, നാട്ടുപ്രസിഡം കപ്പയാണ്. കപ്പ നല്ലപോലെ പോയി കപ്പ എടുക്കുമ്പോൾ നേരെയുള്ള കറുത്ത തൊലി, കരിന്തൊലി മാത്രമേ കളയാറുള്ളൂ. എൻ്റെ അമ്മ ചെയ്യുമ്പോൾ കരിന്തൊലി മാത്രം കളഞ്ഞിട്ട് ആ തൊലി വെച്ചരിയും. മനസ്സിലാവുന്നുണ്ടോ? കപ്പേരെ തൊലി വരെ തിന്നവനാ. ആദ്യത്തെ കരിന്തൊലി അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ആ തൊലി വെച്ചരിയും. അത്ര ദാരിദ്ര്യത്തിലാ. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമ്മ നല്ലപോലെ അമ്മ വേവിച്ച് ഉപ്പും തളിച്ച് വെളിച്ചെണ്ണ തളിച്ചാനും തിന്നടാ തിന്നടാന്ന് പറയും. വിശപ്പുള്ള സമയത്ത് കണ്ണിൽ കൂടെ പൊന്നീച്ച പറന്നു കഴിഞ്ഞാൽ കപ്പയെന്നില്ല, കപ്പയ്ക്കെന്നില്ല, പച്ചയെന്നില്ല, വേവുന്നില്ല. തിന്ന അനുഭവത്തിലേക്ക് കയറി വന്ന അനുഭവത്തിൽ പറയാം, ദാരിദ്ര്യവും പട്ടിണി നല്ലപോലെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ക്ഷാമം ഇത്രത്തോളം കഠിനമായിട്ടില്ല. നമ്മളൊക്കെ കഷ്ടതയിലൂടെ കടന്നു വന്നവരാ. ദൈവമക്കളെ, ദാരിദ്ര്യം എത്രയിടത്ത് മുമ്പിൽ ജോലിക്ക് വേണ്ടി കൈ നീട്ടിയിട്ടുണ്ട്. ഞാൻ എത്രയോ സ്ഥലത്ത് ജോലിക്ക് വേണ്ടി കൈ നീട്ടിയിട്ടുണ്ട്. ഒരു ജോലിക്ക് വേണ്ടി ഇന്ന് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ ദൈവം കൃപ തരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ വാതിൽ മുട്ടിയിട്ടുണ്ട്. ഈ വിളപ്പിശാല വേസ്റ്റ് വാരാൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം ഇറങ്ങിക്കയറി ജീവിക്കണം. വിളപ്പിശാലത്തെ നമ്മുടെ കോർപ്പറേഷനിലെ വേസ്റ്റ് വാരാൻ വേണ്ടി വിളപ്പിശാല ജൈവവള കമ്പനിയിൽ ഒന്നല്ല ഒരുപാട് ദിവസം ഇറങ്ങിക്കയറി. എനിക്ക് ആ ജോലി വേണം.
ഞാൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു. നാറ്റം വന്നാലും കുഴപ്പമില്ല, എനിക്ക് നാറ്റം വന്നാലും കയ്യിൽ അണുക്കൾ വന്നാലും പ്രശ്നമില്ല, ജീവിക്കണം. ഒരു ദാരിദ്ര്യം. പക്ഷെ എൻ്റെ ദൈവം എന്നെ കൊണ്ട് തൊടാൻ താമസിച്ചില്ല. ഞാൻ മനസ്സ് വെച്ചാലും, ഞാൻ ചെയ്യാൻ മനസ്സ് വെച്ചാലും, അതുപോലെ 4 മാതാ കമ്പനിയിൽ കോഴി വെട്ടാൻ വേണ്ടി എന്നെ കൊണ്ടുപോയ ഒരു സുഹൃത്ത്, ഞാൻ സമ്മതിച്ചു. ഒരു കോഴി വെട്ടി കൊടുക്കണതിന് 2 രൂപ. ഇപ്പോഴല്ല, ഇവിടെ വരുന്നുമ്പേ ഇപ്പോഴത്തെ കാര്യമല്ല, 10-20 വർഷത്തിനുമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കോഴി വെട്ടാൻ വേണ്ടി ചെന്നപ്പോൾ 2 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞ് സമ്മതിച്ചു. ഞാൻ പോവാന്നെല്ലാം റെഡിയായി എല്ലാം സമ്മതിച്ചു. 2 രൂപ വെച്ച് തരാം. 10 കോഴി വെട്ടിക്കഴിഞ്ഞാൽ ഇത്ര 100 രൂപ കിട്ടും അല്ലേ? നമുക്ക് കോഴി വരുന്നതനുസരിച്ച്. പക്ഷേ കോഴി വെട്ടാനൊക്കെ ഇത്തിരി അറപ്പാണ്, ശീലവുമില്ല, എക്സ്പീരിയൻസും ഇല്ല. പക്ഷെ അതിനും വേണ്ടി തയ്യാറായി. ദൈവനെ വിട്ടില്ല, അതിനും തയ്യാറായി. എന്തോ സാഹചര്യത്തിൽ എനിക്ക് പോകാൻ പറ്റാതെയായി. എവിടെയൊക്കെ ഏതെല്ലാം വാതിലുകൾ ഞാൻ മുട്ടിയിട്ടുണ്ടോ, എനിക്ക് പല വാതിൽ തുറന്നു നിന്നിട്ടുണ്ട്. ഞാൻ എവിടെയൊക്കെ വാതിൽ മുട്ടി, ഏത് ജോലി ചെയ്യാൻ വേണ്ടിയാണോ വാതിൽ അങ്ങനെ മുട്ടിയിട്ടുണ്ടോ, ദൈവം എനിക്ക് തുറന്നു നിന്നിട്ടുണ്ട്. താഴ്ന്ന ജോലി മുതൽ ഉയർന്ന ജോലി വരെ ആമേ അനുഗ്രഹിക്കപ്പെട്ട ഭയങ്കര ഡിപ്പാർട്ട്മെന്റ് ജോലി എന്നല്ല, ഏത് ജോലി ചെയ്യാൻ മനസ്സുള്ളത് കൊണ്ടും, ഏത് ജോലി ചെയ്യാനും എനിക്കൊരു മനസ്സുള്ളത് കൊണ്ട് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് സത്യസന്ധതയായിട്ട് ശമ്പളം നോക്കാതെ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ, ദൈവം നിന്നെ ഉയർത്തും കുഞ്ഞേ, ദൈവം നിന്നെ ഉയർത്തും കുഞ്ഞേ. നീ ശമ്പളം നോക്കാതെ ചെയ്യുന്ന ജോലി ആത്മാർത്ഥതയോടെ ചെയ്യുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. നീ ആത്മാർത്ഥതയോടെ ആ കഷ്ടതയോടെ കൈയെടുക്കുന്നുണ്ടെങ്കിൽ ഒരു ദാരിദ്ര്യം വന്ന, അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു ദാരിദ്ര്യം വന്നാലും ഒരു സമൃദ്ധി വന്നാലും എനിക്കൊരു വിഷയമില്ല. ആമേ ഹല്ലേലൂയ. ഒരു ബുദ്ധിമുട്ട് വന്നാലും ഞങ്ങൾക്ക് ജീവിക്കാൻ അറിയാം, ഒരു പ്രയാസം വന്നാലും എനിക്ക് ജീവിക്കാൻ അറിയാം. പക്ഷേ സമൃദ്ധിയിൽ ഭയങ്കര ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ പറയും, ഇനി ജീവിക്കേണ്ട, അയ്യോ ഇവിടം വിട്ടുപോകാം, നമുക്ക് നാട് വിട്ടുപോകാം, മരിക്കാം എന്ന് പറയത്തില്ല. ആമേ. കാര്യം എന്താണ്? ദൈവം കഷ്ടതയുടെ കൊണ്ടുവന്നത് കൊണ്ട്, ഒരു ബുദ്ധിമുട്ട് പ്രയാസത്തിൽ കൊണ്ടുവന്നത് കൊണ്ട്, ആമേ അതുകൊണ്ട് ഇതുവരെയും കൊണ്ടുവന്നറിയാം. യാത് പ്രതിസന്ധിയെ ജയിക്കുവാൻ ആമേ അറിയാം. മറന്നു പോകരുത്. യാത് കഷ്ടതയെ ജയിക്കുവാൻ, ഏത് ദാരിദ്ര്യത്തെ ജയിക്കുവാൻ ദൈവത്തിന് കൃപ പ്രാപിക്കണം. പട്ടിണി വരുമ്പോ, അനുഗ്രഹം വരുമ്പോ കണ്ണ് അനുഗ്രഹത്തോടെ പറഞ്ഞു. എത്ര ചാക്ക് നിങ്ങൾ അരി ഇറക്കിയാലും ഇതിനെക്കാട്ടിലും അരി കണ്ട നമ്മളാ അല്ലേ? ഇവിടെ നിങ്ങൾ ഒരു 10 ലോഡ് അരി കൊണ്ട് ഇറക്കിയാലും, 10 ലോഡ് ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ ഇറക്കിയാലും എൻ്റെ കണ്ണ് അങ്ങോട്ട് വരത്തില്ല. എൻ്റെ കണ്ണ് യേശുവിൻ്റെ അടുത്ത് തന്നെ ഇരിക്കും. അതിൻ്റെ കൂടെ പോകാൻ ആളല്ല സതീഷ്. ഹല്ലേലൂയ. അല്ല, അരിയിട്ട് പിടിക്കാം, വേറെ എന്തെങ്കിലും സൂത്രമായിട്ട് പിടിക്കാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഹല്ലേലൂയ. അതിൽ ഒരു കാര്യത്തിലും ഞാൻ വീണു പോകാൻ ആളല്ല. കാരണം ഇതെല്ലാം കണ്ടും കേട്ടും കയറി വന്ന ആളാണ്. ഹല്ലേലൂയ. അതെല്ലാം കണ്ടും കേട്ടും ഉണ്ടും ഉടുത്തും തിന്നും കയറി വന്ന ഒരു ദാരിദ്ര്യത്തിലൂടെ കയറി വന്നുകൊണ്ട് അറിയാം, അതിലോട്ട് വീഴുന്നു പോകുന്നതല്ല എൻ്റെ വിശ്വാസം. എനിക്കറിയാം, എന്നെ മാനിച്ചൊരു ദൈവത്തിൽ നിന്നാൽ, എന്നെ വിളിച്ച് വേദനിച്ച യോസേഫ് പറഞ്ഞു, എന്നെ കൊണ്ടുവന്ന മിസ്രൈമിൽ ദൈവമുണ്ട്. മറക്കരുത്. മിസ്രൈമിൽ ഒരു അധിപതിയാക്കി മാറ്റിയ ഒരു ദൈവത്തെ അധിപതിയാക്കിയിട്ടും യോസേഫ് മുറുകെ പിടിച്ചു. ദൈവത്തിന് മഹത്വം കൊടുത്ത് തന്നെ പോണം. ദൈവം നിങ്ങൾക്കൊരു അനുഗ്രഹം തരുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുത്ത് തന്നെ പോണം. ദൈവത്തെ നിന്ദിക്കരുത്. ഒരു നന്മ കിട്ടുമ്പോൾ ദൈവത്തെ മറക്കരുത്. ഒരു പദവിയിലോട്ട് വരുമ്പോൾ ദൈവത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. അനുഗ്രഹം വരുമ്പോൾ അനുഗ്രഹത്തിൻ്റെ കൂടെ ധാന്യത്തിലൂടെ പോകരുത്. ആമേ ഹല്ലേലൂയ. വിശ്വാസം ചോർന്ന് പോകരുത്. നിങ്ങൾ ആഹാരത്തിലൂടെ ആമേ പിശാച് വഞ്ചിക്കും. ഒരു പഴത്തിൻ്റെ പേര് പറഞ്ഞാണ് പിശാച് വഞ്ചിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ആഹാരത്തിൻ്റെ പേര് പറഞ്ഞ് പിശാചുകളെ വഞ്ചിക്കാൻ പദ്ധതി ഇടുമ്പോൾ, ഈ ചാക്കുകെട്ട് കാണുമ്പോഴും ഗോഡോണ് കാണുമ്പോഴും തല കറങ്ങി പോകരുത്. ഇവിടെ നിലവിളിച്ചു. കാര്യം എന്താണ്? യാക്കോബ് നിലവിളിച്ചു, പണം കൊടുക്കാതെ ധാന്യം കിട്ടിയത് കൊണ്ട് എൻ്റെ മക്കൾ ഏറ്റവും ഒരു ദ്രോഹം ചെയ്തു. അവർ പണം കൊടുത്ത് വാങ്ങാതെ ആ പണവും കൊണ്ടുവന്നു അവിടെയുള്ള ദ്രവ്യം അപകരിച്ചു എന്നുള്ള ബോധം ആർക്കുണ്ടായി? യാക്കോബിനുണ്ടായി. അതുകൊണ്ടാണ് ഭയപ്പെട്ടത്. നിങ്ങൾ യഥാർത്ഥ കൂലി കൊടുത്ത് വാങ്ങിയിരുന്നെങ്കിൽ ഭയപ്പെടത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, എനിക്കെല്ലാം പ്രതികൂലം തന്നെ, എല്ലാ പ്രതികൂലം തന്നെ. എന്നാൽ ക്ഷാമം ഓരോ ദിവസവും
അതികഠിനമായി ഉണ്ടിരുന്നു. 43 എന്നാൽ ക്ഷാമം അതികഠിനമായി തീർന്നു. അവർ മിസ്രൈമിൽ നിന്നും കൊണ്ടുവന്ന ധാന്യം തീർന്നു. എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടുതരുമ്പോൾ ജീവിതകാലം മുഴുവൻ തിന്നാന്നുള്ള തോന്നൽ വേണ്ട. ഇനി ജോലിക്കൊന്നും പോകണ്ട. ഇനി എടുത്തു വെച്ച് ഫോൺ വിളിക്കുകയാണ്, ഹലോ ഹലോ, ഞാൻ ഇനി ജോലിക്കൊന്നും വരുന്നില്ല, നിർത്തി, താങ്ക് യു. കുറേ ദിവസം വിളിക്കും, ഞാൻ വരട്ടോ, ഇവിടെ വേറെ ആളെടുത്തു. എന്തെങ്കിലും കാണുമ്പോൾ മനസ്സിൽ തീരുമാനം വെച്ചിട്ടിരിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയാൽ അപ്പോഴും ഞാൻ നിർത്തും. ദൈവം അപ്പോഴും തുടങ്ങും. നീ നിർത്തുമെങ്കിൽ ദൈവം അത്ര അവിടെ തുടങ്ങാൻ അറിയാം. അതുകൊണ്ട് എന്തെങ്കിലും ചാക്ക് കെട്ട് കാണുമ്പോൾ, പ്രത്യേകിച്ചും ഒരു ചാക്ക് ഉപ്പ് കാണുമ്പോൾ വീണ് പോകരുത്. ജീവിതകാലം മുഴുവനും കലക്കി കുടിക്കാനുള്ള ഉപ്പല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ അങ്ങോട്ടൊന്നും പറയുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കെന്നെ ഊഹിച്ചെടുത്തോ. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഗസ്റ്റ് കൊണ്ട് വരുമ്പോൾ ഇതൊന്ന് തിന്ന് തീർത്ത് ഇനി ജോലി രാജിവെച്ചിട്ട് വീട്ടിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ നിന്റെ തോന്നല അല്ലേ? ക്ഷാമം അതികഠിനമായിരുന്നു. കൊണ്ടുവന്നതെല്ലാം തീർന്നു. അവർ കൊണ്ടുവന്നതെല്ലാം തീർന്നു. എല്ലാം തീർന്നുവെങ്കിൽ എല്ലാം തീർന്നു. എല്ലാം തുടച്ചു വരെ എടുത്ത് ചാക്ക് തട്ടി മൊത്തം ഇളച്ചു വരെ കഴിച്ച്. ആ ഒരു അവസരം വരും. ഒരു നന്മ തിന്നിട്ട് കലം കമത്തണ ദിവസം വരും. അന്നിരുന്നുകൊണ്ട് പപ്പ നടിക്കരുത്. മനസ്സിലായോ? തരുന്നതിനെ സ്തോത്രം പരിസ്ഥീകരിക്കുക. അതിലോട്ട് മയങ്ങി പോകരുത്. നിന്റെ കണ്ണ് അതിൽ മയങ്ങി പോകാതെ കണ്ണ് എപ്പോഴും പർവ്വതത്തിലായിരിക്കണം. എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എൻ്റെ യഹോവയിൽ നിന്ന് വരുന്നുണ്ട്. ഒരു ചാക്ക് അരി കിട്ടിയിരുന്നെങ്കിൽ നാളെ ജോലിക്ക് പോകില്ലായിരുന്നു എന്നും പറഞ്ഞിരിക്കുന്നവരുണ്ട്. ഒരു ചാക്ക് അരിയും ഒരു ചാക്ക് തേങ്ങയും ഒരു ചാക്ക് സവാളയും വിചാരിക്കല് സ്വർഗത്തിലെ ദൈവം ഉണ്ടെങ്കിലേ നിനക്ക് പറ്റുള്ളൂ. ഒരു അനുഗ്രഹം കിട്ടിയപ്പോൾ ഇനി എല്ലാം കിട്ടി, ഇനി വീട്ടിൽ ഇരുന്ന് തിന്നാന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പറയണ്ട. ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത ആഴ്ച വരണ്ട, ഇനി നമുക്ക് വീട്ടിലിരിക്കാം എന്ന് പറഞ്ഞിരിക്കരുത്. അനുഗ്രഹത്തിൻ്റെ പുറകെ നിന്ന് പോയാൽ, കിട്ടിയ അനുഗ്രഹത്തിൻ്റെ ബാക്കിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത് അതിനെക്കാട്ടി 8ന്റെ പണി വീണ്ടും വരുന്നുണ്ട്. ആമേ, വന്നതിനെക്കാട്ടിലും 8 അല്ല 18ന്റെ പണി അടുത്ത് വരുന്നുണ്ട്. മറന്നു പോകരുത്, വചനം പറയുന്നുണ്ട്. എന്തെങ്കിലും കണ്ട് അതിമറന്നു പോകണമെങ്കിൽ, എന്തെങ്കിലും കണ്ട് അതിമറന്നു പോകണമെങ്കിൽ പിന്നെ കയറി വരാൻ ഇത്തിരി പാടാണ്. ഇതൊന്നും കണ്ടൊന്നും വീണ് പോകരുത്. ചില ചാക്കിലും കുട്ടയിലൊക്കെ വന്ന കണ്ടാൽ മറന്നു പോകരുത്. ദൈവം തരുന്നത് അനുഗ്രഹത്തെ ബ്ലെസ് ചെയ്ത് സ്വീകരിച്ചോ, പക്ഷെ അതിലോട്ട് വീണ് പോകരുത്. അനുഗ്രഹത്തിലേക്ക്, ഈ ലോകത്തിൻ്റെ ഭൗതികത്തിലേക്ക് മാത്രം വീണ് പോകരുത്. ചിലർ ആഹാരം കൊടുക്കുമ്പോൾ, വയറുവീക്ക കൊടുക്കുമ്പോൾ മനസ്സിനകത്ത് കിടന്ന എല്ലാം ഇഞ്ഞ് വരും. അപ്പോഴാണ് ഇഞ്ഞ് വരുന്നത്. ഭക്ഷണം കൊടുത്തിട്ട് ചിലർ മദ്യപിക്കാൻ കൊണ്ടുപോകും. ചിലവരെ കൊണ്ടുപോയിട്ട് സ്വന്തം ഭാര്യയുടെ കാര്യങ്ങൾ വരെ പറഞ്ഞു കൊടുക്കും. ഈ മദ്യപരുടെ കുഴപ്പം അതാണ്. മദ്യവെച്ചിട്ട് കൂട്ടുകാരുടെ സകലതും പറഞ്ഞു കൊടുക്കും. ചില അണ്ണന്മാരുണ്ട്, ആഹാരം കൊടുത്തിട്ട് എന്തുണ്ട് കാര്യം, പിന്നെ അവസാനം വരെ വള്ളിയോട്ട് പുള്ളി വരെ അങ്ങ് പറയും. അന്ന സൂക്ഷിച്ച് ജീവിതകാലം മുഴുവൻ തന്നെ തീറ്റൂല. ഈ കൊണ്ടുവന്നിരിക്കുന്നവർക്ക് ജീവിതകാലം മുഴുവൻ തിന്നാനല്ല, ചാക്ക് കണക്കിന് കുത്തി നിറച്ച് തന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ 7 സംവത്സരം തിന്നാനല്ല. നീ കൊണ്ടുവന്ന ചാക്കിനൊരു പരിധിയുണ്ട്. നീ എടുത്ത ചാക്കിനൊരു പരിധിയുണ്ട് കുഞ്ഞേ. നീ എടുത്ത ചാക്കിനൊരു പരിധിയുണ്ട്. അല്ല, നിങ്ങൾ അമ്മേരെ വയറ്റിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ലോഡ് അരി നിങ്ങൾ വീട്ടിലെടുത്ത് വെച്ചേക്കോ? ബൈബിൾ പഠിപ്പിക്കുക, അന്നുള്ള ആഹാരം നാളെ എന്ത് തിന്നണമെന്നും ഇന്നെന്ത് തിന്നണമെന്ന് സ്വർഗം നിശ്ചയിച്ചിട്ടുണ്ട്. നീ എവിടെ നിന്ന് കുടിക്കണമെന്നും എവിടെ നിന്ന് കഴിക്കണമെന്നും സ്വർഗത്തിലെ ദൈവം നിശ്ചയിച്ചതേ നടക്കത്തുള്ളൂ. അല്ല, നിങ്ങളുടെ കുഞ്ഞിന് ജീവിതകാലം മുഴുവൻ തിന്നാൻ വേണ്ടി നിങ്ങളുടെ നന്മയെടുത്ത് ഗോഡൗണിൽ നിങ്ങൾ ഉള്ള എത്രയും സാധനം വാങ്ങിച്ച് വെച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടം ചോക്ലേറ്റാണ്, 1 ലോഡ് ചോക്ലേറ്റ് വാങ്ങിച്ച് സൂക്ഷിച്ച് വെച്ചോ, എത്ര ദിവസം വെച്ചേക്കാൻ പറ്റും? അത് കഴിയുമ്പോൾ ക്രമിക്കും, ചീത്തയാകും, അത് വീണ്ടും വേറെ അസുഖമായിട്ട് മാറും. അപ്പോൾ മിസ്രൈമിൽ കൊണ്ടുവന്ന ധാന്യം ഒരു കാര്യം പറയാണ്, താൽക്കാലികമാണ്. നിനക്കിപ്പം മിസ്രൈമിൽ നിന്ന് കിട്ടിയ ധാന്യം
താൽക്കാലികമാണ്. എന്തെങ്കിലും അനുഗ്രഹം കിട്ടുമ്പോൾ മനസ്സിലാക്കണം, അടുത്ത സ്റ്റെപ്പിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ അനുഗ്രഹം കൊണ്ട് അങ്ങ് പോകരുത്. ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ ഇതോടെ തീർന്നെന്ന് പറഞ്ഞിരിക്കരുത്. അടുത്ത സ്റ്റെപ്പിലേക്ക് നീ കയറണം, അടുത്ത സ്റ്റെപ്പിലേക്ക് കാല് വയ്ക്കണം. കാര്യം പ്രശ്നം അത് കഠിനമാണ്, കഷ്ടത അത് കഠിനമാണ്. അതാ വരുന്നത്, വീണ്ടും ക്ഷാമം കടുക്കുന്നുണ്ട്, പ്രതികൂല കടുക്കുന്നുണ്ട്. കരം അടിച്ച് ദൈവത്തിന് മഹത്വം കൊണ്ട് ആമേ. പ്രശ്നം കൂടുതൽ കൂടുതൽ വഷളാകുന്നുണ്ട്. ദിവസം കഴിയും തോറും കൈവിട്ടു പോകുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രശ്നങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന ക്ഷാമം എന്ന് പറയുമ്പോ ചെറിയൊരു ക്ഷാമമല്ല, വലിയൊരു ക്ഷാമം. അത് നിങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. ആമേ, നിങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെ അതറിയാതെ, കഷ്ടപ്പാടൊന്നും അറിയാതെയൊക്കെ നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത് കൊണ്ടും നിങ്ങളുടെ മക്കളെ വളർത്തിയത് കൊണ്ട് നിങ്ങൾക്കറിയാം. പ്രൈസ് ദി, ഹല്ലേലൂയ. ഇന്നത്തെ തലമുറയ്ക്ക് കഷ്ടപ്പാട് എന്താണെന്നും അല്ലേ, ദാരിദ്ര്യം എന്താണെന്നും പട്ടിണി എന്താണെന്ന് തിരിച്ചറിയില്ല. മക്കൾ വിശക്കുന്ന മുമ്പ് ആ വായിൽ എന്താണ് ഉരുട്ടി അങ്ങ് ഇറക്കി കൊടുക്കും. പകുതി തിന്നും പകുതി അങ്ങ് തുപ്പും. ഹല്ലേലൂയ. അവർ കഷ്ടപ്പാട് അങ്ങനെ അറിയച്ചില്ല. വല്ലപ്പോഴേക്കും അപ്പൻ്റെ അമ്മയുടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ വന്ന വഴികളൊന്ന് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ കഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കുന്ന അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ബാത്റൂം കഴുകാൻ പോകുന്നതും ആമേ കിച്ചൺ പണി ചെയ്യുന്നതും ആമേ മറ്റുള്ള വീട്ടുജോലി ചെയ്യുന്നതും ആമേ മറ്റുള്ള ചെറിയ എല്ലാ ജോലിയെക്കുറിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് നിങ്ങളുടെ തലമുറയെക്കുറിച്ച് പറഞ്ഞ മക്കളെ, ഞാൻ ഇങ്ങനെയൊക്കെടാ കഷ്ടപ്പെടുന്നത്, ഞാൻ ഇങ്ങനെടാ അധ്വാനിക്കുന്നത്, മറ്റുള്ളവരെ തലകുനിച്ച് ആമേ സമയം അന്ത്യത്തോടെ പണിയെടുത്ത്, എന്നാൽ അത്രത്തോളം വേദന നടുവില ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. എടാ, ഒന്ന് സ്തോത്രം പറ, ഒന്ന് സ്തുതിച്ച് പറ. ഞാൻ നിങ്ങളെ പോറ്റിയ വിധങ്ങൾ ഒരുപാട് കഷ്ടതയിലൂടെയാണെന്ന് ഇന്നത്തെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. മറക്കാതെ പോകരുത്. ആ കഷ്ടതയെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും പട്ടിണിയെക്കുറിച്ചും ആമേ. ഒരു സമയത്ത് പണ്ട് കാലങ്ങളിൽ ഭയങ്കര ദാരിദ്ര്യമാണ്. അന്നത്തിന് വിലയുള്ള സമയം, അന്നത്തിന് വിലയുള്ള സമയം. അന്ന് ഒരു കപ്പ കിട്ടി, അന്ന് കപ്പയാണ് കൂടുതൽ. സിറ്റിയിൽ കൂടുതൽ അറിയില്ല, നാട്ടുപ്രസിഡം കപ്പയാണ്. കപ്പ നല്ലപോലെ പോയി കപ്പ എടുക്കുമ്പോൾ നേരെയുള്ള കറുത്ത തൊലി, കരിന്തൊലി മാത്രമേ കളയാറുള്ളൂ. എൻ്റെ അമ്മ ചെയ്യുമ്പോൾ കരിന്തൊലി മാത്രം കളഞ്ഞിട്ട് ആ തൊലി വെച്ചരിയും. മനസ്സിലാവുന്നുണ്ടോ? കപ്പേരെ തൊലി വരെ തിന്നവനാ. ആദ്യത്തെ കരിന്തൊലി അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ആ തൊലി വെച്ചരിയും. അത്ര ദാരിദ്ര്യത്തില ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഇത് ശരിയാണെന്നാ ചോദിക്കണം. ശരി തന്നെ. അടുത്തത് ചോദിക്കണം, സാർ ഇങ്ങനെയൊക്കെ തിന്നുക വന്നത്? അമ്മ നല്ലപോലെ അമ്മ വേവിച്ച് ഉപ്പും തളിച്ച് വെളിച്ചെണ്ണ തളിച്ചാനും തിന്നടാ തിന്നടാന്ന് പറയും. വിശപ്പുള്ള സമയത്ത് കണ്ണിൽ കൂടെ പൊന്നീച്ച പറന്നു കഴിഞ്ഞാൽ കപ്പയെന്നില്ല, കപ്പയ്ക്കെന്നില്ല, പച്ചയെന്നില്ല, വേവുന്നില്ല. തിന്ന അനുഭവത്തിലേക്ക് കയറി വന്ന അനുഭവത്തിൽ പറയാം, ദാരിദ്ര്യവും പട്ടിണിയും നല്ലപോലെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ക്ഷാമം ഇത്രത്തോളം കഠിനമായിട്ടില്ല. നമ്മളൊക്കെ കഷ്ടതയിലൂടെ കടന്നു വന്നവരാ. ദൈവമക്കളെ, ദാരിദ്ര്യം എത്ര അടുത്ത് മുമ്പിൽ ജോലിക്ക് വേണ്ടി കൈ നീട്ടിയിട്ടുണ്ട്. ഞാൻ എത്രയോ സ്ഥലത്ത് ജോലിക്ക് വേണ്ടി കൈ നീട്ടിയിട്ടുണ്ട്. ഒരു ജോലിക്ക് വേണ്ടി ഇന്ന് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ ദൈവം കൃപ തരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ വാതിൽ മുട്ടിയിട്ടുണ്ട്. വിദേശ രാജ്യത്ത് വരെ പോകാൻ വേണ്ടി 3 മെഡിക്കൽ വരെ കഴിഞ്ഞു. എൻ്റെ കുടുംബത്തിൻ്റെ പ്രമാണം എടുത്തു കൊടുത്തു, ട്രാവൽസിൽ കൊടുത്തു. 3 മെഡിക്കലും കഴിഞ്ഞു. സ്വർഗത്തിലെ ദൈവം വിചാരിച്ചെന്നെ കൊണ്ടുപോയില്ല. അതുവരെ ജീവിക്കാൻ വേണ്ടി, ഈ വിളപ്പിശാല വേസ്റ്റ് വാരാൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം ഇറങ്ങിക്കയറി ജീവിക്കണം. വിളപ്പിശാലത്തെ നമ്മുടെ കോർപ്പറേഷനിലെ വേസ്റ്റ് വാരാൻ വേണ്ടി വിളപ്പിശാല ജൈവവള കമ്പനിയിൽ ഒന്നല്ല ഒരുപാട് ദിവസം ഇറങ്ങിക്കയറി. എനിക്ക് ആ ജോലി വേണം, ഞാൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു. നാറ്റം വന്നാലും കുഴപ്പമില്ല, എനിക്ക് നാറ്റം വന്നാലും കയ്യിൽ അണുക്കൾ വന്നാലും പ്രശ്നമില്ല, ജീവിക്കണം. ഒരു ദാരിദ്ര്യം. പക്ഷെ എൻ്റെ ദൈവം എന്നെ കൊണ്ട് തൊടാൻ താമസിച്ചില്ല. ഞാൻ മനസ്സ് വെച്ചാലും, ഞാൻ ചെയ്യാൻ മനസ്സ് വെച്ചാലും, അതുപോലെ 4 മാതാ കമ്പനിയിൽ കോഴി വെട്ടാൻ വേണ്ടി എന്നെ കൊണ്ടുപോയൊരു സുഹൃത്ത്, ഞാൻ സമ്മതിച്ചു. ഒരു കോഴി വെട്ടി കൊടുക്കണതിന് 2 രൂപ. ഇപ്പോഴല്ല,
ഇവിടെ വരുന്നുമ്പേ ഇപ്പോഴത്തെ കാര്യമല്ല, 10-20 വർഷത്തിനുമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കോഴി വെട്ടാൻ വേണ്ടി ചെന്നപ്പോൾ 2 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞ് സമ്മതിച്ചു. ഞാൻ പോവാന്നെല്ലാം റെഡിയായി എല്ലാം സമ്മതിച്ചു. 2 രൂപ വെച്ച് തരാം. 10 കോഴി വെട്ടിക്കഴിഞ്ഞാൽ ഇത്ര 100 രൂപ കിട്ടും അല്ലേ? നമുക്ക് കോഴി വരുന്നതനുസരിച്ച്. പക്ഷേ കോഴി വെട്ടാനൊക്കെ ഇത്തിരി അറപ്പാണ്, ശീലവുമില്ല, എക്സ്പീരിയൻസും ഇല്ല. പക്ഷെ അതിനും വേണ്ടി തയ്യാറായി. ദൈവനെ വിട്ടില്ല, അതിനും തയ്യാറായി. എന്തോ സാഹചര്യത്തിൽ എനിക്ക് പോകാൻ പറ്റാതെയായി. എവിടെയൊക്കെ ഏതെല്ലാം വാതിലുകൾ ഞാൻ മുട്ടിയിട്ടുണ്ടോ, എനിക്ക് പല വാതിൽ തുറന്നു നിന്നിട്ടുണ്ട്. ഞാൻ എവിടെയൊക്കെ വാതിൽ മുട്ടി, ഏത് ജോലി ചെയ്യാൻ വേണ്ടിയാണോ വാതിൽ അങ്ങനെ മുട്ടിയിട്ടുണ്ടോ, ദൈവം എനിക്ക് തുറന്നു നിന്നിട്ടുണ്ട്. താഴ്ന്ന ജോലി മുതൽ ഉയർന്ന ജോലി വരെ അനുഗ്രഹിക്കപ്പെട്ട ഭയങ്കര ഡിപ്പാർട്ട്മെന്റ് ജോലി എന്നല്ല, ഏത് ജോലി ചെയ്യാൻ മനസ്സുള്ളത് കൊണ്ടും ഏത് ജോലി ചെയ്യാനും എനിക്കൊരു മനസ്സുള്ളത് കൊണ്ട് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് സത്യസന്ധതയായിട്ട് ശമ്പളം നോക്കാതെ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം നിന്നെ ഉയർത്തും കുഞ്ഞേ, ദൈവം നിന്നെ ഉയർത്തും കുഞ്ഞേ. നീ ശമ്പളം നോക്കാതെ ചെയ്യുന്ന ജോലി ആത്മാർത്ഥതയോടെ ചെയ്യുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. നീ ആത്മാർത്ഥതയോടെ ആ കഷ്ടതയോടെ കൈയെടുക്കുന്നുണ്ടെങ്കിൽ ഒരു ദാരിദ്ര്യം അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു ദാരിദ്ര്യം വന്നാലും ഒരു സമൃദ്ധി വന്നാലും എനിക്കൊരു വിഷയമില്ല. ആമേ ഹല്ലേലൂയ. ഒരു ബുദ്ധിമുട്ട് വന്നാലും ഞങ്ങൾക്ക് ജീവിക്കാൻ അറിയാം, ഒരു പ്രയാസം വന്നാലും എനിക്ക് ജീവിക്കാൻ അറിയാം. പക്ഷേ സമൃദ്ധിയിൽ ഭയങ്കര ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ പറയും ഇനി ജീവിക്കേണ്ട, അയ്യോ ഇവിടം വിട്ടുപോകാം, നമുക്ക് നാട് വിട്ടുപോകാം, മരിക്കാം എന്ന് പറയത്തില്ല. ആമേ. കാര്യം എന്താണ്? ദൈവം കഷ്ടതയിലൂടെ കൊണ്ടുവന്നത് കൊണ്ട്, ഒരു ബുദ്ധിമുട്ട് പ്രയാസത്തിൽ കൊണ്ടുവന്നത് കൊണ്ട്, ആമേ ആമേ അതുകൊണ്ട് ഇതുവരെയും കൊണ്ടുവന്നറിയാം. യാതൊരു പ്രതിസന്ധിയെ ജയിക്കുവാൻ ആമേ അറിയാം. മറന്നു പോകരുത്. യാതൊരു കഷ്ടതയെ ജയിക്കുവാൻ, ഏത് ദാരിദ്ര്യത്തെ ജയിക്കുവാൻ ദൈവത്തിന് കൃപ പ്രാപിക്കണം. പട്ടിണി വരുമ്പോ, അനുഗ്രഹം വരുമ്പോ കണ്ണ് അനുഗ്രഹത്തോടെ പറഞ്ഞു. എത്ര ചാക്ക് അരി ഇറക്കിയാലും ഇതിനെക്കാട്ടിലും അരി കണ്ട നമ്മളാ അല്ലേ? ഇവിടെ നിങ്ങൾ ഒരു 10 ലോഡ് അരി കൊണ്ട് ഇറക്കിയാലും, 10 ലോഡ് ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ ഇറക്കിയാലും എൻ്റെ കണ്ണ് അങ്ങോട്ട് വരത്തില്ല. എൻ്റെ കണ്ണ് യേശുവിൻ്റെ അടുത്ത് തന്നെ ഇരിക്കും. അതിൻ്റെ കൂടെ പോകാൻ ആളല്ല സതീഷ്. ഹല്ലേലൂയ. അല്ല, അരിയിട്ട് പിടിക്കാം, വേറെ എന്തെങ്കിലും സൂത്രമായിട്ട് പിടിക്കാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഹല്ലേലൂയ. അതിൽ ഒരു കാര്യത്തിലും ഞാൻ വീണു പോകാൻ ആളല്ല. കാരണം ഇതെല്ലാം കണ്ടും കേട്ടും കയറി വന്ന ആളാണ്. ഹല്ലേലൂയ. അതെല്ലാം കണ്ടും കേട്ടും ഉണ്ടും ഉടുത്തും തിന്നും കയറി വന്ന ഒരു ദാരിദ്ര്യത്തിലൂടെ കയറി വന്നുകൊണ്ട് അറിയാം, അതിലോട്ട് വീഴുന്നു പോകുന്നതല്ല എൻ്റെ വിശ്വാസം. എനിക്കറിയാം, എന്നെ മാനിച്ചൊരു ദൈവത്തിൽ നിന്നാൾ, എന്നെ വിളിച്ച് വേദനിച്ച യോസേഫ് പറഞ്ഞു, എന്നെ കൊണ്ടുവന്ന മിസ്രൈമിൽ ദൈവമുണ്ട്. മറക്കരുത്, മിസ്രൈമിൽ ഒരു അധിപതിയാക്കി മാറ്റിയ ഒരു ദൈവത്തെ അധിപതിയാക്കിയിട്ടും യോസേഫ് മുറുകെ പിടിച്ചു. ദൈവത്തിന് മഹത്വം കൊടുത്ത് തന്നെ പോണം. ദൈവം നിങ്ങൾക്കൊരു അനുഗ്രഹം തരുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുത്ത് തന്നെ പോണം. ദൈവത്തെ നിന്ദിക്കരുത്. ഒരു നന്മ കിട്ടുമ്പോൾ ദൈവത്തെ മറക്കരുത്. ഒരു പദവിയിലോട്ട് വരുമ്പോൾ ദൈവത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. അനുഗ്രഹം വരുമ്പോൾ അനുഗ്രഹത്തിൻ്റെ കൂടെ ധാന്യത്തിലൂടെ പോകരുത്. ആമേ ഹല്ലേലൂയ. വിശ്വാസം ചോർന്ന് പോകരുത്. നിങ്ങൾ ആഹാരത്തിലൂടെ ആമേ പിശാച് വഞ്ചിക്കും. ഒരു പഴത്തിൻ്റെ പേര് പറഞ്ഞാണ് പിശാച് വഞ്ചിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ആഹാരത്തിൻ്റെ പേര് പറഞ്ഞ് പിശാചുകളെ വഞ്ചിക്കാൻ പദ്ധതി ഇടുമ്പോൾ ഈ ചാക്കുകെട്ട് കാണുമ്പോഴും ഗോഡോണ് കാണുമ്പോഴും തല കറങ്ങി പോകരുത്. ഇവിടെ നിലവിളിച്ചു. കാര്യം എന്താണ്? യാക്കോബ് നിലവിളിച്ചു, പണം കൊടുക്കാതെ ധാന്യം കിട്ടിയത് കൊണ്ട് എൻ്റെ മക്കൾ ഏറ്റവും ആമേ ഒരു ദ്രോഹം ചെയ്തു. അവർ പണം കൊടുത്ത് വാങ്ങാതെ ആ പണവും കൊണ്ടുവന്നു അവിടെയുള്ള ദ്രവ്യം അപകരിച്ചു എന്നുള്ള ബോധം ആർക്കുണ്ടായി? യാക്കോബിനുണ്ടായി. അതുകൊണ്ടാണ് ഭയപ്പെട്ടത്. നിങ്ങൾ യഥാർത്ഥ കൂലി കൊടുത്ത് വാങ്ങിയിരുന്നെങ്കിൽ ഭയപ്പെടത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, എനിക്കെല്ലാം പ്രതികൂലം തന്നെ, എല്ലാം പ്രതികൂലം തന്നെ. എന്നാൽ ക്ഷാമം ഓരോ ദിവസവും അതികഠിനമായി ഉണ്ടായിരുന്നു. 43 എന്നാൽ ക്ഷാമം അതികഠിനമായി തീർന്നു. അവർ മിസ്രൈമിൽ നിന്നും കൊണ്ടുവന്ന ധാന്യം തീർന്നു. എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടുതരുമ്പോൾ ജീവിതകാലം മുഴുവൻ തിന്നാന്നുള്ള തോന്നൽ വേണ്ട. ഇനി ജോലിക്കൊന്നും പോകണ്ട. ഇനി എടുത്തു വെച്ച് ഫോൺ വിളിക്കുകയാണ്, ഹലോ ഹലോ, ഞാൻ ഇനി ജോലിക്കൊന്നും വരുന്നില്ല, നിർത്തി.
താങ്ക് യു. കുറേ ദിവസം വിളിക്കും, ഞാൻ വരട്ടോ, ഇവിടെ വേറെ ആളെടുത്തു. എന്തെങ്കിലും കാണുമ്പോൾ മനസ്സിൽ തീരുമാനം വെച്ചിട്ടിരിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയാൽ അപ്പോഴും ഞാൻ നിർത്തും. ദൈവം അപ്പോഴും തുടങ്ങും. നീ നിർത്തുമെങ്കിൽ ദൈവം അത്ര അവിടെ തുടങ്ങാൻ അറിയാം. അതുകൊണ്ട് എന്തെങ്കിലും ചാക്ക് കെട്ട് കാണുമ്പോഴ്, പ്രത്യേകിച്ചും ഒരു ചാക്ക് ഉപ്പ് കാണുമ്പോൾ വീണ് പോകരുത്. ജീവിതകാലം മുഴുവനും കലക്കി കുടിക്കാനുള്ള ഉപ്പല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ അങ്ങോട്ടൊന്നും പറയുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കെന്നെ ഊഹിച്ചെടുത്തോ. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഗസ്റ്റ് കൊണ്ട് വരുമ്പോൾ ഇതൊന്ന് തിന്ന് തീർത്ത് ഇനി ജോലി രാജിവെച്ചിട്ട് വീട്ടിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ നിന്റെ തോന്നല അല്ലേ? ക്ഷാമം അതികഠിനമായിരുന്നു. കൊണ്ടുവന്നതെല്ലാം തീർന്നു. അവർ കൊണ്ടുവന്നതെല്ലാം തീർന്നു. എല്ലാം തീർന്നുവെങ്കിൽ എല്ലാം തീർന്നു. എല്ലാം തുടച്ചു വരെ എടുത്ത് ചാക്ക് തട്ടി മൊത്തം ഇളച്ചു വരെ കഴിച്ച്. ആ ഒരു അവസരം വരും. ഒരു നന്മ തിന്നിട്ട് കലം കമത്തണ ദിവസം വരും. അന്നിരുന്നുകൊണ്ട് പപ്പ നടിക്കരുത്. മനസ്സിലായോ? തരുന്നതിനെ സ്തോത്രം പരിശീകരിക്കുക. അതിലോട്ട് മയങ്ങി പോകരുത്. നിന്റെ കണ്ണ് അതിൽ മയങ്ങി പോകാതെ കണ്ണ് എപ്പോഴും പർവ്വതത്തിലായിരിക്കണം. എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എൻ്റെ യഹോവയിൽ നിന്ന് വരുന്നുണ്ട്. ഒരു ചാക്ക് അരി കിട്ടിയിരുന്നെങ്കിൽ നാളെ ജോലിക്ക് പോകില്ലായിരുന്നു എന്നും പറഞ്ഞിരിക്കുന്നവരുണ്ട്. ഒരു ചാക്ക് അരിയും ഒരു ചാക്ക് തേങ്ങയും ഒരു ചാക്ക് സവാളയും ഒരു ചാക്ക് എന്തോ പറഞ്ഞല്ലോ ഇവിടെ, ഉരുളക്കിഴങ്ങെന്ന് അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഒരു ചാക്ക് ഉരുളക്കിഴങ്ങും ഒരു ചാക്ക് തക്കാളിയും അല്ലേ? ഇതെല്ലാം കിട്ടി നമുക്കിത് പോകണ്ടായിരുന്നു. എല്ലാവരും മനസ്സിലുണ്ട്, ചാക്കണങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ രാവിലെ ഒന്ന് വിളിച്ച് ഓടണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ ഒരു പരിധിയുണ്ട് ദൈവമക്കളെ. ഞാൻ ഇതൊക്കെ പറഞ്ഞാലും ഭക്ഷിക്കുന്ന കാര്യം തന്നെയാണ്. നമുക്ക് സൂക്ഷിക്കാൻ ഒരു പരിധിയുണ്ട്. ദൈവം ഓരോ മാസത്തും നമുക്ക് വിളവ് തരണതുകൊണ്ടാണ് നമ്മൾ ഭക്ഷിക്കണത് അല്ലേ? നമ്മുടെ നന്മകൾ ഓരോ ദേശത്തു നിന്ന് മഴ കൊടുക്കുന്നതുകൊണ്ടാണ് ആന്ധ്രയിലൊക്കെ മഴ പെയ്യേണ്ട അവിടെയൊക്കെ കഴിക്കണത്, തമിഴ്നാട്ടിലൊക്കെ മഴ പെയ്യേണ്ട വിളവുകളുള്ളത്. നമ്മൾ കൃഷി ചെയ്തതിൽ നമ്മളെ നന്മയുണ്ട്, പണമുണ്ട്, നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത്. അപ്പോൾ നമുക്കൊരു അനുഗ്രഹം വരുമ്പോൾ ജീവിതകാലമല്ല, അല്പകാലം മാത്രം. ഒരു അനുഗ്രഹം വരുമ്പോൾ നന്മ പൗദ്യത്തിൽ വരുമ്പോൾ അല്പകാലം. പക്ഷെ കൊണ്ടുവന്ന എല്ലാം തീർന്നു. രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു 43:2, അവർ മിസ്രയീമിൽ നിന്നും കൊണ്ടുവന്ന ധാന്യമെല്ലാം തിന്ന് തീർന്നപ്പോൾ മനസ്സിലാക്കണം, തിന്ന് തീരുന്നൊരു ദിവസമുണ്ട്. കൊണ്ടുവന്ന എല്ലാം തിന്ന് തീർന്നൊരു ദിവസമുണ്ട്. ഇപ്പം കുഴപ്പമില്ലെന്ന് വിചാരിക്കും, വീണ്ടും വരുമെന്ന് വിചാരിക്കും. തീരുന്നതനുസരിച്ച് ഇറക്കിത്തരാമെന്ന് പറയും. നീ തീരുന്നതനുസരിച്ച് നിനക്ക് ഇറക്കിത്തരാമെന്ന് ഇരിക്കും. പക്ഷെ സ്വർഗം കൂടെ വിചാരിക്കണം. ഇറങ്ങണോ ഇറങ്ങണ്ടേന്ന്, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണമെന്ന് ആര് വിചാരിക്കണം? സ്വർഗത്തിലെ ദൈവം വിചാരിക്കണം. അപ്പോൾ പറയുന്നു, അവർ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യമെല്ലാം തിന്നു തീർത്തു. തിന്നാണ് തീർത്തത്. തിന്നേണ്ടത് തിന്ന് തന്നെ തീർക്കണം, കളയരുത്. തിന്നേണ്ടത് തിന്ന് തന്നെ തീർക്കണം. അനുഗ്രഹം തന്നെ പെടണം. പ്രാപിക്കേണ്ടത് തന്നെ പ്രാപിക്കണം. അനുഗ്രഹം പിടിച്ചെടുക്കണം. തിന്നേണ്ടത് തിന്ന് തന്നെ തീർക്കണം. അത് കളഞ്ഞ് തീർക്കരുത്. നിന്റെ അനുഗ്രഹം കളഞ്ഞു കുളിക്കരുത്. തരേണ്ട നന്മ, ദൈവം തരുന്ന ഓരോ നന്മയും അനുഭവിക്കേണ്ട രീതി തന്നെ, അനുഭവിക്കേണ്ട പ്രായത്തിൽ തന്നെ അനുഭവിക്കണം. ഹല്ലേലൂയ. നന്മ പ്രാപിക്കേണ്ട സമയത്ത് നന്മ പ്രാപിക്കണം. ഇതാ തിന്ന് തീർത്തു. അവർ വേസ്റ്റ് ആക്കിയില്ല. തിന്നു തീർത്തപ്പോൾ അപ്പോൾ അവരുടെ അപ്പൻ അവരോട്, നിങ്ങൾ ഇനിയും അപ്പം തിന്നപ്പോ എന്നാൽ എല്ലാം പ്രതികൂലം എന്ന് പറഞ്ഞിട്ട് തിന്നു. എല്ലാം തിന്നു. ചില മാസങ്ങളെല്ലാം കഴിച്ചു. കുഴപ്പമില്ല, വിശപ്പൊക്കെ അടങ്ങി. വീണ്ടും വയറ് വിശക്കുന്നു. കുറച്ച് വേവിച്ചുകൊണ്ട് വാ, സാധനമില്ല, ഇനി ചാക്ക് മാത്രമേ വേവിക്കാനുള്ളൂ. ഇനി വേവിക്കാൻ ചാക്ക് മാത്രമേ പുഴുങ്ങി തിന്നാനുള്ളൂ. വീണ്ടും സാധനം തിന്നുകൊണ്ടേ ഇരുന്നപ്പോൾ സാധനം തീർന്ന കാര്യം അറിഞ്ഞില്ല. നമ്മൾ തിന്നുകൊണ്ടിരുന്നപ്പോൾ വല്ലപ്പോഴും കലത്തിലൊക്കെ നോക്കിക്കോണ്ട സഹോദരിമാരെ, സാധനം തീരുന്നുണ്ടോ. തീർന്ന സമയത്ത് വിളിച്ച് പറയില്ലേ, അത് തീർന്നുമ്പോ ഇത് തീർന്നെന്ന് ഞാൻ അഡ്വാൻസാര് പറയാണ്. തീർന്നുമ്പോ പറയണം, നേരത്തെ കൂടി പറയണം, ഇതാ തീരാറായിട്ടുണ്ട്. അപ്പോൾ തീർന്നപ്പോൾ അവരുടെ അപ്പൻ യാക്കോബ് അവരോട്, നിങ്ങൾ ഇനിയും പോയി കുറെ ആഹാരം കൊള്ളുവിൻ. കുറെ കൂടെ കൊണ്ടുവാ. ഇനി മോനം നോക്കിയിട്ട് കാര്യമില്ല.
വിശപ്പ് വന്നാൽ മക്കളെന്നുള്ള പരിപാടിയൊന്നുമില്ല. ഇനി എല്ലാം പ്രതികൂലമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ പിടിച്ചട കെട്ടിയിട്ടൊക്കെയാണ്. ഇനി നിങ്ങൾ ഞാൻ എൻ്റെ മക്കളെന്ന് പറയുക വിശപ്പിൻ്റെ മുമ്പിൽ മക്കളെന്നില്ല, ഭാര്യയെന്നില്ല, ഒന്നുമില്ല അല്ലേ. വയറ് കത്തിക്കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ അടി കിടക്കാൻ കണ്ടിട്ടുണ്ടോ? വിശന്നങ്ങ് കയറുമ്പോൾ ആരിക്കണം നോക്കത്തില്ല, ഒരടി അങ്ങ് ഉറപ്പാണ്. അത് വരാതിരിക്കാൻ സൂക്ഷിക്കണം. വളരെ ശ്രദ്ധയോടെ ചെയ്യണം കാര്യങ്ങളൊക്കെ. ആമേ. വിശന്ന് വരുമ്പോൾ പെട്ടെന്ന് വരുമ്പോൾ നിങ്ങൾ ആഹാരം കൊടുക്കണം. അല്ല വിശന്ന് വരുമ്പോൾ കുറേ കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി ഇരിക്കരുത്. വിശപ്പിന് ആഹാരം തന്നെ കൊടുക്കണം. അവിടെ വേറെ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. വിശന്ന് വരുന്നവനെ പിടിച്ച് മടിയിരുത്തി ആലോചിച്ച കാര്യമുണ്ട്, വിശപ്പ് മാറുമോ? അല്ലെങ്കിൽ വിശന്ന് വരുന്നവനെ പിടിച്ച് ഊഞ്ഞാലാട്ടി അവൻ്റെ വിശപ്പ് തീരുമോ? അല്ല വിശന്ന് വരുമ്പോൾ അവനെടുത്ത് മൊബൈലെടുത്ത് അവൻ്റെ വിശപ്പ് തീരുമോ? മൊബൈലൊക്കെ എവിടെ പോകണമെന്ന് അറിയാൻ പറ്റൂല. വിശപ്പിന് അന്നം തന്നെ കൊടുക്കണം. പക്ഷേ രണ്ടാമത്തതും വിശപ്പിലേക്ക് കടന്നു വന്ന സമയത്തും വീണ്ടും പറയും, നിങ്ങൾ ഇനി പോയി കുറെ ആഹാരം കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അതിന് യഹൂദ അവനോട് പറഞ്ഞത് നിങ്ങളുടെ സഹോദരൻ നിങ്ങളോട് കൂടെ ഇല്ലാതിരുന്നാൽ നിങ്ങൾ എന്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം തീർച്ചയായി ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ സഹോദരനെ കാണാതെ നിങ്ങൾ എൻ്റെ കൂടെ ഇനി കാണുകയില്ല എന്ന് തീർത്തും പറഞ്ഞു. എൻ്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു, നീ ഞങ്ങളുടെ സഹോദരനെ ഞങ്ങളുടെ കൂടെ അയച്ചാൽ ഞങ്ങൾ ചെന്ന് ആഹാരം വാങ്ങിക്കൊണ്ടുവരാം. കാര്യം എന്താണ്? ഈ സഹോദരനെ അപ്പൻ്റെ അടുത്ത് ബെന്യാമിനെ എൻ്റെ കൂടെ അയച്ചാൽ ഞാൻ പോയി വീണ്ടും മിസ്രൈമിൽ പോയി ആഹാരം കൈക്കൊണ്ടുവരാം. യോസഫ് എന്താ പറഞ്ഞത്? അപ്പൻ്റെ വീട്ടിൽ ആയിരിക്കുന്ന മകനെ എൻ്റെ അടുത്ത് കൊണ്ടുവരണം. ഒരു കണ്ടീഷൻ, അത് നിന്റെ പണമല്ല. ആ അനുജനെ നീ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ദ്രവ്യം തരും, ആഹാര ധാന്യം തരികയും നിങ്ങൾക്കിവിടെ ദേശത്ത് വ്യാപാരവും ചെയ്യാം. നിങ്ങൾക്ക് വ്യാപാരം ചെയ്യത്തക്കണം ഒരു വഴി ദൈവം തുറക്കുന്നുണ്ട്. കുഞ്ഞെ, നിന്റെ കുടുംബമായിട്ട് ദേശത്ത് വന്നാൽ അനുഗ്രഹത്തിലേക്ക് വരുമ്പോൾ നിന്റെ തലമുറയായിട്ട് വരണം, കുടുംബമായിട്ട് വരണം. ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. നിങ്ങൾ വിളിക്കുമ്പോൾ കുടുംബമായിട്ട് വരണം, ഒറ്റയ്ക്ക് വരല്. നിങ്ങൾ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബമായിട്ട് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. ദൈവം ആഗ്രഹം ഒറ്റയ്ക്കല്ല, അരമുറി മുക്കാമുറി എന്നല്ല. നിന്റെ കുടുംബം വരാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. കർത്താവ്, ഞാൻ നിന്റെ സന്നിധിയിൽ കുടുംബമായിട്ട് ഞാൻ വരും, ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം കൊണ്ടുവരും. യോസഫ് പറഞ്ഞു, എൻ്റെ കുടുംബത്തെ എൻ്റെ അടുത്ത് വരണം. എൻ്റെ കുടുംബത്തെ എൻ്റെ അടുത്ത് വരാൻ വേണ്ടിയാ ഒരുവനെ ബന്ധിച്ചു വെച്ചത്. ചില ബന്ധനങ്ങൾ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു. ചില വേദനകൾ നമുക്ക് അനുഗ്രഹമായി മാറുന്നുണ്ട്. ചില പ്രയാസങ്ങൾ നമുക്ക് വിടുതലായി മാറുന്നുണ്ട്. ചില ബുദ്ധിമുട്ടുകൾ നമുക്കൊരു അനുഗ്രഹമായി മാറുന്നുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചു പറയാണ്, അത് അനുഗ്രഹമായി മാറുന്നുണ്ട്. ഇപ്പോഴത്തെ കഷ്ടപ്പാടുകളൊക്കെ അടുത്തൊരു നിലവാരത്തിലേക്ക് മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം പറയുന്നു, അടുത്ത നിലവാരത്തിലേക്ക് കൊണ്ടുവരും ദൈവം നിന്നെ കുടുംബമായി വിളിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ദൈവമക്കളെ, നിങ്ങളെ ദൈവം കുടുംബമായിട്ട് വിളിച്ചിട്ടുണ്ട്, ഒറ്റയ്ക്കല്ല. ഇതിനകത്ത് പറയുന്നു, ദൈവം നിങ്ങളെ കുടുംബമായിട്ടാ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പദ്ധതിയുടെ കരം അടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ, ശക്തിയോടെ കരം അടിച്ച് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗ നല്ല പിതാവേ, ഇതുവരെ ദൈവം അനുഗ്രഹിച്ചനായ സ്തോത്രം. ഒരു ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയി ഒരു നന്മയിലേക്ക് കടന്നു പോകുമ്പോൾ കുടുംബം നഷ്ടപ്പെട്ട യോസഫിന്റെ മേൽ തൻ്റെ സഹോദരങ്ങളെ ഒരുമിച്ച് വരണമെന്നും തൻ്റെ അപ്പനൊക്കെ ഒരുമിച്ച് വരണമെന്നും ഒരുമിച്ചൊക്കെ ജീവിക്കണമെന്നും യോസഫ് ആഗ്രഹിക്കുന്നത് പോലെ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളുടെ ഭവനങ്ങൾ ദൈവസാന്നിധ്യം എല്ലാവരും ഒരുമിച്ച് വരണമെന്നും എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹം പ്രാപിക്കണമെന്നും ഒരു കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ കുടുംബം അനാഥയായി തീരരുത്, എൻ്റെ കുടുംബം പട്ടിണിയാകരുത്, എൻ്റെ കുടുംബം പട്ടിണി കൊണ്ട് മരിക്കാനിട വരുത്തരുത്. എൻ്റെ കുടുംബം എല്ലാവരും സമൃദ്ധിയിലേക്ക് കഷ്ടകാലത്തും
ക്ഷാമകാലത്തും ക്ഷാമത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ വരുവാൻ ഒരു കൃപ ദൈവം തരുന്നതിനായി സ്തോത്രം. എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണം. എൻ്റെ സഹോദരങ്ങളെ നീ കൊണ്ടുവരണം. നിന്റെ സന്നിധി ഇപ്പോൾ പിന്മാറ്റത്തിലായിരിക്കുന്നവര്, അപ്പൊ ആ ദൈവത്തെ അറിഞ്ഞിട്ട്, ഈ ആലയത്തിൽ നിന്ന് അറിഞ്ഞിട്ട് കാര്യച്ചവിട്ട് പിന്മാറ്റത്തിലായിരിക്കുന്നവരുണ്ട്. പലരും വന്നിട്ട് വരാൻ കഴിയാതെ മാറി നിൽക്കുന്നവരുണ്ട്. സ്വർഗമേ, അവരുടെ മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം ചലിക്കണം. ചിലതിനെ മടക്കി തരുന്നുണ്ട്. നിന്റെ കുടുംബത്തെ ദൈവം ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിവസവും വിശുദ്ധ ആരാധന അവസാന നിമിഷത്തിലേക്കും ഈ ആരാധന സ്പോൺസറാക്കി തീർത്തിരിക്കുന്ന വിമല പട്ടം എന്ന മാതാവിനോടും അവരുടെ വിഷയത്തിന്റെ മേൽ മറുപടി വരുവാനും ദൈവം മടക്കി തരുന്നുണ്ട്. നിന്റെ ഭവനത്തെ പരിശുദ്ധ പറയുന്ന മടക്കി തരുന്നുണ്ട്. നിന്റെ കുടുംബത്തെ മടക്കി തന്നെ അടുപ്പിക്കുന്നുണ്ട്. ചിതറിക്കിടക്കുന്നതിനെ സ്വർഗത്തിലെ ദൈവം അടുപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യാണ്. ഇന്ന് സകലതും ദൈവം അനുഗ്രഹിക്കണം. ഈ ആരാധനയ്ക്ക് ഉപവാസത്തിന് കാരണമായി തീർന്ന പ്രിയപ്പെട്ട കുടുംബത്തെ തക്ക സമയത്ത് മറുപടി കൊടുത്ത് ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന മന്ന ടിവിയിലൂടെയും മീഡിയ ടുഡേയിലൂടെയും അതുപോലെ യൂട്യൂബ് ചാനലിലൂടെ കേൾക്കുന്ന സകലവർക്കും ഇതൊരു അനുഗ്രഹമാക്കി തീർക്കുവാൻ സ്വർഗം സഹായിക്കുന്നതിനായി സ്തോത്രം. ഇത് ആശീർവാദം പറയുന്ന മുമ്പ് നിങ്ങൾ മീഡിയ ചാനലിലൂടെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, സമയം അതിൽ പരസ്യമായിട്ട് പറയുന്നു. മീഡിയ ചാനലിലൂടെ സമയം 9:30 മണിയായിരുന്നു, അത് പോയി വൈകുന്നേരം 7:30 മണിക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് 9:30 മണിക്ക് കേൾക്കാൻ പറ്റത്തില്ല. 7:30 മണിക്ക് എല്ലാ ദിവസവും 7:30 മണിക്കാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാട്ടെ.